Hi മക്കളെ, good evening, very good evening to all. മക്കളെ നമുക്കറിയാം നമ്മുടെ ബയോളജി എക്സാം തൊട്ടടുത്ത് നിൽക്കണല്ലേ, നമ്മുടെ പടിവാതിൽ പോയി നിൽക്കുകയാണ്. ബയോളജി എക്സാം പതുക്കെ വന്ന് നോക്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വിന്നേഴ്സ് ഒരു വലിയൊരു ഗിഫ്റ്റുമായിട്ട് വന്നിട്ടിരിക്കുന്നത്. സോ വിന്നേഴ്സിൻ്റെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഓക്കെ, സോ നമ്മളിന്ന് ബയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ എല്ലാ മക്കളും ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക, ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പോൾ ഞാൻ വിന്നേഴ്സിൽ നിന്ന് ബൈജു. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ വൈസ് അല്ല നമ്മളോട് ക്ലാസ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് മാത്രം എടുത്തുകൊണ്ട് ഫസ്റ്റ് ലൈവ് നമ്മൾ ഒരു 7 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത നെക്സ്റ്റ് ഡേയിൽ ലൈവ് ഉണ്ടായിരിക്കും. ബാക്കി ചാപ്റ്റേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമ്മൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ മക്കളപ്പോൾ നമ്മളുടെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമയത്ത് വേസ്റ്റ് ചെയ്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡ്രോ എ ലേബൽ ഡയഗ്രാം ടു ഷോ ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് 4 ആക്സസറി ഡക്റ്റ് ഇൻ ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് നമ്മൾ ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ കുറേ പാർട്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ആക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയഗ്രാം വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നല്ല അടിപൊളി ഡയഗ്രാം കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും മക്കളെല്ലാവരും എന്ത് ചെയ്തോളണം, ആ ഡയഗ്രാം നോക്കി വെച്ചോളണം. ഡയഗ്രാം മാത്രം നോക്കിയാൽ പോരാ, ലേബലിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ലേബലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസറിലേക്ക് പോകണം നമ്മൾ. സോ ആൻസർ എന്ന് പറയുന്നത് ഡയഗ്രാം വൃത്തിയായിട്ട് വരച്ച് വെച്ചോളണം. ഡയഗ്രാം അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫുൾ പോർഷൻസ് വരയ്ക്കുന്ന നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻസ് വരച്ചാൽ മതി. ഇത് നമ്മൾ എന്ത് ചെയ്തോളണം, അത് ഡയഗ്രാം ലേബൽ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലേബലിംഗ് വരുന്നത് നമുക്ക് ഫസ്റ്റ് പാർട്ട് സോ വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞ റീജിയൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ റീജിയൻസ് ആണ് വാസ് എഫറൻഷ്യ എന്ന് പറഞ്ഞ റീജിയൻസ് ആണ്. മൂന്നാമത്താണ് നമ്മളുടെ എപ്പിഡൈമിസ് എന്ന് പറയുന്നത്. നാലാമത്തെ ഭാഗമാണ് റേറ്റിസ്റ്റസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും ഭാഗം മാത്രം മതി അല്ലേ. എന്താ ചോദിച്ചിരിക്കുന്നത്, ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് 4 ആക്സസറി ഡക്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത് മാത്രം നമ്മൾ ലേബൽ ചെയ്താൽ മതി. ഇനി വരയ്ക്കുമ്പോൾ അത് ഫുള്ളായിട്ട് വരയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് മാത്രം മതി, ഹാഫ് പോർഷൻ മാത്രം വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം മക്കളെ. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഒരു 4 ടൈംസോ 5 ടൈംസോ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തോളണം, എല്ലാ മക്കളും ഈ ഡയഗ്രാമും ലേബലിങ്ങും. ഈ ലേബലിംഗ് മാത്രമല്ല, നമ്മൾ ചോദിക്കുന്ന അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡ്രോ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ലേബൽ ദ പാർട്സ് എന്ന് പറയും. അല്ലെങ്കിൽ കുറച്ച് ഫംഗ്ഷൻ തരും, ആ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെസിഫിക് പാർട്സ് ലേബൽ ചെയ്യാനാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും വളരെ വൃത്തിയായിട്ട് വരച്ച് പഠിക്കണം. വരച്ച് പഠിച്ചാൽ മാത്രം പോരാ, ലേബലിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സോ അവിടെ ഒരു ഡയഗ്രാം കണ്ടിട്ടുണ്ടല്ലേ. ഡയഗ്രാം നോക്കുക. ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ ബിലോ ഡയഗ്രാം ഷോൺ ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് സിംഗിൾ സൈഡ് മാത്രമേ ഉള്ളൂ. നേരത്തെ സാർ പറഞ്ഞല്ലോ ഒരു ഹാഫ് പോർഷൻ മാത്രം മതി, അവിടെ ഹാഫ് പോർഷൻ മാത്രമേ ഉള്ളൂ. സോ അതിൽ ഫസ്റ്റ് വൺ ഐഡന്റിഫൈ എക്സ്. അതായത് നമുക്ക് അവിടെ XY സെറ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഐഡന്റിഫൈ എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ലൊക്കേഷൻ ഇൻ ദ ബോഡി. അത് ഫസ്റ്റ് വൺ പറയുന്നത്. സെക്കൻഡ് വൺ നെയിം ദ ആക്സസറി ഗ്ലാൻഡ് വൈ ആൻഡ് ഇറ്റ്സ് സെക്രീഷൻ. അതായത് വൈ എന്ന് പറയുന്ന ആക്സസറി ഗ്ലാൻഡ് ഏതാണ്, അത് സെക്രീറ്റ്, അതിൻ്റെ സെക്രീഷൻ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്. സോ തേർഡ് വൺ നെയിം ദ സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് സെഡ് അല്ലേ. സെഡിൻ്റെ ഫങ്ഷൻസ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഡയഗ്രാം ശ്രദ്ധിക്കണം. ഡയഗ്രാം എപ്പോഴും ഹാഫ് പോർഷനേ ഉള്ളൂ. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫുൾ റീജിയൻസ് ആണ്. ഫുൾ റീജിയൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു നിർബന്ധമില്ല. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് റീജിയൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് ഹാഫ് റീജിയൻ കിട്ടിയാൽ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ബില്ലിംഗ് ആയിരിക്കണം. ഓക്കെ, സോ ആൻസറിലേക്ക് പോകേണ്ട സാർ കേട്ടോ. സോ ആൻസർ ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ് എക്സ് എന്ന് പറയുന്നത്
ടെസ്റ്റിസ് അല്ലേ, ടെസ്റ്റിസ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് ഈസ് കോൾഡ് സ്ക്രോട്ടം. അതായത് ടെസ്റ്റിസിന് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ടെസ്റ്റിസിന് പെയർ ഓഫ് ടെസ്റ്റിസ് ഉള്ള നമുക്ക് ഈ ടെസ്റ്റിസിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് നമുക്ക്. ആ പൗച്ച് നമ്മൾ പറയുന്ന പേരാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത് നമ്മൾ അല്ലേ, സ്ക്രോട്ടം. അപ്പൊ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ആണ്, ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ആണ്. സോ അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ടു, അതായത് നമുക്ക് നമ്മുടെ ബോഡിക്ക് ഇൻസൈഡ് അല്ല ഔട്ട്സൈഡ് ആണ് എന്ത് വരുന്നത് നമുക്ക് നമ്മുടെ ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതും ആ പൗച്ചിനകത്താണ്. ആ പൗച്ച് നമ്മൾ പറയുന്നതാണ് സ്ക്രോട്ടം എന്ന് പറയും. സോ ഇറ്റ് ഹെൽപ്സ് ടു ഡിക്രീസ് ദ ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ടെസ്റ്റിസിന്റെ ടെമ്പറേച്ചർ ലോവറിങ് ചെയ്യുന്നു 2 to 2.5 കേട്ടോ. ഏകദേശം 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും ടെസ്റ്റിസിന് കുറവായിരിക്കണം. എന്നാൽ മാത്രമേ ടെസ്റ്റിസിൽ പെർഫെക്റ്റ് ആയിട്ട് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ദ പെർഫെക്റ്റ് പ്രൊഡക്ഷൻ ഓഫ് ദ സ്പേം. സോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ടെസ്റ്റിസ് ബോഡിക്ക് പുറത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സാക്ക് ലൈക്ക് സ്ട്രക്ചർ നമ്മൾ പറയുന്നവരാണ് സ്ക്രോട്ടം. മക്കളെ അതെപ്പോഴും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സ്ക്രോട്ടം? സോ അടുത്ത നമുക്ക് സെമിനൽ വെസിക്കിൾസ് ഇസ് പ്രൊഡ്യൂസ് എ ആൽക്കലൈൻ സെക്രീഷൻ റിച്ച് ഫ്രക്ടോസ് ആൻഡ് കൺസിഡർ പാർട്ടിക്കിൾസ് 60% ഓഫ് വോളിയം ഓഫ് ദ സെമൻസ്. അതായത് നമ്മൾ എജക്കുലേറ്റ് ചെയ്യുന്ന സെമൻ ഇല്ലേ, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, ആ സ്പേമിനകത്ത് ഫ്രക്ടോസ് ഉണ്ട്, അതായത് ഒരു ലൂബ് പ്രൊവൈഡ് ചെയ്യുന്നതാണത്. സോ അതുപോലെ തന്നെ Z എന്ന് പറയുന്നത് എപ്പിഡൈമിസ് ആണ്. ഇറ്റ് സ്റ്റോർ ദ സ്പേം ആൻഡ് സെക്രീറ്റ് ദ ഫ്ലൂയിഡ് വിച്ച് ഹെൽപ്സ് ടു മെച്ചുറേഷൻ ഓഫ് ദ സ്പേംസ്. നമ്മുടെ സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓൾസോ അതിൽ നിന്നുണ്ട് നമുക്കൊരു മെച്ചുറേഷൻ അല്ലേ, അതായത് സ്പേംസിന്റെ എക്സാക്ട്, അതായത് സ്പേം എപ്പോഴും എന്തായിരിക്കണം, ന്യൂട്രൺ റിച്ച്, ദാറ്റ് മീൻസ് അത് ഹെൽത്തി ആയിരിക്കണം, റിച്ച് ആയിരിക്കണം. ഓക്കെ, അതിനുള്ള പറയുന്ന പേരാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗമാണ് എപ്പിഡൈമിസ് എന്ന് പറയുന്നത് കേട്ടോ. മക്കളെ ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻസ് ആണ് സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്ക്രോട്ടം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ടെമ്പറേച്ചറിന്റെ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, സെറ്റല്ലേ സംഭവം. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 6-7 തവണ നമുക്ക് CBSE ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വാസ് ഡിഫറൻസ് ആൻഡ് വാസ് ഡിഫറൻഷ്യ അല്ലേ. രണ്ടും എന്ന് പറയാ എൻറ്റർലി തൊട്ടടുത്ത് കിടക്കുന്ന ഭാഗങ്ങളാണ് അല്ലേ. രണ്ടും ഇത് തൊട്ടടുത്തടുത്ത് കിടക്കുന്ന ഭാഗങ്ങളാണ്. അതിന് ഡിഫറൻഷിയേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും മാത്രം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വാസ് ഡിഫറൻസ് ആൻഡ് വാസ് ഡിഫറൻഷ്യ. സോ നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ 2 ബോക്സ് ആക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന ഫസ്റ്റ് ചെയ്യേണ്ടത് 2 ടേബിൾ ആക്കി മാറ്റുക. ഫസ്റ്റ് ടേബിളിൽ നമ്മൾ വാസ് ഡിഫറൻസ് വരച്ചു കൊടുക്കുക. സെക്കൻഡ് ടേബിൾ നമ്മൾ വാസ് ഡിഫറൻഷ്യ. സോ നോക്കിയേ, ഫസ്റ്റ് വൺ വാസ് ഡിഫറൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഇസ് എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ വിച്ച് കണ്ടക്ട് എ സ്പെർമാറ്റോസോവ ഫ്രം ദ എപ്പിഡൈമിസ് ടു ദ പെനിസ്. അതായത് നമുക്ക് എന്താ പറയാ, എജക്കുലേഷൻ ടൈമിൽ നമുക്ക് എന്ത് സ്പേം പുറത്തേക്ക് പോകാനായിട്ടല്ലേ, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് കണക്ട്, അതിൽ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്, വാസ് എഫറൻഷ്യ. സോ ഇറ്റ് കണക്ട് ദ റൈറ്റ് ടെസ്റ്റിസ് ടു ദ എപ്പിഡൈമിസ്. അതായത് റൈറ്റ് ടെസ്റ്റിസിനെയും എപ്പിഡൈമിസിനെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ് വാസ് എഫറൻഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ വാസ് ഡിഫറൻസിൽ, വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ദ അറൈസസ് ഫ്രം ദ റൈറ്റ് ടെസ്റ്റിസ്, അറൈസസ് ഫ്രം ദ റൈറ്റ് ടെസ്റ്റിസ് ആണ്. സോ ഇൻ കേസ് ഓഫ് ഹിയർ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ദ അറൈസസ് ഫ്രം ദ കോഡ എപ്പിഡൈമിസ് കേട്ടോ. ഓക്കെ, ആ റേറ്റും കോഡ എപ്പിഡൈമിസും രണ്ടും എൻറ്റർലി ഡിഫറൻസ് റീജിയൻസ് ആണ്. നോക്കി വെച്ചോളണം, രണ്ടും അങ്ങോട്ട് മാറിപ്പോകരുത് കേട്ടോ. സോ വാസ് ഡിഫറൻസ് ആണെങ്കിൽ ദേ ആർ ഓൺലി 2 ഇൻ നമ്പർ. സോ ഇൻ കേസ് ഇവിടെ വരുമ്പോൾ വാസ് ഡിഫറൻഷ്യ വരുമ്പോൾ എന്താ വരും, നമുക്ക് ദ വാരി ഫ്രം 50 to 20 ഇൻ നമ്പേഴ്സ് കേട്ടോ. സോ ഇനി ഈ ഭാഗം വാസ് ഡിഫറൻസ് ആർ വെരി തിക്ക്. ദെൻ നമുക്ക് വാസ് എഫറൻഷ്യ ആണെങ്കിലോ വാസ് എഫറൻഷ്യ ഫൈൻസ് മീൻസ് എന്ന് പറയാം വളരെ തിൻ റീജിയൻസ് ആണ്. ദെൻ വാസ് ഡിഫറൻസ് ആണെങ്കിൽ ദ ലൈനിങ് ഹാസ് മെനി സെറ്റോളജിയ. ഓക്കെ, ഇവിടെ വരെ നമുക്ക് എന്തുണ്ട്, സെറ്റോളിക് സെൽസ് നോക്കി കേട്ടിട്ടില്ലേ, അത് മറന്നു പോകരുത് കേട്ടോ. ഇവിടെ വരുമ്പോൾ എന്തുണ്ട്, ദ ലൈനിങ് ബിയേഴ്സ് മെനി സീലിയേറ്റഡ് സെൽസ്. ഇവിടെ നമുക്ക് എന്താണ് സീലിയേറ്റഡ് അല്ലേ, അതായത് കുറച്ച് നാരുകൾ പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഹെയർ ലൈക്ക് പ്യൂബിക് ഹെയർ ലൈക്ക് സ്ട്രക്ചർ അല്ലേ സീലിയേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാസ് ഡിഫറൻസും വാസ് എഫറൻഷ്യയും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതിൽ നിന്ന്
ബോത്ത്, അതായത് വൺ സൈഡിൽ 2 പോയിന്റ്സ്, അതായത് മൊത്തം നമുക്ക് 4 പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 3 മാർക്സ് ആണെങ്കിൽ നമ്മൾ 6 പോയിന്റ്സ് ആണ് നമ്മൾ എന്ത് പറയുക ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിഫറൻസസ് ബിറ്റ്വീൻ വാസ് എഫറൻസ് ആൻഡ് വാസ് ഡിഫറൻസ് ആൻഡ് വാസ് എഫറൻഷ്യ. ഓക്കെ, സോ മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോളം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. Explain the role of pituitary and sex hormones in the process of spermatogenesis. Important questions ആണ് ട്ടോ. Okay, explain the role of pituitary gland ട്ടോ. ഉദ്ദേശിക്കുന്ന gland ആണത്. Role of pituitary gland and sex hormones in the process of spermatogenesis. So, next question എന്താ പറയുന്നത് നോക്കിയേ. Next question എന്താ പറയുന്നത് നമുക്ക് spermatogenesis in human male is a hormone regulatory process. Justified. So, actually spermatogenesis, what do you mean by spermatogenesis? ഇത്രയേ ഉള്ളൂ. എന്താ സ്പേംസ് സിന്തസിസ് ചെയ്യുക അല്ലേ, അതായത് സ്പേംസ് ഉണ്ടാകുന്ന പ്രോസസ്സ് അല്ലേ, സ്പേംസ് ജെനിസിസ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സ്പേംസ് ഉണ്ടാകുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്നവരാണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത്. നമ്മൾ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, സോ ഓർ എക്സ്പ്ലെയിൻ ദ ഹോർമോണൽ റെഗുലേഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജെനിസിസ് ഇൻ ഹ്യൂമൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഏകദേശം സിമിലർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 3 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എന്ത് പറയുക സിമ്പിൾ ആയിട്ട് ഒറ്റ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നോക്കി മക്കൾ ആൻസറിലേക്ക് നോക്കിയാടാ. ഹോർമോണൽ കൺട്രോൾസ് ആണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോണത് കേട്ടോ. ഹോർമോണൽ കൺട്രോൾസ് ഓഫ് സ്പെർമാറ്റോജെനിസിസ് ഇൻ ഹ്യൂമൻ മെയിൽ ഈസ് ആസ് ഫോളോസ്. ഓക്കെ, മെയിൽസിലും ഫീമെയിൽസിലും നമുക്ക് എന്താ പറയുക എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ. മെയിൽസിലാണെങ്കിൽ സെക്സ് ഹോർമോൺസ് ഒന്നേ ഉള്ളൂ, നമുക്കറിയാം ടെസ്റ്റോസ്റ്റിറോൺ ആണത്. ഇൻ കേസ് ഫീമെയിൽസിലാണെങ്കിൽ 2 എണ്ണം വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈസ്ട്രോജൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നോക്കിവിടെ നമുക്ക് ഗൊണാഡോട്രോഫിൻസ് ഓക്കെ അല്ലെങ്കിൽ GnRH അല്ലേ. ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺസ് ഈസ് റിലീസ് സിഗ്നിഫിക്കൻ്റ്ലി ഫ്രം ദ ഹൈപ്പോതലാമസ് ഡ്യൂറിങ് ദ പ്യൂബർട്ടി. അതായത് നമ്മൾ മെയിൽസ് ആണെങ്കിൽ ഒരു പ്യൂബർട്ടി ടൈം ആവും, പ്രായപൂർത്തിയാവാന്ന് പറയില്ല നമ്മൾ. അത് 18 അല്ല ഏജിൽ ഉദ്ദേശിക്കുന്നത് സെക്ഷലി മെച്ചേർഡ് ആവുക, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ആകുമ്പോൾ ആണ് നമുക്ക് എന്താ പറയുക നമ്മുടെ ബോഡിക്കകത്ത് സെക്സ് ഹോർമോൺസിൻ്റെ ഒരു സെക്രീഷൻ ലീഡ് ചെയ്യുന്നത് കേട്ടോ. സോ അതിൽ രണ്ടാമത്തെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ GnRH stimulate anterior pituitary to secrete the gonadotropins. അതായത് നമുക്ക് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എടുക്കണമെങ്കിൽ 2 ലോബ്സ് ഉണ്ടല്ലോ, പോസ്റ്റീരിയർ ലോബ്സ് ഉണ്ട്, ആന്റിയർ ലോബ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് GnRH ആണെങ്കിൽ സ്റ്റിമുലേറ്റ് ആന്റിയർ പിറ്റ്യൂട്ടറി ടു സെക്രീറ്റ് ദ ഗൊണാഡോട്രോഫിൻസ്. ഈ ഗൊണാഡോട്രോഫിൻസ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, മെയിൽ എന്താ പറയുക സെക്സ് ഹോർമോൺസ് ആണ് തന്നെ കേട്ടോ. നോക്കിയേ LH എന്താ LH ലൂട്ടിനൈസിങ് ഹോർമോൺസ്, FSH ഫോളിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് കേട്ടോ, ഓർ ഇൻഡസ്ട്രീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ബോഡിക്കകത്ത് പെർട്ടിക്കുലർ ടൈമിൽ എന്തൊക്കെ ഹോർമോൺസ് വേണോ ആ ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അടുത്തത് ലൂട്ടിനൈസിംഗ് ഹോർമോൺസ്, LH എന്ന് പറയുന്നു. ലൂട്ടിനൈസിംഗ് ഹോർമോൺസ് ആക്ട് ആസ് എ ലൈഡിംഗ് സെൽ to stimulate the synthesis and secretion of androgen which then stimulate the process of spermatogenesis. അതായത് ലൂട്ടിനൈസിംഗ് ഹോർമോൺസ് ഉണ്ടല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു മെച്ചുറേഷൻ പീരീഡ് ആകുമ്പോൾ മെയിൽസിൽ എന്ത് സെക്രീറ്റ് ചെയ്യണം, നമുക്ക് സ്പേം പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. ആ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ പറയുന്നവരാണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് FSH act as the Sertoli cells and stimulate them to secrete inhibin which them stimulate the process of a spermiogenesis. അവിടെ നമുക്ക് എന്തുണ്ട് സ്പെർമിയോജെനിസിസിനാണ്. ഓക്കെ, മറ്റേ സ്പെർമാറ്റോജെനിസിസ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. സ്പെർമിയോജെനിസിസ് അത് സ്പെർമാറ്റോജെനിസിസ് ആണെങ്കിൽ LH അതായത് ലൂട്ടിനൈസിംഗ് ഹോർമോൺസും, സ്പെർമിയോജെനിസിസ് വരുമ്പോൾ FSH ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് മാറിപ്പോകരുത് രണ്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻറ്റ്, കാരണം ഹോർമോൺസ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന റീജിയൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ത് ചെയ്തോളണം, നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് നല്ലതാണ്. നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുമ്പോൾ ആ ഹോർമോൺസ് അങ്ങോട്ട് കൊണ്ട് മാറിപ്പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കുറച്ചുകൂടി എന്തുണ്ടോ ഒന്ന് ബൈ ഹാർട്ട് ചെയ്തുകൊണ്ട് ഇന്ന ഹോർമോൺസ് ഇന്ന ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പഠിച്ച് നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ നമ്മൾ 5th ക്വസ്റ്റ്യൻ ആയിട്ട് വേഗം എന്ത് ചെയ്തോളാം, ക്യാച്ച് ചെയ്തോളണം. ഓക്കെ, സ്പീഡിൽ ക്യാച്ച് ചെയ്യുക സംഭവങ്ങളൊക്കെ. സോ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക,
തലനകത്തേക്ക് കയറ്റി വെച്ചോളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ സോർട്ട് ഔട്ട് ചെയ്ത് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും അതിന്. സോ അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. വാട്ട് ഹാപ്പൻ ടു കോർപ്പസ് ലൂട്ടിയം ഇൻ ഹ്യൂമൻ ഇഫ് ദ ഓവം ഇസ് ഫെർട്ടിലൈസ്ഡ് ഓർ നോട്ട് ഫെർട്ടിലൈസ്ഡ്? അതായത് ഫെർട്ടിലൈസ്ഡ് ആവുന്ന സിറ്റുവേഷൻസിലും ദെൻ നോട്ട് ഫെർട്ടിലൈസ്ഡ് ആവാത്ത സിറ്റുവേഷൻസിൽ ഉണ്ടാകുന്ന എന്താ സംഭവിക്കാന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ. ഓർ അല്ലെങ്കിൽ മെൻഷൻ ദ fate of corpus luteum and its effect on the uterus in the absence of fertilization of ovum in human female. രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഏകദേശം സിമിലർ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കണം. ക്വസ്റ്റ്യൻസിലുള്ള കോൺസെപ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നമ്മൾ കേട്ടോ. ഓക്കെ, നമ്മൾ ഇതാ ആൻസറിലേക്ക് പോവുകയാണ്. In case of the fertilization, the corpus luteum continues secreting progesterone, which is required the maintenance of the endometrium during the pregnancy. അല്ലേ, അതായത് നമുക്ക് ഇതെന്നറിയാം, ഫെർട്ടിലൈസ്ഡ് സിറ്റുവേഷൻ ആണെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫെർട്ടിലൈസേഷൻ അതായത് എന്താ പറയുക, ഒരു സെക്ഷൽ മീറ്റിംഗ് കഴിഞ്ഞു, ദെൻ സ്പേം എൻ്റർ ചെയ്തു, ഓവുമായിട്ട് കൂടിച്ചേർന്നു. ദാറ്റ് പ്രോസസ് നോൺ ആസ് എ ഫെർട്ടിലൈസേഷൻ അല്ലേ. ദാറ്റ് മീൻസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്സ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. മെയിൽ ഗാമെറ്റ്സും ഫീമെയിൽ ഗാമെറ്റ്സും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്, അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊജസ്ട്രോൺ സെക്രേറ്റ് ചെയ്യുകയും. സോ ഈ പ്രൊജസ്ട്രോൺ സെക്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസ് വാൾ ഉണ്ട്. യൂട്രസ് വാളിന് 3 ലെയർ ഉണ്ട്. എൻഡോമീട്രിയം, മയോമീട്രിയം, എക്ടോമീട്രിയം അല്ലെ. അതിൽ എൻഡോമീട്രിയത്തിനകത്താണ് നമ്മുടെ ഇംപ്ലാന്റേഷൻ, ബേബി പോയിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ബേബി അല്ല, ആക്ച്വലി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ 36 അല്ലെങ്കിൽ 32 ആയിട്ടുള്ള സെല്ലിൽ പോയിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അതാണ് എൻഡോമീട്രിയം റീജൻസ് പറയുന്നത്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രഗ്നൻസി അത് ലീഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് അവിടെ ചോദിക്കാവുന്ന വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് സാർ എന്ന് പറയാം. എൻഡോമീട്രിയം, മയോമീട്രിയം, എക്ടോമീട്രിയം അല്ലെ. ഏറ്റവും പുറമുള്ളതാണ് എക്ടോ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് ദ റിജിഡിറ്റി അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയോമീട്രി ഉണ്ട്. മയോമീട്രിയം കണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കാണുന്നതാണ് നമുക്ക് എൻഡോമീട്രിയം എന്ന് പറയുന്നത്. ഈ എൻഡോമീട്രിയത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ദ മെൻസ്ട്രേഷൻ സൈക്കിൾ. അതായത് മന്ത്ലി ഉള്ള ഒരു മെൻസ്ട്രേഷൻ സൈക്കിളിനെ പ്രോപ്പർ ആക്കുന്ന ഒരു ലെയറും കൂടെയാണ് നമ്മുടെ എൻഡോമീട്രിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മുന്നോട്ട് ആ 3 ലെയറിന്റെ ഫങ്ഷൻസും നല്ല വൃത്തിയായിട്ട് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, യൂട്രസിന് 3 യൂട്രസ് ലെയർ എന്താ പറയുക 3 വാൾസ് ഉണ്ട്. ആ 3 വാൾസും പെർഫെക്റ്റ്ലി പഠിക്കണം. ഓൾസോ അതിന്റെ ഫങ്ഷൻസും പഠിച്ചു വെച്ചോളണം കേട്ടോ. സോ നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. ഇൻ കേസ് അത് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ, ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ വാട്ട് ഹാപ്പൻ ദർ? ഇത്രയേ ഉള്ളൂ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ദ കോർപ്പസ് ലൂട്ടിയം ഡിജനറേറ്റ്സ് ആൻഡ് ഗെറ്റ് കൺവേർട്ട് ഇൻ ടു കോർപ്പസ് ആൽബിക്കൻസ്. അതായത് എന്ത് സംഭവിക്കും, അത് പതുക്കെ എന്താ പറയുക ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. ദ ഡെഫിഷ്യൻസി ഓഫ് പ്രൊജസ്ട്രോൺ കോസ് ഡിസിൻറ്റഗ്രേഷൻ ഇൻ ദ എൻഡോമീട്രിയം ലീഡിങ് മെൻസ്ട്രേഷൻ ആൻഡ് ദസ് ദ ന്യൂ സൈക്കിൾ സ്റ്റാർട്ട്. അതായത് ഫെർട്ടിലൈസേഷൻ നടന്നില്ല. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുള്ള സിറ്റുവേഷൻ എന്നറിയോ, നമുക്ക് നമ്മുടെ കോർപ്പസ് ലൂട്ടിയം പതുക്കെ ചുരുങ്ങി വരികയും നമ്മുടെ ഈ എൻഡോമീട്രിയത്തിനകത്തുള്ള ബ്ലഡ് വെസൽസ് എല്ലാം കൂടിയിട്ട് എന്താ പറയുക അത് പൊട്ടിപ്പോവുകയും സംഭവിക്കുന്നതായിട്ട് പറയും. അത് നമുക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. സോ ആ പ്രോസസ് നമ്മൾ പറയുന്നവരാണ് മെൻസ്ട്രേഷൻ എന്ന് പറയും. അപ്പോൾ ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് ലീഡ് ചെയ്യും, നമുക്ക് നേരെ ലീഡ് ചെയ്യുന്ന പ്രോസസ്സാണ് മെൻസ്ട്രേഷൻ സൈക്കിൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നത്, പ്രഗ്നൻസിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ അത് എവിടേക്ക് പോകുന്നുണ്ട്, നമുക്ക് മെൻസ്ട്രേഷൻ സൈക്കിളിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. നോക്കി വെക്കണം കേട്ടോ മക്കളെ. ഓക്കേടാ, നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോരുകയാണ്. ഓക്കെ മക്കളെ, നിങ്ങളുടെ ആരുടെയും കമൻസുകളൊന്നും വരുന്നില്ലല്ലോടാ, കമൻറ്റുകളോ ഒന്നുമില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഈ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളൂ കേട്ടോ. സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനിസിസ് ആൻഡ് സ്പെർമിയോജെനിസിസ്. സാർ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു സ്പെർമാറ്റോജെനിസിന്റെയും സ്പെർമിയോജെനിസിന്റെയും രണ്ടും ഡിഫറൻസ്. ഓക്കെ, വെറുതെ ഡിഫറൻസ് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ സെക്രീഷനും അതിന്റെ ഹോർമോൺസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സോ നമ്മൾ നേരെ ആ ഡിഫറൻസിലേക്ക് പോവുകയാണ് മക്കളെ. ഡിഫറൻസ് നോക്കാടാം. അത് നോക്കിയേ, ക്വസ്റ്റ്യൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനിസിസ് ആൻഡ് സ്പെർമോജെനിസിസ് ആർ 2 ബോക്സ് ആക്കി നമ്മൾ മാറ്റാം. അതിൽ
ഫസ്റ്റ് ബോക്സിൽ സ്പെർമാറ്റോജെനിസിസ്, സെക്കൻഡ് ബോക്സിൽ സ്പെർമിയോജെനിസിസ് ഉണ്ടാവും. അതിൽ ഈ സ്പെർമാറ്റോജെനിസിസിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർം ഫ്രം ദ ഇമ്മച്യൂർ ജേം സെൽസ്. നോക്കിയേ, വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. അതായത് ഇതിന്റെ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ദ സ്പെർംസ് ഫ്രം ദ ഇമ്മച്യൂർ ജേം സെൽ. ഇമ്മച്യൂർ ആയിട്ടുള്ള ജേം സെൽസിൽ നിന്ന് നമുക്ക് എന്തുണ്ടാകും? നമുക്ക് സ്പെർംസ് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. സോ സ്പെർമിയോജെനിസിസിലേക്ക് വരികയാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സർക്കുലർ സ്പെർമാറ്റിഡ്സ് to motile spermatozoa. Okay, that's the difference between spermiogenesis and spermatogenesis. അത് ഫസ്റ്റ് പോയിന്റ് നോക്കി വെച്ചോളണം. ഇനി സ്പെർമാറ്റോജെനിസിസ് ആണെങ്കിൽ നോക്കിയേ, അവിടെ പറഞ്ഞിരിക്കുന്നത് the number of cells increases as each spermatogonium produce 4 spermatid. അതായത് നമുക്ക് എന്തുണ്ട്? ഓരോ സ്പെർമാറ്റോഗോണിയം എന്തായിട്ട് മാറുന്നുണ്ട്? 4 സെല്ലായിട്ട് മാറുന്നു പഠിച്ചിട്ടുണ്ട്. 4 എണ്ണായിട്ട് മാറുന്നുണ്ട്. സോ അപ്പോൾ അതെന്താണ്? നമ്മൾ സ്പെർമാറ്റിഡ്സ് കേട്ടോ. ഇനി അതേ സ്ഥാനത്ത് സ്പെർമിയോജെനിസിസ് ആണെങ്കിലോ നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് സെൽസ് ആസ് ഓൺലി വൺ സ്പെർമാറ്റിഡ് ഡെവലപ്പ് ഇൻടു സ്പെർമാറ്റോസോവ. ഇവിടെ നമുക്ക് സ്പെർമാറ്റോജെനിസിസിലാണെങ്കിൽ ഒരെണ്ണായിട്ട് മാറും, നമുക്ക് 4 എണ്ണായിട്ട് എന്തുണ്ട്? 4 എണ്ണമായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, സ്പെർമാറ്റിഡ് ആയിട്ട് മാറുന്നുണ്ട്. ബട്ട് ഇൻ കേസ് ഇവിടെ എന്തുണ്ട്? നത്തിങ് ഹാപ്പൻഡ്, ഓൺലി എന്തായിട്ട് മാറും? സ്പെർമാറ്റിഡ്സ് എന്തുണ്ട്? സ്പെർമാറ്റോസോവയിൽ നിന്ന് ഒരു സ്പെർമാറ്റിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. ദിസ് ഇസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനിസിസ് ആൻഡ് സ്പെർമിയോജെനിസിസ്. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെർമാറ്റോജെനിസിസും സ്പെർമിയോജെനിസിസും രണ്ടും പഠിച്ചു വെച്ചോളണം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണത്. എന്ന് പറയുന്നത് സ്പെർമാറ്റോജെനിസിസും സ്പെർമിയോജെനിസിസും കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ മിനാർക്കി ആൻഡ് മെനപ്പോസ് അല്ലെ. മെനാർക്കിയും മെനപ്പോസും നമ്മുടെ ഡിഫറൻസ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. അതായത് നമ്മുടെ മെൻസ്ട്രേഷൻ സൈക്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണിത്. വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മിനാർക്കി ആൻഡ് മെനപ്പോസ്? സോ അതായത് ഒരു മെച്ചൂർഡ് ആകുന്ന ഒരു ഫീമെയിൽ ഒരു ഗേൾ, അതായത് ഫീമെയില് മെച്ചൂർഡ് ആയി കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മെൻസസിനെ പറയുന്ന പേരാണ് മെനാർക്കി എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ബിഗിനിങ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഇൻ ഹ്യൂമൻ ഫീമെയിൽ അറ്റ് പ്യൂബർട്ടി. അതായത് ഒരു ഫീമെയിൽ, ഒരു പെൺകുട്ടി എന്തുണ്ട്? മെച്ചൂർഡ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് മെൻസസ് നമ്മൾ പറയുന്ന പേരാണ് മിനാർക്കി എന്ന് പറയുന്നത് നമ്മൾ അല്ലേ. സോ ബട്ട് ഇൻ കേസ് അതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് മെയിൽസിന് പ്രത്യേകത ഉണ്ട്. മെയിൽസ് മെച്ചൂർഡ് ആയി കഴിഞ്ഞാൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യും, അത് ലൈഫ് ടൈം മൊത്തം സ്പേം ഉണ്ടാവുകയും ചെയ്യും ബോഡിയിൽ. ബട്ട് ഇൻ കേസ് ഫീമെയിൽസിന് അങ്ങനെയല്ല. ഫീമെയിൽസിന് അപ്രോക്സിമേറ്റ്ലി ഇൻ ബിറ്റ്വീൻ 10 to 15, അതായത് 15 ആണ് കേട്ടോ, 10 to 15, 15 ഇടയ്ക്ക് ഫസ്റ്റ് മിനാർക്കി സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് സ്റ്റോപ്പ് ചെയ്യുന്നൊരു സമയമുണ്ട്. ആ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമാണ് 45 to 50 എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ലാസ്റ്റ് മെൻസ്ട്രേഷൻ, അതായത് ലാസ്റ്റ് മെൻസ്ട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആകുന്ന ആ ഒരു ടൈം, അതിന് പറയുന്ന പേരാണ് മിനപ്പോസ് എന്ന് പറയുന്നത് കേട്ടോ. സോ മിനാർക്കി ഇറ്റ് ഇൻഡിക്കേറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ഫേസ്, അതായത് മെൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ഫീമെയിൽ ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് റെഡി ഫോർ ദ ഫെർട്ടിലൈസേഷൻ, അതായത് റീപ്രൊഡക്റ്റീവ് ഫേസിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീനപ്പോസ് ആണെങ്കിലോ അത് മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? അവരുടെ ആ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് എൻഡ് ചെയ്തു. ദിസ് ഇസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മിനാർക്കി ആൻഡ് മീനപ്പോസ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പഠിച്ചു വെച്ചോളണം. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വാട്ട് ഇസ് മിനാർക്കി എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വാട്ട് ഇസ് മീനപ്പോസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ടും എന്ത് ചെയ്തോളണം? രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, പഠിച്ചു വെക്കണം കേട്ടോ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. So explain the event of normal woman during her menstrual cycle on the following days. മക്കളെ ഇതേ നമുക്കൊരു ഗ്രാഫ് ബേസും ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗ്രാഫ് തന്നിട്ട് ഒരു ഫീമെയിൽ ബോഡിയിൽ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ാം തീയതി മീൻസ് മന്ത്ലി ഫസ്റ്റ് ഡേ ആണ്, അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളൊരു ഗ്രാഫിക്കൽ ഡയഗ്രാം വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക then verbally ചോദിക്കാം നമുക്ക്. സോ നോക്കി എന്താ പറയുക, നമുക്ക് എക്സ്പ്ലെയിൻ ദ ഈവൻറ്റ്സ് ഓഫ് നോർമൽ വുമൻ ഡ്യൂറിങ് ഹെർ മെൻസ്ട്രൽ സൈക്കിൾ ഓൺ ദ ഫോളോയിങ് ഡേയ്സ്. നമുക്ക് ഫസ്റ്റ് എന്താ പറയുന്നത്? ഓവേറിയൻ ഈവൻറ്റ്സ് ഫ്രം ദ 13 to 15 days അല്ലേ. ഓവേറിയൻ ഈവൻറ്റ്സ് ഫ്രം 13 to 15 days. Then ovarian hormones level from 16 to 23 days. The last uterine events from 24 to 29 days. അപ്പോൾ ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം നമുക്ക് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന ഡേയ്സിൽ ഓരോ ഡേയ്സിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ,
ഇത്ര ഡേയ്സിനുള്ളിൽ ഇത്ര ഡേയ്സ് വരെയും ഇന്ന് സംഭവിക്കാം, പ്രഗ്നൻസി ലീഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഓരോ ഡേയ്സിനും പ്രത്യേകതകളുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ ആൻസർ ഓക്കെ. ഫസ്റ്റ് വൺ കേട്ടോ, ദ ഒവേറിയൻ ഈവൻസ് ഫ്രം 13 to 15 days ഇമ്മിച്യൂർ എഗ്, അതായത് നമ്മുടെ ഓവം റിലീസ് ചെയ്യുന്നുണ്ട് ഫ്രം ദ ഗ്രാഫിൻ ഫോളിക്യൂൾസ്. സോ ബോത്ത് LH and FSH attain maximum peak. FSH helps to graphene follicle to attain maturity and LH helps to its rupture. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഇമ്മെച്യൂർ ആയിട്ടുള്ള ഒരു എഗ് ഓവർ ഫോം ചെയ്തു, അതിനുശേഷം എന്ത് നമ്മുടെ LH ഉം FSH അതിന്റെ മാക്സിമം അതിന്റെ പീക്കിലേക്ക് എത്തിക്കുന്നുണ്ട്. FSH helps to graphene follicle attain maturity and LH helps to rupture. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന LH എന്ന് പറയുന്നത് കേട്ടോ. ഓവം കവേർഡ് ബൈ എ നമ്പർ ഓഫ് ലെയർ ആൻഡ് യെല്ലോ ഫാറ്റ് ലെയർ ഫോംസ് കോർപ്പസ് ലൂട്ടിയം അല്ലേ. നമുക്ക് അതിനുശേഷം ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഓവായി കഴിഞ്ഞാൽ എന്തുണ്ട്, നമുക്കൊരു യെല്ലോ കളറിലുള്ളൊരു ഒരു യെല്ലോ തിൻ ലെയർ കവറിങ് ഉണ്ടായിരിക്കും, ഫാറ്റ് കവറിങ് ആണ്. സോ അതിന് നമ്മൾ പറയാം കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. അതിനുശേഷം റിലീസസ് പ്രൊജസ്ട്രോൺ. നമുക്ക് എന്ത് പറയാം, നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, അതായത് അത് എന്താ പറയാ ഫെർട്ടിലൈസേഷൻ ലീഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് പ്രൊജസ്ട്രോൺ ലീഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫെർട്ടിലൈസേഷൻ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും, പ്രൊജസ്ട്രോൺ ലീഡ് ചെയ്യുന്നുണ്ട്. കാരണം ഫെർട്ടിലൈസേഷൻ എന്തായിട്ട് മാറും, നമുക്ക് ഇവിടെ അതൊരു ബേബി എന്നുള്ള ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പൊ ബേബിയെ യൂട്രസ് വാളിനകത്ത് ഇംപ്ലാന്റ് ചെയ്ത് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈസ്ട്രജൻ മെൻസ്ട്രേഷൻ സൈക്കിളിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺസും കൂടെയാണ്, ഓർത്ത് വെച്ചോളണേ. സോ നമ്മൾ അടുത്തേക്ക് പോവാണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമുക്ക് ovarian hormones level from 16 to 23rd days അല്ലേ. ഇതിന്റെ ആൻസർ നമ്മൾ പറയാൻ പോണത് നോക്കിയേ, ഡ്യൂറിംഗ് ദ മെൻസ്ട്രൽ സൈക്കിൾ ദ പീരിയഡ് ലെവൽ ഫ്രം 16 to 23 days is called luteal phase അല്ലേ. അതായത് അതാണ് നമ്മളുടെ സെക്രീഷൻ നടക്കുന്ന സമയം, സെക്രീറ്ററി ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ദ കോർപ്പസ് ലൂട്ടിയം secrete large amount of progesterone which is essential to the മെയിൻ്റെനൻസ് ഓഫ് എൻഡോമീട്രിയം. അതായത് ഞാൻ പറഞ്ഞു യൂട്രസ് വാളിനകത്തുള്ള ലെയർ ആണ് എൻഡോമീട്രിയം. അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത്, പ്രോപ്പറുള്ള ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആ ഒരു ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ലാസ്റ്റ് വൺ 24 to 29 days അല്ലേ. യൂട്രിൻ ഈവൻസ് ഫ്രം 24 to 29 days are under the influence of progesterone hormones. It influence the maintenance of the endometrium for any pregnancy to occurs. അതായത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ രണ്ട് ഇവൻസ് ഉണ്ടാവും. മേ ബി ഒന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ലീഡ് ചെയ്യുന്ന ഇവൻസും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ലീഡ് ചെയ്യാത്ത ഇവൻസ് ഉണ്ട്. ഫെർട്ടിലൈസേഷൻ ലീഡ് ചെയ്യുന്ന ഇവൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ യൂട്രസ് വാളിനകത്തുള്ള എൻഡോമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം, എൻഡോമീറ്ററത്തെ മെയിൻറ്റെയിൻ ചെയ്യണം ഫോർ ദ ക്യാപ്ചറിങ് ഓഫ്. അതായത് നമുക്ക് എന്ത് ചെയ്തോളണം, നമുക്ക് ഇംപ്ലാന്റേഷൻ റെഡി ആക്കണം. അതാണ് ആ ഒരു ഇവന്റ് എന്ന് പറയുന്നത് കേട്ടോ. The corpus luteum degenerate and endometrium shed off. It causes menstrual flow of blood. Otherwise അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോർപ്പസ് ലൂട്ടിയം, അതായത് കോർപ്പസ് ലൂട്ടിയം ഡിജനറേറ്റ് ചെയ്യുന്നുണ്ട്. എൻഡോമീട്രിയം ഉള്ളിൽ കാണപ്പെടുന്ന നമ്മുടെ യൂട്രസ് വാളിനുള്ളിൽ കാണപ്പെടുന്ന ലെയർ നമ്മൾ പറയുന്നവരാണ് എൻഡോമീറ്റർ എന്ന് പറയുന്നത്. ഈ എൻഡോമീറ്ററിനകത്തുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ പതുക്കെ ഷ്രിങ്ക് ചെയ്തത് പെട്ടെന്ന് എന്താ ഷെഡ് ഓഫ് ചെയ്യും, പൊട്ടിപ്പോവുക. ഇത് സംഭവിക്കും, അതിനകത്തുള്ള ബ്ലഡ് വെജന വഴി പുറത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നവരാണ് മെൻസ്ട്രൽ ഫ്ലോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, പഠിച്ചു വെച്ചോളണം. സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് മീൻസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ oogenesis is a markedly difference from the spermatogenesis in the following aspects. Okay, നോക്കാം നമുക്ക് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയാൽ സ്പെർമാറ്റോജെനിസിസും oogenesis മക്കളെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ സ്പെർമാറ്റോജെനിസിസും oogenesis ഇത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അടക്കം ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഭംഗിയായിട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സ്പെർമാറ്റോജെനിസിന്റെയും oogenesisന്റെയും ഈവൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. നമ്മൾ വൃത്തിയായിട്ട് എന്ത് ചെയ്തോളണം, അത് പഠിച്ചു വെച്ചോളണം. സോ അതിലുള്ള പോയിന്റാണ് ഈ കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പോയിന്റ്സിനെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ആക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിന്റ്സ് തന്നെയാണിത്. കുറച്ചും കൂടി എന്താ പറയുക, സിമ്പിൾ ആയിട്ടൊരു ബോക്സിലാക്കി മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ട് പഠിക്കണേ. സോ സ്പെർമാറ്റോജെനിസിസ് എന്താ? സ്പെർമാറ്റോജെനിസിസ് നമ്മൾ സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സിനെ പറയുന്നവരാണ് സ്പെർമാറ്റോജെനിസിസ് അല്ലേ. സ്പേം സിന്തസിസ് ചെയ്യുക ഇൻ മെയിൽ ബോഡി, അതിനെ പറയുന്ന പേരാണ് സ്പെർമാറ്റോജെനിസിസ്. ഇൻ കേസ് ഓഫ് ദ oogenesis ആവുമ്പോൾ എന്താണ്, ഓവം പ്രൊഡ്യൂസ് ചെയ്യല്ലേ, ഓവം സിന്തസിസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നവരാണ് oogenesis എന്ന് പറയുന്നത് ഇൻ ഫീമെയിൽ ബോഡി. നോക്കിയേ, സ്പെർമാറ്റോജെനിസിസ്
It occurs in male starting from the puberty till the complete life cycle. So ഞാൻ പറഞ്ഞിരുന്നത് എന്താ, മെയിലില് സെക്രേറ്റ് ചെയ്യുക. ദെൻ ഊജനിസിസ് ആണെങ്കിലോ ഫീമെയിൽ ബോഡി അല്ലെ, ഫീമെയിൽ ബോഡിയിൽ ഓവം സെക്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എന്താ പറയുക ഊജനിസിസ് എന്ന് പറയുന്നത്. സോ സ്പെർമാറ്റോജനിസിസ് അടുത്ത ഡിഫറൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്, എ സിംഗിൾ സ്പെർമാറ്റോഗോണിയം ആഫ്റ്റർ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഫ്രം 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ദാറ്റ് മെച്യൂർ ടു ഫോം എ സ്പെർമാറ്റോസോവം. നമ്മൾ പഠിച്ചല്ലേ, അതായത് എന്താ പറയുക മിയോട്ടിക് ഡിവിഷൻ മുഖേന എന്തായിട്ട് മാറുന്നുണ്ട്, 4 എണ്ണായിട്ട് മാറുന്നുണ്ട്. ഇവിടെ സ്പെർമാറ്റോജനിസിസിൽ. ഊജനിസിസിലാണെങ്കിലോ സിംഗിൾ ugonium after second meiotic division produces 1 ovum and 2 non-functional polar body. ശരിയല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതായത് ഒരു ഓവവും പിന്നെന്താ ചെയ്യുക, ബാക്കി എന്തുണ്ടാവുന്നത്, ബാക്കി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോൺ പോളാർ ബോഡി അല്ലെ. പോളാർ ബോഡി അതായത് എന്താ പോളാർ ബോഡി എന്ന് പറഞ്ഞാൽ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള സെൽസ്, അതിനോട് പറയുന്ന പേരാണ് പോളാർ ബോഡീസും ഫോം ചെയ്യുന്നുണ്ട്. ഇതിനടുത്ത് എന്താ ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ദ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജെനിസിസ് that is second meiotic division complete in the testis and release matured sperms. Okay, then ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് the second meiotic division of the oogenesis complete in the fallopian tubes when the sperm enters the secondary oocytes. Okay, this is the differences between spermatogenesis and oogenesis. അപ്പോൾ നോക്കളെ ഇത് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോളും എന്താണ് സ്പെർമാറ്റോജെനിസിസ് എന്നും എന്താണ് oogenesis എന്നും കേട്ടോ. കാരണം ഓൾമോസ്റ്റ് കുറേ പ്രാവശ്യം നമ്മുടെ CBSE ബോർഡിൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കിടക്കുന്നത്. സ്പെർമാറ്റോജെനിസിസും ഊജനിസിസും തമ്മിലുള്ള ഡിഫറൻസ്. സ്പെർമാറ്റോജെനിസിസും ഊജനിസിസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെർമാറ്റോജെനിസിസിന്റെ ഡയഗ്രാം വരച്ച് പഠിച്ചോളണം. ഊജനിസിസിന്റെയും ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവേണ്ട, നമ്മൾ സമയൊട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാം, അതുകൊണ്ട് സമയൊട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് സോണ പെല്യൂസിഡ ലെയർ അല്ലേ. ഇതും നമ്മുടെ ബോർഡുകാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോണ പെല്യൂസിഡ ലെയർ, ഈ ലെയറുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ CBSE ബോർഡുകാർ 10 വർഷത്തിനുള്ളിൽ ഇറക്കിയിട്ടില്ല. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുമായി ബന്ധപ്പെട്ട് എവിടെന്നെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, നമുക്ക് MCQ ആയിട്ട് വരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡയഗ്രാം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോണ പെല്യൂസിഡ ലെയർ എന്ന് പറയുന്നത് കേട്ടോ. സോ വേറെ ഒന്നുമല്ല, നമ്മൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോഴേക്കും ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷന് ശേഷം നമ്മുടെ ഓവത്തിന് ചുറ്റുമായിട്ട് ഒരു ലെയർ ഫോം ചെയ്യും. സോ ഈ ലെയർ നമ്മൾ പറയുന്ന പേരാണ് സോണ പെല്യൂസിഡ ലെയർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സോണ പെല്യൂസിഡ ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ബ്ലോക്ക് ദ എൻട്രി ഓഫ് അഡീഷണൽ സ്പേം ടു ദ ഫെർട്ടിലൈസ്ഡ് ഓവം. അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഓവത്തിനകത്തേക്ക് വീണ്ടും ഒരു സ്പേം എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സോണ പെല്യൂസിഡ ലെയർ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അപ്പോൾ പേര് ഓർത്ത് വെച്ചോളണം. ഓക്കെ, സോണ പെല്യൂസിഡ ലെയർ എൻഷുർ ദാറ്റ് ഓൺലി 1 സ്പേം ഫെർട്ടിലൈസ് ആസ് ആൻഡ് ഓവം. ഓവത്തിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പേം മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരു സ്പേമും കൂടെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. അത് എൻ്റർ ചെയ്യുന്ന ഒരു ലെയറാണ് സോണ പെല്യൂസിഡ ലെയർ എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു ഡയഗ്രാം എടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഡയഗ്രാം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും എന്താ ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ ഓവത്തെ സ്പേംസ് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു അല്ലേ. അതിൽ നമുക്ക് ലാബലും കൊടുത്തിട്ടുണ്ട്, A കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദി സ്പേം ഈസ് ഒബ്സർവ് ടു പെനിട്രേറ്റ് A. അത് A എന്ന് പറയുന്നത് നമുക്കറിയാം ഓഫ് ദ ഓവം ആസ് ഷോൺ in the above diagram, name the A. So how is the sperm able to do so? Where, second question, where exactly in the fallopian tubes does this occurs? So fourth question, explain the event thereafter up to morula stage. Morula, blastula, blastomerus അതൊക്കെ സ്റ്റേജിലൊക്കെ നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഓക്കേടാ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോകണം മക്കളെ. സോ ആ ലെയർ നമ്മൾ പറയുന്ന പേരാണ് A എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ലെയർ സോണ പെല്യൂസിഡ ലെയർ ആണ്. സാർ നേരത്തെ പറഞ്ഞില്ലേ എന്താ ഡയഗ്രാം വെച്ചുകൊണ്ടും ഈ ക്വസ്റ്റ്യൻ സോണ പെല്യൂസിഡ ലെയർ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അടുത്തത് sperm is able to penetrate the egg with the help of sperm's lysins containing in acrosomes. അതായത് സ്പേം എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ ഹെഡ് റീജിയൻ കൊണ്ടാണ് ഓവത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്.
അപ്പൊ ഹെഡ് റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് അക്രോസോം എന്ന് പറയും. അതിനകത്ത് എന്തുണ്ട് ലൈസിൻ ഉണ്ട്. ഈ ലൈസിന്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് അക്രോസോം വഴി എവിടേക്ക് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഓവത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് കേട്ടോ. സോ ഇനി then third question എന്തായിരുന്നു നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? where exactly in the fallopian tubes does this occurs? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫെലോപ്പിയൻ ട്യൂബ്സിൽ അല്ലേ? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ആംപ്യുലറി ഇസ്മിക് ജംഗ്ഷൻ വെച്ചിട്ടാണ് അല്ലേ? ആംപ്യുലറി ഇസ്മിക് ജംഗ്ഷൻ വെച്ചിട്ടാണ് എക്സാക്ട് ഫെർട്ടിലൈസേഷൻ അവിടെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു മേറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, സോ അടുത്തത് നോക്കിയേ. As soon as the sperm enters the egg, meiotic division, secondary oocyte get completed. As a result, second polar body and haploid ovum are formed. Then the haploid sperm and ovum fuse together to form a diploid zygote. സോ വേറൊന്നുമില്ല, നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് അല്ല ഹാപ്ലോയിഡ് അല്ലേ, അതായത് സ്പേമായാലും ഓമായാലും ഹാപ്ലോയിഡ് ആണ്. ഈ ഹാപ്ലോയിഡ് തമ്മിൽ കൂടിച്ചേരുക ഡിപ്ലോയിഡ് സെൽ സൈഗോട്ടായിട്ട് മാറുകയും ഈ സൈഗോട്ട് എവിടേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? നേരെ നമ്മുടെ ഓവിഡക്റ്റ് വഴി മിയോട്ടിക് ഡിവിഷൻ ലീഡ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ സെൽസ് 2 ആയിട്ട് മാറും, 2 4 ആയിട്ട് മാറും, 4 8 ആയിട്ട് മാറും, 8 16 ആയിട്ട് മാറും. ഈ 8 16 ആകുന്ന സ്റ്റേജ് നമ്മൾ പറയുന്ന പേരാണ് മൂറില എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സാർ ഒരു കാര്യം പറയാം, ആരും എന്ത് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് നോക്കല്ലേ, വെള്ളത്തിന്റെ കുപ്പിയൊക്കെ എടുത്തുണ്ടാവില്ലേ? ഓക്കെ, കാരണം ഡീഹൈഡ്രേഷൻ വളരെ കൂടുതലാണ് എല്ലാവർക്കും. നല്ല ഹീറ്റുള്ള സമയമല്ല നമുക്ക്, അപ്പോൾ ഡീഹൈഡ്രേഷൻ കൂടാൻ പാടില്ല. എല്ലാവരും യു ഷുഡ് ഹാവ് എ പ്ലെന്റി ഓഫ് വാട്ടർ റൈറ്റ് നൗ. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക. സാറ് കാണിച്ചാൽ എങ്ങനെ വെള്ളം കുടിക്കുക എന്നുള്ളത് ഈ ബോളിൽ ഇങ്ങനെ എടുക്കുക, എന്ത് കുറച്ച് വെള്ളം കുടിക്കുക കേട്ടോ, വേഗോട്ടെ എല്ലാവരും ഇടാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചാപ്റ്ററിലേക്ക് ലീഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, വെള്ളം കുടിച്ചില്ല എല്ലാവരും? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നെക്സ്റ്റ് ചാപ്റ്റർ കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ എല്ലാവരും വിചാരിക്കും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ് വിചാരിക്കും, അതല്ല. ഓക്കെ, റീപ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അടുത്തൊരു ചാപ്റ്ററിലേക്കാണ്. എല്ലാവർക്കും കുറച്ച് എന്താ പറയുക ടഫായിട്ടുള്ള ചാപ്റ്റർ അല്ലേ? എല്ലാവരും കുറച്ച് പേടിയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മളുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലേ? എന്താണത്? മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കേട്ടോ. അപ്പോൾ അത് കുറച്ച് എന്താ പറയുക ടഫായിട്ടുള്ള ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എന്താണ് നമുക്ക് കുറച്ച് റീജിയൻസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് തറവായിട്ട് വായിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ് നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാം, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Name the 3 polymerase found in eukaryotic cells and mention their functions. Okay, ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്ക് കടന്നു അല്ലേ? എന്താ? യൂക്കാരിയോട്ടിക് സെൽസ്, യൂക്കാരിയോട്ടിക്കും പ്രോകാരിയോട്ടിക്കും അല്ലേ? ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഇറിറ്റേഷൻ ഒക്കെ തോന്നാം. പേടിക്കേണ്ട മക്കളെ, ഇറിറ്റേഷൻ തോന്നിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന 2 ചാപ്റ്ററിൽ ഒന്നാണ് നമ്മുടെ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോളണം? അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിന് കൊടുത്തോളണം. ഓക്കെ, സോ ആൻസർ നോക്കി എന്താ പറയുന്നത്? 3 types of RNA polymerase are found in eukaryotic cells അല്ലേ? അതായത് നമുക്ക് യൂക്കാരിയോട്ടിക് ഉണ്ട്, പ്രോകാരിയോട്ടിക് സെൽസ് ഉണ്ട്. അപ്പൊ യൂക്കാരിയോട്ടിക് സെൽസിൽ നമുക്ക് എന്തുണ്ട്? 3 ടൈപ്പ് RNA പോളിമറൈസസ് ആണെന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് RNA polymerase 1. ഓക്കെ, RNA polymerase 1 ആണ്. ഇവിടുത്തെ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ, ട്രാൻസ്ക്രൈബ്സ് RNAs, റൈബോസോമൽ RNAസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുക അല്ലേ? ഇനി അടുത്ത രണ്ടാമത് എന്താണ്? RNA polymerase 2 അല്ലേ? ട്രാൻസ്ക്രൈബ് ദ പ്രിക്കോസർ ഓഫ് mRNA കോൾഡ് HNRNA. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. ഇനി മൂന്നാമത്തത് RNA polymerase 3 അല്ലേ? എന്താ? ട്രാൻസ്ക്രൈബ് tRNA, അതായത് നമുക്ക് എന്താണ്? ട്രാൻസ്ഫർ RNA അല്ലേ? ട്രാൻസ്ഫർ RNA or 5 SrRNA and SwRNA. ഇതൊക്കെ കാറ്റഗറൈസേഷൻ ആണ് കേട്ടോ. എന്താ? tRNA, ട്രാൻസ്ക്രിപ്ഷൻ RNA, then transfer RNA, then 5 SrRNA, അതുപോലെ തന്നെ SwRNAs, HNRNA. ഇതൊക്കെ നമ്മുടെ ബോഡി കാണപ്പെടുന്ന എന്താണ് നമുക്ക് നമ്മുടെ പോളിമറൈസ്, അതായത് RNA പോളിമറൈസുകളാണ്. ഇതൊക്കെ അത് നോട്ട് ചെയ്ത് വെച്ചോളണം. ഇത് ഒരു 4 times 5 times ഒക്കെ നമ്മുടെ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, നമ്മൾ
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ലിസ്റ്റ് ദ ക്രൈറ്റീരിയ. സോ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നമുക്ക് ജനറ്റിക് ട്രേറ്റുകളായാലും RNAs ആയാലും അതുപോലെ തന്നെ നമ്മുടെ DNA ആയാലും ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. മക്കളെല്ലാവരും എന്ത് ചെയ്തോളണം, ഈ ക്രൈറ്റീരിയ വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് അവിടെ പഠിച്ചു വെച്ചോളണം കേട്ടോ. നോക്കിയേ, ലിസ്റ്റ് ദ ക്രൈറ്റീരിയ ഓഫ് എ മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ മസ്റ്റ് ഫുൾഫിൽ. Which one of the criteria is being fulfilled by DNA or by RNA, thus making one of them better genetic material than other? Explain. മക്കളെ, ഇത് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തന്നിരിക്കുന്ന ഒരു സെന്റൻസ് വൈസ് പോലെയാണ്. ആക്ച്വലി ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഫോർ ജനറ്റിക് മെറ്റീരിയൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഫോർ ദ ജനറ്റിക് മെറ്റീരിയൽ, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസിന്റെ ക്രൈറ്റീരിയൻസ് എന്താണ്, ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ടഫ് ആയിട്ടുള്ള ലെവലിലേക്ക് ഒന്ന് മാറ്റിയത് മാത്രമേ ഉള്ളൂ. വാട്ട് ആർ ദ ക്രൈറ്റീരിയ, ഒരു വസ്തു അല്ലെങ്കിൽ DNA അല്ലെങ്കിൽ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറണമെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയാസ് വേണ്ടത്. അതാണ് നമുക്കറിയാം. എന്താണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, എന്താണ് DNA അല്ലെ. DNA ആക്ട് ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ലിവിങ് തിങ്സിന്റെയും. എക്സെപ്ഷൻ ഉണ്ട് വൈറസ് വരുമ്പോൾ DNA എന്തായിട്ട് മാറുന്നുണ്ട്, ചില വൈറസ് RNA എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് എക്സെപ്ഷൻ കേസ് ആണ്. സോ നമുക്ക് ഇവിടെ വരുമ്പോൾ DNA ആക്ട് ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ലിവിങ് തിങ്സ് അല്ലേ. എക്സെപ്ഷൻസ് ആണ് വൈറസസ് എന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് ഹേർഷി ചേസ് എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ഏതാണ് എക്സ്പെരിമെന്റ് പറയുന്നത്, നമ്മൾ ഹേർഷി ചേസ് എക്സ്പെരിമെന്റ്. രണ്ടുപേര് എക്സ്പെരിമെന്റ് നടത്തി ഓർമ്മയില്ലേ, ഹേർഷി ചേസ് എക്സ്പെരിമെന്റ്. ദ ഫാക്ട് എസ്റ്റാബ്ലിഷ് DNA ആക്ട് ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സം വൈറസസ്, ടുബാക്കോ മൊസൈക്ക് വൈറസസ്, ക്യൂബി ബാക്ടീരിയോഫേജസ്. അവിടെയൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ RNA ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ജനറ്റിക് മെറ്റീരിയൽ ആക്ട് ചെയ്യുന്നത്. RNA ഇസ് എ ജനറ്റിക് മെറ്റീരിയൽ. ഫോളോയിങ് ദ ക്രൈറ്റീരിയ. ഏതൊക്കെയാണ് ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റെപ്ലിക്കേറ്റ്. DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്നവരാണ് റെപ്ലിക്കേഷൻ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. റെപ്ലിക്കേഷൻ എന്താണ്, DNA സിന്തസൈസ് ഫ്രം ദ DNA is known as replication. ഓക്കെ. സോ അടുത്തത്, ഇറ്റ് ഷുഡ് ബി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ. DNA എന്താണ്, കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് RNA കെമിക്കലിയും സ്ട്രക്ചറലി സ്റ്റേബിൾ അല്ല. ബിക്കോസ് DNA-യിൽ നമുക്ക് നൈട്രോജനസ് ബേസ് എടുക്കുമ്പോൾ അഡെനിൻ ടു തൈമിനാണ് അല്ലെ, ഡബിൾ ബോണ്ട് ആണ്. അഡെനിൻ ടു തൈമിൻ വരുന്നത് കൊണ്ട് അത് സ്റ്റേബിൾ ആണ്. ബട്ട് ഇൻ കേസ് നമ്മൾ RNA വരുമ്പോൾ അഡെനിൻ ടു യുറാസിലാണ്, അത് അൺസ്റ്റേബിലിറ്റിക്ക് കാരണമാവുമെന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് സ്കോപ്പ് ഓഫ് സ്ലോ ചേഞ്ച്. ജനറ്റിക്കലി ആ സ്ലോ ചേഞ്ച് പറയുന്ന പേരാണ് നമുക്ക് മ്യൂട്ടേഷൻ. ആ മ്യൂട്ടേഷനിൽ മാത്രം എന്തുണ്ടാവുള്ളൂ നമുക്ക്, ഇറ്റ് റിക്വയർഡ് ഫോർ ദ എവല്യൂഷൻ. നമുക്ക് എവല്യൂഷൻ ഉണ്ടാവണ്ടേ. അപ്പോൾ എവല്യൂഷൻ എന്താണ് കാരണമാവുന്നത്, എവല്യൂഷന് കാരണമാവുന്ന ഒരു ജനറ്റിക് ഫാക്ടറാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത്, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫോം ഓഫ് എ മെന്റലിയൻ ക്യാരക്ടേഴ്സ്. അതായത് നമുക്ക് നമ്മുടെ ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടല്ലേ, ആ മെന്റലിയൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ഉണ്ട്, പിന്നെ മെന്റലിയൻ ഡിസോർഡേഴ്സ് ഉണ്ട്. മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എവിടെയെങ്കിലും പ്രോട്ടീൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ലീഡ് ചെയ്യുന്നതാണ് മെന്റലിയൻ ഡിസോർഡേഴ്സ്. പിന്നെ നമുക്ക് അടുത്താണ് ക്രോമോസോം ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിടാം എന്തായിരിക്കണം, നമുക്ക് DNA ജനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഫോളോ ചെയ്യണം. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയസ് ഫോർ ദ ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ DNA ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ദ RNA പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്തില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ RNA ഇതൊന്നും നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത്, DNA ആക്ട് ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് എക്സെപ്ഷൻസ് സാർ നേരത്തെ പറഞ്ഞിരുന്നു, അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചോളൂ. ഓക്കെ. ഇതുപോലെ സാറേ കഴിഞ്ഞ കെമിസ്ട്രി ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. മിക്കവരും അതൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ CBSE-ൽ നമ്മുടെ വിന്നേഴ്സ് ലൈവിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത് കേട്ടോ. മറന്നു പോകരുതാരും. എത്ര ക്വസ്റ്റ്യൻ ആയിരുന്നു, 15 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത്. ആകെ നമുക്ക് എന്താ പറയുക 22-23 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 15 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ലൈവ് ശ്രദ്ധിച്ചിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ് മക്കളെ. ഈ കാണുന്ന സംഭവം ഇല്ലാത്ത, ഈ കിടുതാപ്പില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ. നോക്കാം. Why do you see two different types of replicating strand in the given DNA replication form? Explain the name of this strand. അതായത് നോക്കാം നമുക്ക്. സോ ഇതുണ്ടല്ലോ, ഈ സംഭവത്തെ നമ്മൾ റെപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. റെപ്ലിക്കേഷൻ പ്രോസസ് ആണിത്. സോ ആക്ച്വലി വാട്ട് യു മീൻ ബൈ റെപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ അങ്ങനെ കുറേ പ്രോസസ്സുകൾ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, റെപ്ലിക്കേഷൻ അങ്ങനെ കുറേ പ്രോസസ്സുകൾ ഉണ്ട് നമുക്ക് ഇവിടെ. സോ
നമ്മൾ DNA ഇവിടെ നിൽക്കുന്ന DNA ആണ്. ഈ DNA ഇതാ അങ്ങോട്ട് വന്നിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്തുണ്ട്, അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ടോ? ഈ റീജിയനിൽ എത്തിക്കഴിയുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സ്ട്രാൻഡ് ആയിട്ട് പോകും അല്ലേ? ആ സ്പ്ലിറ്റ് ചെയ്ത റീജിയൻസ് നമ്മൾ പറയുന്നവരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത് നമ്മൾ അതിനെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അത് 2 സ്ട്രാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. നോക്കിയ മക്കളെ, ഇവിടെ വരുമ്പോഴേ ഈ സ്ട്രാൻഡ് പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് ഇവിടെ അടിയിലേക്ക് പോയിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ സംഭവിക്കും, ഒരെണ്ണം കണ്ടിന്യൂസ് സ്ട്രാൻഡും മറ്റെന്തായിട്ട് മാറുന്നുണ്ട്, ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആയിട്ട് മാറുന്നുണ്ട്. കണ്ടിന്യൂസും ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഇനി ഒരു കാര്യം പറയാം, ഈ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഇല്ലേ, 3' to 5' പോകുന്ന ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഇല്ലേ, ഇതാ നോക്കൂ, ഇവിടെ നമ്മൾ 3' തുടങ്ങിയിട്ട് എവിടേക്ക് പോകും, നമുക്കത് 5' പോകുന്നില്ലേ, ഇതാ അങ്ങോട്ട് പോകുന്ന ആ സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ ആ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിനെ കണ്ടിന്യൂസ് ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു എൻസൈംസ് ഉണ്ട്. സോ അതിന് നമ്മൾ പറയുന്നത് ലിഗേസ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ലിഗേസ് എന്ന് പറയുന്നത് ജനറ്റിക് ഗമ്മാണ് കേട്ടോ. ലിഗേസ് എന്താണ്, ഒരു ജനറ്റിക് ഗമ്മാണ് ലിഗേസ് എന്ന് പറഞ്ഞപ്പോ അത് നോട്ട് വെച്ചോളാം. ഇനി ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. ആൻസർ നോക്കിയേ. സോ 2 different types of parent strand functions. ഒന്നെന്ത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, മറ്റേത് കോഡിംഗ് സ്ട്രാൻഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒന്നെന്താണ്, നമുക്ക് പോളിമറൈസേഷൻ കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്, നമുക്ക് ഒന്ന് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഫോം ചെയ്യുന്നുണ്ട്, മറ്റെന്തായിട്ട് മാറും, നമുക്ക് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്തായിട്ട് മാറിക്കോളും, ഒരു പുതിയൊരു DNA ആയിട്ട് ഫോം ചെയ്തോളും. ഇനി എന്താ പറയുക, നമുക്ക് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്താവണം, അത് DNA ആയിട്ട് മാറണമെങ്കിൽ ആ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗത്തെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള റീജിയൻ നമ്മൾ എന്താക്കി മാറ്റണം, കണ്ടിന്യൂസ് ആക്കി മാറ്റണം. ആ കണ്ടിന്യൂസ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻസൈംസ് ആണ് DNA ലിഗേസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ലിഗേസ് വരുമ്പോൾ എന്തായിട്ട് മാറും, ആ ബ്രേക്ക് ആയിട്ടുള്ള ഭാഗങ്ങളില്ലേ, ഈ ബ്രേക്ക് ആയിട്ടുള്ള റീജിയൻസ് ഇല്ലേ, ഈ ബ്രേക്ക് റീജിയൻസ് ഒക്കെ എന്തായിക്കോളും, അത് കൂടി എന്തായിട്ട് മാറിക്കോളും, അതൊരു സിംഗിൾ സ്ട്രാൻഡ് പോലെ ആയിട്ട് മാറിക്കോളും. ഓക്കെ, അതിന് ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് DNA ലിഗേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ആ ഫ്രാഗ്മെന്റ് നമ്മൾ പറയുന്നത്, നേരത്തെ വരച്ച ഫ്രാഗ്മെന്റ് ഇല്ലേ, പേര് ചോദിക്കാറ് കേട്ടോ. ഈ ഫ്രാഗ്മെന്റ് പറയുന്ന പേരാണ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ് കേട്ടോ. ഈ ഫ്രാഗ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ്, ചോദിക്കാറുള്ളതാണ് കേട്ടോ ഓക്കസാക്കി ഫ്രാഗ്മെന്റ്. ഇതിന്റെ റെപ്ലിക്കേഷൻ ഫോക്ക് എന്ന് പറയും. ഒറിജിൻ ഓഫ് ഈ റീജിയൻ, സെൻട്രൽ റീജിയൻ നമ്മൾ പറയുന്നവരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 2 സ്ട്രാൻഡ് ഉണ്ട്, ഒന്ന് കണ്ടിന്യൂസ് സ്ട്രാൻഡ്, മറ്റേത് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഉണ്ട്. 2 സ്ട്രാൻഡ് ഉണ്ട്, ഒന്ന് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഉണ്ട്, മറ്റേത് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, സോ നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഡിസ്ക്രൈബ് ദ എക്സ്പെരിമെന്റ് that help demonstrate the semi-conservative mode of DNA replication, or how was a heavy isotope of nitrogen used to provide experimental evidence to semi-conservative mode of DNA replication. DNA replicationുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കുറേ എക്സ്പെരിമെന്റ് പഠിക്കാണ്ട് നമുക്ക്. ഓക്കെ, അതിൽ ഒന്നാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന നൈട്രജന്റെ ഹെവി ഐസോട്ടോപ്പും ലൈറ്റ് ഐസോട്ടോപ്പും ഉപയോഗിച്ചുള്ള ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. ഓക്കെ, ഹെവി ഐസോട്ടോപ്പും അതുപോലെ തന്നെ എന്തുണ്ട്, ലൈറ്റ് ഐസോട്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പെരിമെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ നോക്കാം, നമ്മൾ എക്സ്പെരിമെന്റിൽ പോവുകയാണ്. മാത്യു ആൻഡ് മെസൽസൺസ് അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ സ്റ്റോൾ, ഇവർ രണ്ട് മക്കളെ അവിടെ ഒരു ഫ്രാങ്ക്ലിൻ STAHIL ആണ് കേട്ടോ അവിടെ കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ ശ്രദ്ധിച്ചോളേ. മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ ആണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളാണ് എസ്ക്രേഷ്യസ് കോളി, ഈ കോളി എന്ന് പറഞ്ഞ ബാക്ടീരിയാസ് കേട്ടോ. ഇയർ ഓർത്ത് വെച്ചോളാം 1958 കേട്ടോ. സോ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, നൈട്രജന്റെ ഹെവി ഐസോട്ടോപ്പ് ആയിട്ടുള്ള N15 നൈട്രജന്റെ ലൈറ്റ് ഐസോട്ടോപ്പ് ആയിട്ടുള്ള N14 ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇത് രണ്ടിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാക്ടീരിയാസിനെ ഗ്രോ ചെയ്യിക്കുകയും അതിനുശേഷം നമ്മൾ പറയുന്നത് എന്താണ്, അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സെൻട്രിഫ്യൂഗേഷൻ നടത്താൻ വേണ്ടി ആ ഡെൻസിറ്റി ഗ്രേഡിയന്റ് അനുസരിച്ചുകൊണ്ട് സെൻട്രിഫ്യൂഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സീഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹെവി ഐസോട്ടോപ്പിനെയും അതുപോലെ തന്നെ ലൈറ്റർ ഐസോട്ടോപ്പിനെയും നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ മുഖേന സെപ്പറേറ്റ് ചെയ്യുകയും ആ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നോക്കിയേ, at a defined time interval as the cell multiplied, sample were taken and DNA which remained as a double stranded helix were extracted. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹെവി ഐസോട്ടോപ്പിലേക്ക് ലൈറ്റ് ഐസോട്ടോപ്പ് ഹെവി ഐസോട്ടോപ്പിൽ ഗ്രോ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ DNA-യിലേക്ക് ലൈറ്റർ ഐസോട്ടോപ്പിൽ വളർത്തിയെടുക്കുന്ന
നമ്മുടെ DNA കൂടെ നമ്മൾ എന്ത് അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ DNA ഡബിൾ സ്ട്രാൻഡ് അല്ലേ, ഈ ഡബിൾ സ്ട്രാൻഡ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് പരസ്പരം ഷെയറിങ് നടക്കും. അപ്പൊ എന്തായിട്ട് മാറും, ഒരു മീഡിയം ആയിട്ട് മാറും. അതായത് ഹയറോ അല്ല ലോവറോ അല്ല, ഒരു മീഡിയം ആയിട്ട് മാറാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ക്യാരക്ടേഴ്സ് പരസ്പരം ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് പോകുന്നു വേണ്ട. അതൊരു എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റ് എന്നുള്ള മക്കൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നൈട്രജന്റെ ഹെവി ആയിട്ടുള്ളതും ലൈറ്റർ ആയിട്ടുള്ളതുമായിട്ടുള്ള ഐസോട്ടോപ്പുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് അല്ലെ, അതായത് ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു എന്തുണ്ട്, നമുക്ക് ഒരു DNA നമുക്കിവിടെ ഫോം ചെയ്യുന്നുണ്ട്, ഹൈബ്രിഡ് DNA ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ നോക്കി വെച്ചോളൂ കേട്ടോ, അത് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മറന്നു പോകരുത്. എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത് എക്സ്പെരിമെന്റ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അതിന്റെ ഡയഗ്രത്തിലേക്ക് നമ്മൾ പോവേണ്ട. നമ്മൾ എന്ത് ചെയ്തു, ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം തന്നുകൊണ്ട് ചോദിക്കാറുണ്ട്. നോക്കിയേ, ഈ ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോട്ടെ. ഇവിടേക്ക് വരാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഹെവി DNA എടുത്തു അല്ലേ. ഹെവി അതായത് നൈട്രജന്റെ ഹെവി ഐസോട്ടോപ്പ് എടുത്തു. DNA നമ്മൾ കൾച്ചർ ചെയ്തു. 20 മിനിറ്റ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അത് വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറി, നമുക്ക് രണ്ടെണ്ണമായിട്ട് മാറുന്നുണ്ട്. സോ ഇതിനകത്ത് എന്തുണ്ടായിരുന്നു, നമുക്ക് ഒരു സ്ട്രാൻഡ്, ഇവിടെ DNA 2 സ്ട്രാൻഡ് അല്ലേ, ഈ ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഹെവിയും മറ്റേ ലൈറ്റർ ആയിരിക്കുള്ളൂ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം ഹെവിയും മറ്റേ ലൈറ്റർ ആയിരിക്കുള്ളൂ. അതിന് വീണ്ടും 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇവിടെ 40 കൊടുത്തിരിക്കുന്നത് 20 ആണ് കേട്ടോ. ഓക്കെ, അപ്പോഴാണ് 40 ആയിട്ട് മാറുന്നത്. അപ്പൊ എന്തായിട്ട് മാറുന്നത്, നമുക്ക് വീണ്ടും നമ്മൾ അതിനകത്തേക്ക് ലൈറ്റർ ആഡ് ചെയ്യുന്നു. ലൈറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമ്മുടെ സെക്കൻഡ് ജനറേഷനിൽ ഏറ്റവും മുകളിൽ കിട്ടുന്നതെന്ന് പറയുന്നത് N40 DNA ആണ്. അതായത് നമുക്ക് ലൈറ്റർ DNA കിട്ടി. രണ്ടാമത്തതിൽ N15 DNA ആണ്, അതായത് ഹെവി DNA കിട്ടി. വീണ്ടും നമുക്ക് എന്ത് കിട്ടി, N14s, N14 DNA കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ദാറ്റ് മീൻസ് എന്താ, നമുക്ക് ഇവിടെ മെസൽസനും സ്റ്റോളും പറഞ്ഞിരിക്കുന്നത് DNA എന്ന് പറയുന്നത് എപ്പോഴും റെപ്ലിക്കേഷൻ എപ്പോഴും എന്താണ്, സെമി കൺസർവേറ്റീവ്സ് ആണ്. അതായത് സെമി കൺസർവേറ്റീവ്സ് ആണെങ്കിൽ പാരന്റൽ DNAയിൽ നിന്ന് ഹാഫ് പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. ഇതാണ് നമ്മളുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചോളണേ. സോ അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സാർ പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്ത് ചെയ്തോളണം, ആരും മറന്നു പോകരുത്, പഠിച്ച് ഇമ്പോർട്ടൻ്റ് ആക്കി അത് വെച്ചോളണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്, എവല്യൂഷൻ അല്ലേ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എവല്യൂഷൻ ആണ് നെക്സ്റ്റ് ചാപ്റ്റർ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ കൂടെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, നമുക്ക് എവല്യൂഷന്റെ ക്വസ്റ്റ്യനിലേക്ക് ലീഡ് ചെയ്ത് പോകാം നമുക്ക് കേട്ടോ. മക്കളെ, നിങ്ങളുടെ ആരുടെയും എന്ത് പറയാ കമന്റ്സോ അല്ലെങ്കിൽ എന്ത് പറയാ ലൈക്സോ കത്തികളൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെടാ, കമന്റ്സ് ആയിട്ട് പോരട്ടെ നിങ്ങളുടെ കമന്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഞങ്ങളുടെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കമന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെടാ മക്കളെ, സോ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. സമയം ഒട്ടും വേസ്റ്റ് ഇല്ല, കാരണം മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എവല്യൂഷൻ ആണ്. എവല്യൂഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക കേട്ടോ. നോക്കിയേ, സ്റ്റേറ്റ് ദ ടു പ്രിൻസിപ്പിൾസ് outcomes of the experiment conducted by Louis Pasteur on the origin of life അല്ലേ. ലൂയിസ് പാസ്റ്ററുടെ എന്താ പറയാ, ലൂയിസ് പാസ്റ്ററുടെ ഒറിജിൻ ഓഫ് ലൈഫിന്റെ എക്സ്പീരിയൻസ് കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലൂയി പാസ്റ്റർ ആണെന്ന് പറയുന്നത് പാസ്റ്ററൈസേഷൻ, അതുപോലെ തന്നെ ലൈഫ് ലീഡ് ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് നിന്ന് മാത്രമേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലീഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ നമ്മൾ. സോ ആ ഒരു തിയറംസ് ആണ് നോക്കാൻ പോണത്. നോക്കാം, അതില് ഫസ്റ്റ് വൺ നോക്കിയേ, ലൂയി പാസ്റ്റർ എക്സ്പെരിമെന്റ്സ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ലൈഫ് കംസ് ഓൺലി ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് അല്ലേ. സാർ പറഞ്ഞ പോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് അല്ലേ, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്, ലൂയി പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, he showed that the Shonnex pre-sterilized flask life did not evolve from the kill yeast, while in another flask open to a new living organism arose from the kill yeast. അതായത് അദ്ദേഹം എന്താ പറയാം, ഒരു ഈസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതായത് എന്താ പറയാം, ഒരു
അതായത് മുമ്പുണ്ടായിരുന്ന ഒരു ലൈഫിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്, പുതിയൊരു വിഭാഗം ജീവികൾ ഉണ്ടാകൂ. അതായത് അദ്ദേഹം മുമ്പ് പറഞ്ഞൊരു കാര്യമൊക്കെ ഉണ്ട്, അതായത് നമ്മുടെ മഡിൽ നിന്നാണ് നമ്മുടെ ഫ്രോഗ് ഉണ്ടായതെന്നും, അതായത് പിന്നെ അതുപോലെ തന്നെ ഈ ചീഞ്ഞ പഴങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്പോയിൽഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതിൻ്റെ കാര്യം നോക്കുക, ചില വേംസുകളൊക്കെ ഫോം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ലൂയി പാസ്റ്റർ തിയറംസ്. അതൊക്കെ എന്താ പറയുക, നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് മാത്രമേ പുതിയൊരു ജീവവർഗം ഉണ്ടാകുന്നുള്ളൂ, പുതിയൊരു ലൈഫ് ലീഡ് ചെയ്യുന്നുള്ള ഒരു തിയറംസ് ആണ് ലൂയി പാസ്റ്റർ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അത് മാത്രം നോട്ട് ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തിലേക്ക് നമ്മൾ പോണ് സ്റ്റേറ്റ് ടു പോസ്റ്റുലേറ്റ്സ് ഓഫ് ദ ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻസ് തിയറി അല്ലേ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻ തിയറി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ടു പോസ്റ്റുലേറ്റ്സ് ഓഫ് ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻ തിയറി വിത്ത് റെഫറൻസ് ടു ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെ, ഫസ്റ്റ് തിയറംസ് അല്ലേ. അതായത് നമ്മളുടെ ലൈഫിൻ്റെ, അതായത് ലൈഫ് എക്സിസ്റ്റ് ചെയ്തിരുന്നു, അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ഫസ്റ്റ് തിയറംസ് ആയിട്ട് കൊണ്ടുവന്ന രണ്ട് പേരാണ് ഒപ്പാരൻ്റെയും ഹാൾഡെയിൻ്റെ തിയറി എന്ന് പറയുന്നത് അല്ലേ. സോ നോക്കാം, ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻ പ്രൊപ്പോസ് ദ ഫോളോയിങ് പോസ്റ്റുലേറ്റ്സ് വിത്ത് റെഫറൻസ് ഓഫ് ഒറിജിനൽ ലൈഫ്. അത് പറഞ്ഞിരിക്കുന്നത് ദ ഫസ്റ്റ് ഫ്രം ദ ലൈഫ് കംസ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ്. അതങ്ങനെ പറയാം. അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, അമോണിയ, മീഥേൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇതുപോലെയായിട്ടുള്ള ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് എന്നാണെന്ന് പറയുന്നത്. ലിവിങ് തിങ്സ് ഫോം ചെയ്യുന്നതാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ഒപ്പാരൻ ഹാൾഡ്. അവരുടെ എക്സ്പെരിമെന്റ് മുഖേനയാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് അതിന് എന്തൊക്കെ വേണം, ദ കണ്ടീഷൻ ഓൺ എർത്ത് ഫേവറിംഗ് കെമിക്കൽ എവല്യൂഷൻ were high temperature, volcanic storms and reducing atmosphere. അതായത് അന്നത്തെ കണ്ടീഷനിൽ നമുക്ക് എനർജി കൊടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ഈ പറയുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സ് ലീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൽ ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു അല്ലേ, വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്ത് പറയാം, നമുക്ക് വേവ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് പറയുന്നത്, അവർക്ക് അതിനാവശ്യമുള്ള എനർജി കിട്ടുന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. റൈറ്റ് ദ ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസൽസ് പുട്ട് ഫോർത്ത് ബൈ ദ ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻ. അതായത് നമുക്ക് തിയറംസ് ഒന്നും എവല്യൂഷനുമായി ബന്ധപ്പെട്ട തിയറംസ് ഒന്നും നമ്മൾ തിയറം എന്ന് കറക്റ്റായിട്ട് പറയാറില്ല. കാരണം ഹൈപ്പോത്തിസിസ് എന്ന് പറയാറ്, നമ്മുടെ ഊഹാപോഹങ്ങൾ നമ്മൾ പറയാറില്ല, ഗസിങ് ആൻഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാറ്. കാരണം ചില തിയറംസിന് മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് വന്നിട്ടുള്ളൂ. സയൻസിൽ നമുക്ക് എന്ത് വേണം, എവിഡൻസ് ഇല്ലാതെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരിക്കുള്ളൂ, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുള്ളൂ. എന്താ പറയുക, നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കിയേ, ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻസ് പ്രൊപ്പോസ് ദ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്ന ആരാണ് നിർദ്ദേശിച്ചോളൂ കേട്ടോ. വൺ വേർഡ് ക്വസ്റ്റൻ ആണ്, ദാറ്റ് മീൻസ് MCQ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. കെമിക്കൽ എവല്യൂഷൻ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ഒപ്പാരൻ ഹാൾഡെയിൻ ആണ്. അക്കോർഡിംഗ് ടു ദം ദ ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിംഗ് ഓർഗാനിക് മോളിക്യൂൾസ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ലൈഫ് വാസ് പ്രൊസീഡഡ് ബൈ ദ കെമിക്കൽ എവല്യൂഷൻ. അതായത് നമുക്ക് എന്താ പറയുക, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോൺ ലിവിംഗ് ഓർഗാനിക് മോളിക്യൂൾസിലായിരിക്കും നമ്മുടെ കാർബൺ, ഹൈഡ്രജൻ. നമുക്കറിയാം ഏൻഷ്യൻ്റ് എർത്തിൽ ഒരിക്കലും ഫ്രീ ഫോമിൽ എന്തുണ്ടായിരുന്നില്ല, ഓക്സിജൻ ഉണ്ടായിരുന്നില്ല അല്ലേ. കാരണം ഓക്സിജൻ ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് എന്തായിട്ട് മാറുന്നുണ്ട്, ഓക്സിജൻ ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് ഓൺ ദ സ്പോട്ടിൽ എന്തായിട്ട് മാറുന്നുണ്ടായിരുന്നു, വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അതായത് വേപ്പർ ഫോമിലായിരുന്നു വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അപ്പോൾ അതൊക്കെ എന്തായിരുന്നു, ഒരു കെമിക്കൽ എവല്യൂഷനിലായിരുന്നു, കെമിക്കൽ ചേഞ്ചസ് ആയിരുന്നു. ആ കെമിക്കൽ ചേഞ്ചസിൽ നിന്നാണ്, അല്ലെങ്കിൽ കെമിക്കൽ എവല്യൂഷനിൽ നിന്നാണ് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ലിവിങ് തിങ്സ് ഫോം ചെയ്യുന്നതാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ഒപ്പാരൻ ഹാൾഡെയിൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചോളാം നിങ്ങൾ കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Why are analogous structures a result of convergent evolution? മക്കളെ, ഈ അനലോഗസ്, കൺവേർജന്റ് എവല്യൂഷൻ ഈ കിടുതാപ്പുകളൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നും അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ഡയഗ്രാംസും കൂടെയും എന്ത് ചെയ്തോളണം, സ്ട്രിക്ട്ലി നിങ്ങളത് ഫോളോ ചെയ്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. സോ ഓക്കെ, when two species have structure that are similar in function but different origin of anatomy, എന്താ പറയുക, സിമിലർ ഫംഗ്ഷൻ ആയിരിക്കുള്ളൂ അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മോർഫോളജിക്കൽ സ്ട്രക്ചർ ആയിരിക്കുള്ളൂ. അതായത് അനാട്ടമി പറയുന്നത് എന്താ, അനാട്ടമി മീൻസ് എന്താ പറയുക, ഇന്റേണൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ അല്ലേ. അതായത് ഡിഫറെൻ്റ് ആയിട്ട് വരിക, സെയിം ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു സ്പീഷീസ് ഹാവ് എ സ്ട്രക്ചർ ദാറ്റ് ആർ സിമിലർ ഇൻ ഫംഗ്ഷൻ ബട്ട് ഡിഫർ ഇൻ ഒറിജിൻ ആൻഡ് അനാട്ടമി. ദേ ആർ കോൾഡ് അനലോഗസ് സ്ട്രക്ചർ. These structures develop in the different species which moves from the different area to common habitat where they adapt themselves accordingly. Therefore, it's called a convergent evolution. Example ആയിട്ട് ഇപ്പം ഇത് എന്താ പറയുക, നമ്മൾ ഒരു ജീവിവർഗം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ്
അവർ ഗ്രൂപ്പായിട്ട് ജീവിച്ചിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ടൈപ്പ് ഓഫ് ചേഞ്ചസ് വന്നിട്ട് സം ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോവുകയും അവിടെ അക്ലിമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടത്തുള്ള ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗൻസിന് ചേഞ്ച് ഉണ്ടാകും. ഓർഗൻസിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രക്ചറിലോ അനാട്ടമിയിലോ മോർഫോളജിയിലോ ചേഞ്ച് ഉണ്ടാകും. ബട്ട് ഓർഗൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം ഫംഗ്ഷൻ ആയിരിക്കുള്ളൂ. ദ ടൈപ്പ് ഓഫ് എവല്യൂഷൻ നമ്മൾ പറയുന്നവരാണ് കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. എന്താ പറയുക, അനലോഗസ് സ്ട്രക്ചറും കൺവേർജന്റ് എവല്യൂഷനും ഉണ്ട്. അനലോഗസ് സ്ട്രക്ചറും കൺവേർജന്റ് എവല്യൂഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അതിന് മക്കളെ നമ്മുടെ ഈ കൺവേർജന്റ് എവല്യൂഷനും അതുപോലെ തന്നെ അനലോഗസ് സ്ട്രക്ചറും പറയുന്നുണ്ടല്ലോ, അതിൽ കുറേ ഡയഗ്രാം തരും നമുക്ക്. ഈ ഡയഗ്രാം തന്നുകൊണ്ട് നമ്മളടുത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട്. ഡയഗ്രാം തന്നുകൊണ്ട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് അനലോഗസ് സ്ട്രക്ചറും അതുപോലെ തന്നെ കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഡയഗ്രാം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഡയഗ്രാം നല്ല വൃത്തിയായിട്ട് പഠിച്ചോളണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കൺവേർജന്റ് എവല്യൂഷനും അനലോഗസ് സ്ട്രക്ചറും, അനലോഗി അല്ലെങ്കിൽ അനലോഗസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അല്ലാതെ അതിൻ്റെ എക്സ്പ്ലനേഷൻ വൈസ് വളരെ കുറവ് വരാറുള്ളൂ. ഡയഗ്രാം വൈസ് ആണ് കുറച്ചധികം വരുന്നത്. എക്സ്പ്ലനേഷൻ വരികയാണെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. എന്താണ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. കൺവേർജന്റ് എവല്യൂഷൻ എന്താണ്, ഡൈവേർജന്റ് എവല്യൂഷൻ എന്താണ്, അനലോഗസ് സ്ട്രക്ചർ എന്താണ്, അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റീസ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മളുടെ മക്കളെ നോക്കുക. ഐഡന്റിഫൈ ദ എക്സാമ്പിൾസ് ഓഫ് ഹോമോലോഗസ് സ്ട്രക്ചർ. അനലോഗസ് മാറി എന്തായിട്ട് മാറി, ഹോമോലോഗസ് ആയിട്ട് മാറി. സ്ട്രക്ചർ ഫ്രം ദ ഫോളോയിങ്. വെർട്ടിബ്രേറ്റ് ഹാർട്ട് അല്ലേ, വെർട്ടിബ്രേറ്റ്. ഇപ്പോൾ നമ്മൾ ഫിഷസ് എടുക്കുകയാണെങ്കിലും വെർട്ടിബ്രേറ്റ്സ് എടുക്കുകയാണെങ്കിലും മാമൽസ് ആയാലും അതിൻ്റെ ഹാർട്ടിൻ്റെ ചേംബറിലൊക്കെ ചേഞ്ചസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ തോൺസ് ഇൻ ബോഗൺവില്ല ആൻഡ് ടെൻറ്റിൽസ് ഇൻ കുർക്കുബിറ്റ. ഓക്കെ, നമുക്ക് എന്താ പറയുക, തോൺസ് ബോഗൺവില്ല എന്താ പറയുക, അതുപോലെ തന്നെ കുക്കുർബിറ്റ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേട്ടിട്ടുള്ള ടേംസ് തന്നെയാണ്. ദെൻ സെക്കൻഡ് വൺ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഫുഡ് സ്റ്റോറേജ് ഓർഗൻസ് ഇൻ സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് അവിടെ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. ഫുഡ് സ്റ്റോറേജ് ഓർഗൻസ് ഇൻ സ്വീറ്റ് പൊട്ടാറ്റോ. ഓക്കെ, സോ അത്രേ ഉള്ളൂ കേട്ടോ. സ്പെല്ലിംഗ് ചെറിയൊരു ആൻഡ് കണ്ട അവിടെ ഇല്ല. ഫുഡ് സ്റ്റോറേജ് ഓർഗൻസ് ഇൻ സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ, അതായത് രണ്ടും എൻറ്റർലി ഡിഫറെൻ്റ് ആണ്. സ്വീറ്റ് പൊട്ടാറ്റോ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഓക്കെ, നോക്കുക, ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കി, ഫസ്റ്റ് വൺ ഹോമോലോഗസ് ഓർഗൻസ് അല്ലേ. നേരത്തെ നമ്മൾ അനലോഗസ് നോക്കിയിരുന്നു, ഇവിടെ നമുക്ക് ഹോമോലോഗസ് ആണ്. ഹോമോലോഗസ് ഓർഗൻസ് ആർ ഡിറൈവ്ഡ് ത്രൂ divergent evolution, thus indicating common ancestry. Examples of homologies are കൊടുത്തിട്ടുണ്ട്. vertebrate heart and brain. അവിടെ നമ്മൾ വെർട്ടിബ്രേറ്റിന്റെ ഹാർട്ടും ബ്രെയിനും. സോ അതിനുശേഷം നമുക്ക് വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള അടുത്തൊരു വിഭാഗം, അതായത് നമുക്ക് ഫിഷസ് ആയിരുന്നു. ഫിഷസ് നമുക്ക് എന്തുണ്ട്, വെർട്ടിബ്രേറ്റ്സ് വരും. അതിന് നമുക്ക് എന്തുണ്ട്, ബേർഡ്സ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മാമൽസ് വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഓരോ വിഭാഗത്തിലേക്ക് പോകുമ്പോഴും ഹാർട്ട് സിംഗിൾ ചേംബേർഡ് ആയിരുന്നു. ഡെവലപ്മെന്റ് സംഭവിച്ചു, ഡബിൾ ചേംബേർഡായി, 3 ചേംബേർഡായി, 4 ചേംബേർഡ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് അവിടെ ഒരു എന്താ പറയുക, ഡിറക്റ്റ് ലിങ്ക് അവിടെ കിടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് നമ്മളുടെ വെർട്ടിബ്രേറ്റ്സ് അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ക്രോക്കോഡൈൽസ് ഇല്ലേ, ക്രോക്കോഡൈൽസിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേംബേർഡ് ആണ്. ഹ്യൂമൻ ബീങ്സിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേംബേർഡാണ്. ഓക്കെ, രണ്ടും എന്താണ്, ഒന്ന് റെപ്റ്റൈൽസും ഒന്നെന്താണ് മാമൽസും ആണ്. അപ്പൊ അതിന്റെ കണക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. Then in plants, thorns of tendrils of bougainvilleas are cucurbita represent the homology. രണ്ടും എന്തുണ്ട്, നമുക്ക് ഹോമോലോഗി ആണ്. അതായത് എന്താ പറയാ, നമ്മുടെ ആ മുള്ളെന്ന് പറയില്ലേ ചെടികളുടെ, ബോഗൺവില്ല ഉണ്ടല്ലേ, ബോഗൺവില്ലയുടെ ബോഗൺവില്ല നമുക്ക് കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, ആ ഒരു ചെറിയ ചെറിയ മുള്ളു പോലെ കാണാൻ പറ്റും അല്ലേ. സോ ഇൻ അതർ ഹാൻഡ് ദ ഫുഡ് സ്റ്റോറേജ് ഓർഗൻസ്, അതായത് നമ്മൾ എന്താ പറയുക, ആ ട്യൂബർ, ഫുഡ് സ്റ്റോറേജ് ഓർഗൻ എന്ന് പറയുമ്പോൾ ട്യൂബർ ആണല്ലേ. അതായത് പൊട്ടറ്റോസിലായാലും സ്വീറ്റ് പൊട്ടറ്റോസിലും എന്തുണ്ട്, അത് അനലോഗസ് ആണ്. കാരണം രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, നമുക്ക് ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. എന്താ, നമ്മുടെ ഫോട്ടോസിന്തസിന് ശേഷം ഉണ്ടാകുന്ന ഫുഡിന് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുക. ഫുഡ് സ്റ്റോറേജ് ഇൻ ഫംഗ്ഷൻ കേട്ടോ. എന്താ പറയുന്നത്,
ഫുഡ് സ്റ്റോറേജ് ഇൻ ഫംഗ്ഷനാണ്, രണ്ടിൻ്റെയും ഫംഗ്ഷനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതെന്താ അപ്പോൾ അതൊരു അനലോഗസ് ഓർഗനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചോളാം, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ. മക്കളെ ഇത് തന്നെ ഇതിൻ്റെ ഭാഗത്ത് ഈ ക്വസ്റ്റ്യൻ വരും സാർ പറയണില്ല, പക്ഷേ ഇതേ മോഡൽസിലായിരിക്കും നമുക്ക് എന്ത് പറയാ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ, ഓർത്ത് വെച്ചോളണം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ഫോളോയിങ് പെയർസ് ഓഫ് ഹോമോലോഗസ് ഓർ അനലോഗസ് ഓർഗൻസ്. നോക്കാം, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ നമുക്ക് എന്ത് പറയാ, ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒരു 6-7 തവണ നമ്മുടെ എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐഡന്റിഫൈ ദ ഫോളോയിങ് പെയർസ് ഓഫ് ഹോമോലോഗസ് ഓർ അനലോഗസ് ഓർഗൻസ്. അതിൽ സ്വീറ്റ് പൊട്ടറ്റോവും അതുപോലെ തന്നെ പൊട്ടറ്റോസും. ഓക്കെ, അതെന്താ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞതാണല്ലോ ഓൾറെഡി അല്ലേ. ഓക്കെ, മക്കൾ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ വേഗം നിങ്ങളുടെ കമന്റ്സ് ആയിട്ട് പോരട്ടെടാ ആൻസർ. ഓക്കെ, ആൻസർ കമന്റ്സ് ആയിട്ട് പോരട്ടെ. ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഐ ഓഫ് മാമൽസ്. ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഐ ഓഫ് മാമൽസ് അത് അനലോഗസ് ആണോ ഹോമോലോഗസ് ആണോ അത് ഐഡന്റിഫൈ ചെയ്യണം നമ്മൾ. ദെൻ തോൺസ് ഓഫ് എന്താ പറയുക ബോഗൺവില്ലാസും അത് ടെൻഡ്രിൽസ് ഓഫ് ദ കുക്കുബിറ്റ അല്ലെ, രണ്ടും അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അനലോഗസ് ആണോ ഹോമോലോഗസ് ആണോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഫോർ ലിംസ് ഓഫ് ബാറ്റ് ആൻഡ് വെയിൽസ്. ഫോർ ലിംസ് നമ്മൾ ഫോർ ലിംസ് എന്ന് പറയുന്നത് നമ്മുടെ വെയിൽസിന്റെ ഒക്കെ വിങ്സ് ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫോർ ലിംസ് ഓഫ് ബാറ്റ് ആൻഡ് വെയിൽസ് അല്ലേ. സോ സെക്കൻഡ് അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ദ കൈൻഡ് ഓഫ് എവല്യൂഷൻ ദേ റെപ്രസെന്റ്. അതിന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള എവല്യൂഷൻസ്. അപ്പം നമുക്ക് ഇത് എന്താണെന്ന് നോക്കണം, അനലോഗി ആണോ അത് അല്ലെങ്കിൽ ഹോമോലോഗസ് ആണോ നമുക്ക് നോക്കണം. ആൻസറിലേക്ക് പോകാൻ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമായിരുന്നു. അതായത് സ്വീറ്റ് പൊട്ടറ്റോയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഐ ഓഫ് മാമൽസ് അതെന്താ അനലോഗസ് ആണോ ഹോമോലോഗസ് ആണോ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോഗൺവില്ലയുടെ കാര്യം നമുക്ക് അതിൻ്റെ തോൺസും ടെൻഡ്രിൽസും അനലോഗസ് ആണോ ഹോമോലോഗസ് ആണോ. ഫോർ ലിംസ് ഓഫ് ബാറ്റ് ആൻഡ് വെയിൽസ്. സോ ആൻസറിലേക്ക് നമുക്ക് പോവാം. യെസ്, നോക്കിയേ അടുത്തൊരു ക്വസ്റ്റ്യൻസ്, അതായത് ഇത് വേറൊന്നുമല്ല, നമുക്ക് ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇതേ ക്വസ്റ്റ്യൻസിന്റെ തന്നെ വേറൊരു പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടിന്റെയും ആൻസർ എന്തായിരിക്കും നമുക്ക് സെയിം തന്നെയാണ്. നോക്കിയേ കണ്ടോ, ചെറിയ വ്യത്യാസം മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ മാറി 4-5 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ് സാർ 2 ക്വസ്റ്റ്യൻസ് ഇട്ടാതിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, സോ ഇത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്ത് സമയം കളയുന്നില്ല, 2 ക്വസ്റ്റ്യൻ ഒന്ന് തന്നെയാണ്. സോ ആൻസറിലേക്ക് നമുക്ക് പോവാം. ഇതാ കണ്ടോ, കണ്ടോ ഓറായിട്ട് എന്ത് പറയാ, ഞാൻ പറഞ്ഞില്ലേ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ചോദിച്ചിട്ടുണ്ട്, 5-6 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. സോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ആൻസറിലേക്ക് പോവാം കേട്ടോ. ആൻസർ എന്താ പറയുന്നത്, ദ ഗീവൺ പെയർസ് ആർ ഐഡന്റിഫൈഡ്. അനലോഗസ് ഓർഗൻസ് ഉണ്ടായിരുന്നു, അനലോഗസ് എയും ബി അനലോഗസ് ആണ്, പിന്നെ ഹോമോലോഗസ് ആണ് അല്ലേ. അതിൽ സി ആൻഡ് ഡി പ്രസന്റ് ദ ഡൈവേർജന്റ് എവല്യൂഷൻ while A and B represent the convergent evolution. Divergent evolution ഉണ്ടായിരുന്നു, convergent evolution. അപ്പോൾ 2 ടൈപ്പിലുള്ള എവല്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഡൈവേർജന്റ് എവല്യൂഷൻ ഉണ്ട്, കൺവേർജന്റ് എവല്യൂഷൻ ഉണ്ട്. അപ്പോൾ സാർ ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആൻസർ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ മോർ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല കേട്ടോ. ഓക്കെ, ഡൈവേർജന്റ് എവല്യൂഷൻ കൺവേർജന്റ് എവല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് എയും ഡിയും നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് എയും ബിയും നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ പറയുക നമുക്ക് കൺവേർജന്റ് എവല്യൂഷൻ ആണ്. അപ്പോൾ അതൊക്കെ നോട്ട് വെച്ചോളൂ കേട്ടോ നിങ്ങൾ കേട്ടോ. സോ ഇനി സെക്കൻഡ് ക്വസ്റ്റിനിൽ വരെ നമുക്ക് ഫോർ ലിംസ് ഓഫ് വെയിൽസ് ആൻഡ് ബാറ്റ്, തോൺസ് ഓഫ് ബോഗൺവില്ലാസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുർക്കുബിറ്റ ആർ ഹോമോലോഗസ് ഓർഗൻസ് അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതൊക്കെ എന്താണ് ഹോമോലോഗസ്, അതായത് എന്താ പറയുക സെയിം ഫംഗ്ഷൻ. അതായത് നമ്മുടെ വെയിൽസിൻ്റെയും ബാറ്റിൻ്റെയും എന്താ അവർക്ക് ഫ്ലൈ ചെയ്യാൻ മൂവ് ചെയ്യാനായിട്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ് എയറിലാണ്, മറ്റെന്താണ് വാട്ടറിലാണ്. 2 ഫംഗ്ഷൻ എന്താ ലോക്കോമോട്ടറി ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. സോ ഇനി ബി, ബോത്ത് ദിസ് സ്ട്രക്ചർ റെപ്രസെന്റ് ദ ഡൈവേർജന്റ് എവല്യൂഷൻ, ദാറ്റ് ഈസ് ഷെയറിംഗ് ഓഫ് കോമൺ ആൻസിസ്ട്രി ഓർഗൻസ് വിത്ത് ദ സെയിം ഫണ്ടമെന്റൽ സ്ട്രക്ചർ ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻസ് അല്ലേ. അതായത് സെക്കൻഡ് വൺ വരുമ്പോൾ എന്താണ് നമുക്ക് അവിടെ നമുക്ക് ഓർഗൻ സെയിം ആണ്, ബട്ട് എന്താണ് നമുക്ക് ഫങ്ഷൻസ് വരുമ്പോൾ 2 ആയിട്ട് മാറുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡൈവേർജന്റ് എവല്യൂഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും എന്താണ് നമുക്ക് ഡൈവേർജന്റ് എവല്യൂഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, മക്കളെ കഴിഞ്ഞിട്ടില്ല ആൻസർ, കാരണം 3 ക്വസ്റ്റ്യൻ ഉണ്ടായി, 3 ക്വസ്റ്റ്യൻ ആൻസർ സെയിം തന്നെയാണ് കേട്ടോ. നോക്കിയേ ഓൾ മാമൽസ്, ദാറ്റ് മീൻസ് വെയിൽസ്, ചീറ്റ,
ബാറ്റ് ആൻഡ് ഹ്യൂമൻ അറിയാലോ നമുക്ക്. ബാറ്റ് എന്താണ്? മാമൽസിൽ വരുന്നതാണ്, ഫ്ലൈയിങ് മാമൽസ് ആണ്, അറിയാലോ. ഓക്കെ, സോ ഷെയർ സിമിലർ ഇൻ ദ പാറ്റേൺ ഓഫ് ദ ബോൺസ് ഓഫ് ഫോർ ലിംബ്സ്. ഇപ്പൊ നമ്മളുടെ വെയിൽസ് അറിയാം, വെയിൽസ് എന്താണ്? സ്വിംഗ് മാമൽസ് ആണ് അല്ലേ. ഓക്കെ, വെയിൽസ് മാമൽസ് തന്നെയാണ്, ചീത്ത മാമൽസ് ആണ്, ബാറ്റ് മാമൽസ് ആണ്, ഹ്യൂമൻ ബീങ്സ് എന്തിനാണ്? മാമൽസ് തന്നെയാണ്. സോ ഇവിടെ ബോൺസ്, ഇപ്പൊ ഞാൻ ഫോർ ലിംബ്സ് എടുത്ത് എൻ്റെ കൈ എടുത്ത് വിചാരിക്കാം, ഇതിനകത്തുള്ള ബോൺസിന്റെ സ്ട്രക്ചർ തന്നെയാണ് ഇതിലെല്ലാത്തിലും ഉള്ളത്. ഈ പറയുന്ന ഓർഗാൻസിൽ എല്ലാത്തിലും കാണും. പക്ഷേ എന്താണ്? അതിന്റെ സൈസും ലെങ്ത് വ്യത്യാസമുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലിവിങ് കണ്ടീഷൻ. അതായത് അതെവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് സംഭവിക്കും, അതിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസമുണ്ട്. സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സ്ട്രക്ചർ വ്യത്യാസം ഇന്റേണൽ ആയിട്ടുള്ള ലെങ്ത്തിൽ വ്യത്യാസം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ ഹെൻസ് ദ സെയിം സ്ട്രക്ചർ ഇറ്റ് ഡെവലപ്പ് അലോങ് ദ ഡിഫറെന്റ് ഡിറക്ഷൻ ഡ്യൂ ടു ദ അഡാപ്റ്റേഷൻ ടു ഡിഫറെന്റ് നീഡ്സ് ദീസ് ആനിമൽസ്. ദിസ് ഈസ് കോൾഡ് ഡൈവേർജന്റ് എവല്യൂഷൻ. അതായത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ സെയിം ആയിട്ടുള്ള ഉള്ളിൽ നമ്മുടെ ബോൺസിന്റെ സ്ട്രക്ചറൊക്കെ സെയിം ആയിരിക്കുള്ളൂ, പക്ഷെ ബോൺസിന്റെ ലെങ്ത്തിലോ തിക്നെസ്സിലോ ഒക്കെ വ്യത്യാസം വരും. കാരണം വേറെ കൊണ്ടല്ല, ഇപ്പൊ ഞാൻ ഈ കൈ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വസ്തുക്കൾ എടുക്കുന്നുണ്ട്. പക്ഷേ വെയിൽസ് ഇത് എടുക്കാനല്ല ഉപയോഗിക്കുന്നത്. വെയിൽസ് എന്തിനാണ്? ഫ്ലോ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പിൽ എന്ത് ചെയ്യണം? ഷേപ്പ് മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വെബ്ഡ് ആയിട്ട് കാര്യമില്ല, ഇതാ ഇങ്ങനെ ഇപ്പൊ കൈ കൂടിരിക്കണം. ഇപ്പൊ എനിക്ക് തിങ്സ് എടുക്കണമെങ്കിൽ ഇത് എന്തായിരിക്കണം? അൺവെബ്ഡ് ആയിരിക്കണം, അവർക്ക് വെബ്ഡ് ആയിരിക്കണം. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, സെയിം ഫംഗ്ഷൻ ആയിരിക്കില്ല, ഡിഫറെന്റ് ഫംഗ്ഷൻ ആയിരിക്കുള്ളൂ. ഡെവലപ്പ് അലോങ് ദ ഡിഫറെന്റ് ഡിറക്ഷൻ, ദ അഡാപ്റ്റേഷൻ ടു ഡിഫറെന്റ് നീഡ്സ് ദ ആനിമൽസ്. അവരുടെ നീഡ്സ് അനുസരിച്ചുകൊണ്ട് അതിൽ സംഭവിക്കും, സ്ട്രക്ചറിൽ മാറിക്കൊണ്ടിരിക്കും. ദിസ് ഈസ് കോൾഡ് ഡൈവേർജന്റ് എവല്യൂഷൻ. നമ്മൾ പറയുന്നവരാണ് ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടോ. ആൻഡ് ദിസ് സ്ട്രക്ചർ ആർ കോൾഡ് ഹോമലോഗസ്. അപ്പോൾ ഈ സ്ട്രക്ചർ നമ്മൾ പറയുന്നവരാണ് ഹോമലോഗസ് എന്ന് പറയും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വളരെ കുറേ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. ഇത് മാറി 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 റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നെക്സ്റ്റ് വൺ, വാട്ട് വാസ് പ്രപ്പോസ്ഡ് ബൈ ഒപ്പാരൻ ആൻഡ് ഹാൽഡെയിൻസ് ഇൻ ഒറിജിൻ ഓഫ് ലൈഫ്? ഹൗ ഡിഡ് സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെന്റ് സപ്പോർട്ട് ദ പ്രപ്പോസൽ? സോ നമ്മുടെ ഒപ്പാരൻ്റെയും ഹാൾഡെയിൻ്റെയും എക്സ്പെരിമെൻ്റ് കേട്ടോ മക്കളെ. ഒപ്പാരൻ്റെയും ഹാൾഡെയിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാൻലി മില്ലറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവില്ല നമുക്ക്, നമ്മുടെ CBSE ബോർഡ് എക്സാമിന് വരില്ല. അപ്പോൾ അത് എന്ത് ചെയ്തോളണം? പഠിച്ചു വെച്ചോളണം കേട്ടോ. വാട്ട് വാസ് പ്രപ്പോസ്ഡ് ബൈ ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻ ഓൺ ഒറിജിൻ ഓഫ് ലൈഫ്? ഒറിജിൻ ഓഫ് ലൈഫ് അത് നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ തിയറംസ് ഉണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെയും റിയലബിൾ ആയിട്ടുള്ള ഒരു തിയറംസ് കൊണ്ടുവന്ന ആളുകളാണ് നമ്മളുടെ ഒപ്പാരനും ഹാൾഡെയിനും, പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻലി മില്ലറും കേട്ടോ. ഓക്കെ, ഓർ അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മെൻഷൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെന്റ് ടു ഒറിജിൻ ഓഫ് ലൈഫ്. സോ ഈ ക്വസ്റ്റ്യൻസും നമ്മുടെ എക്സാമിന് കുറേ തവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ ആൻസറിലേക്ക് പോകാൻ നമുക്ക് നോക്കാം. ഒപ്പാരൻ ആൻഡ് ഹാൾഡെയിൻ പ്രപ്പോസ് that life originate on the earth spontaneously from the non-living matter that is organic molecules. അതായത് എന്താ പറയുക, നമ്മുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഫ്രം ദ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്. അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ജീവി അല്ലെങ്കിൽ ഒരു ലിവിങ് തിങ്സ് ഉണ്ടായിരിക്കുന്നത് ഇൻഓർഗാനിക് ആയിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കാർബൺ, ഹൈഡ്രജൻ, മീത്തേൻ, അമോണിയ ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് പതുക്കെ അതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നുണ്ട്. എന്തായിട്ട് മാറുന്നുണ്ട്? അമിനോ ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഈ അമിനോ ആസിഡ് പതുക്കെ പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നുണ്ട്. പ്രോട്ടീൻസ് എന്തായിട്ട് ലിവിങ് സെല്ലായിട്ട് മാറുന്നുണ്ട് അല്ലേ. വി നോ ദാറ്റ് അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് സെൽസ്. നമുക്കിത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. അപ്പോൾ പതുക്കെ എന്തുണ്ട്? ഇൻഓർഗാനിക് ആയിട്ടുള്ള തിങ്സിൽ നിന്ന് ഓർഗാനിക് ആയിട്ടുള്ള തിങ്സ് ഫോം ചെയ്യുന്നു എന്നാണ് ഒപ്പാരനും ഹാൾഡെയും പറഞ്ഞിരിക്കുന്നത്. സോ ഇനി നമ്മുടെ എന്താണ് ഈ സ്റ്റാൻലി മില്ലറുടെ ഒരു എക്സ്പെരിമെന്റ് നോക്കാം. സ്റ്റാൻലി മില്ലർ കണ്ടക്ട് ആൻ എക്സ്പെരിമെന്റ് വിച്ച് പ്രൊവൈഡ് എക്സ്പെരിമെന്റൽ എവിഡൻസ് ഓഫ് ദ കെമിക്കൽ എവല്യൂഷൻ. അതായത് നമ്മുടെ ഹാൾഡെയിൻ്റെയും ഒപ്പാരൻ്റെയും കെമിക്കൽ എവല്യൂഷൻ ഉണ്ടല്ലോ, അതിന് ഒരു പ്രാക്ടിക്കലിയും ഓൾസോ തിയറിറ്റിക്കലിയും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ് സ്റ്റാൻലി മില്ലർ എന്ന് പറയുന്നത് കേട്ടോ. സോ അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ നമ്മുടെ സ്റ്റാൻലി മില്ലറും അതുപോലെ തന്നെ ഒപ്പാരനും ഹാൾഡെയിനും പറഞ്ഞ തിയറിക്ക് ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ്, അതായത് എന്താ പറയുക, എക്സ്പെരിമെന്റൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്തു. അതായത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ ഒപ്പാരനും ഹാൾഡെയും പറയുന്ന ആ കണ്ടീഷൻസ് അവർ ലാബിൽ ക്രിയേറ്റ് ചെയ്യുകയും
ആ ലാബിൽ വെച്ച് നിന്നുണ്ട് ഇതെല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അതായത് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന എല്ലാ സിറ്റുവേഷൻസും ലാബിൽ കൊടുത്തുകൊണ്ട് അതായത് ഹൈ ടെമ്പറേച്ചർ അല്ലേ, പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട് നമുക്ക് ഈ പറയുന്ന വോൾക്കാനിക് എറപ്ഷൻ അവിടെ കൊടുക്കാൻ പറ്റില്ല, പകരം ഈ ഹൈ ടെമ്പറേച്ചറിനും വോൾക്കാനിക് എറപ്ഷനും വേവ്സിനും ഒക്കെ പകരം അദ്ദേഹം കൊടുത്തതാണ് ഇലക്ട്രിസിറ്റി കൊടുത്തു. ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നത് ഒരു നമ്മളൊരു ഫ്ലാസ്കിനകത്താണ് ഈ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്തത്. ഇതെന്താക്കി മാറ്റി ഓർഗാനിക് മോളിക്യൂൾസ്, അതായത് ഇൻഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഫോം ചെയ്തു. സോ അപ്പൊ ഈ അമിനോ ആസിഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അമിനോ ആസിഡിൽ നിന്ന് അടുത്തായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രോട്ടീൻസ് ഫോം ചെയ്യുകയും പ്രോട്ടീൻസ് എന്തായിട്ട് പറഞ്ഞു ദാറ്റ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്ത് പറയുന്നത് പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് സെൽസ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇപ്പൊ എന്തുണ്ട് പ്രോട്ടീൻസ് പതുക്കെ കൂടി ചേർന്നതായിട്ട് പ്രോട്ടീൻസിൽ നിന്ന് ലിവിങ് ആയിട്ടുള്ള സെൽസ് ഫോം ചെയ്തു. സോ ഇതാണ് നമ്മളുടെ സ്റ്റാൻലി മില്ലറുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുണ്ടല്ലോ ഒപ്പാരനും ഹാൾഡേനും പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഒപ്പാരനും ഹാൾഡേയും പറഞ്ഞ കാര്യത്തെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് അതിനൊരു എക്സ്പെരിമെന്റൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്താണ് നമ്മളുടെ സ്റ്റാൻലി മില്ലർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒപ്പാരനും ഹാൾഡേയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും ഉണ്ടാവും കൂടെ, സ്റ്റാൻലി മില്ലറും കൂടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോളണം, ഇതൊന്ന് പഠിച്ചു വെച്ചോളണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വലിയൊരു സെന്റൻസ് ഒരുപാട് എന്താ പറയുക 2-3 പാരഗ്രാഫ് അങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പിടിച്ചിരിക്കുള്ളൂ കേട്ടോ, കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇതുപോലെ ഷോർട്ട് ഫോമിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം നമുക്കില്ല, അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് വളരെ സിമ്പിൾ ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ് നമ്മൾ കേട്ടോ. ഓക്കേടാ, അടുത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അനലോഗസ് ആൻഡ് ഹോമോലോഗസ് സ്ട്രക്ചർ കണ്ടോ, വീണ്ടും വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അനലോഗസ് ആൻഡ് ഹോമോലോഗസ് സ്ട്രക്ചർ. നേരത്തെ നമ്മൾ അനലോഗസ് ഹോമോലോഗസേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പം എന്തായിട്ട് പറയാം, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അനലോഗസിനെയും ഹോമോലോഗസ് സ്ട്രക്ചറിനെയും നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, സെലക്ട് ആൻഡ് റൈറ്റ് അനലോഗസ് സ്ട്രക്ചർ ഫ്രം ദ ഗിവൺ ബിലോ. അതായത് അവിടെ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്, ആ എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തോളണം, അതിനെ കാറ്റഗറൈസ് ചെയ്യുക അല്ലേ. എന്താ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുക, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് ബേർഡ്സ്, വെർട്ടിബ്രേറ്റ്സ് ഹാർട്സ്, ടെൻട്രിൽസ് ഓഫ് ബോഗൺവില്ല. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ട്യൂബസ് ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ. ഓക്കെ, അപ്പോൾ രണ്ട് സിയും ബിയും നമുക്ക് സെയിം തന്നെയാണ്, പക്ഷേ അതിനുമ്പത്തത് എന്താ പറയുക കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മളിതാ ആൻസറിലേക്ക് പോവുകയാണ്, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ അനലോഗസ് സ്ട്രക്ചർ ആൻഡ് ഹോമോലോഗസ് സ്ട്രക്ചർ ആസ് ഫോളോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, എന്താണ് നമ്മളുടെ അനലോഗസ് സ്ട്രക്ചർ അല്ലേ. ദിസ് ഹാവ് ഡിഫറെൻറ്റ് ബേസിക് പ്ലാൻ ആൻഡ് ഒറിജിൻസ്. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് എന്താ പറയുക സിമിലർ ബേസിക് സ്ട്രെങ്ത് അല്ലേ. ഒറിജിനൊക്കെ എന്താ ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആണ് അതിൻ്റെ പ്ലാനും ഒറിജിൻ എന്ന് പറഞ്ഞു, സ്ട്രക്ചറും ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. ബട്ട് ഇവിടെ ഒരു എന്തായിരിക്കുള്ളൂ നമുക്ക് ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ ദിസ് ഹാവ് സിമിലർ ബേസിക് സ്ട്രക്ചർ പ്ലാൻസ് ആൻഡ് ഒറിജിൻസ് അല്ലേ. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചറും എന്താ പറയുക ഒറിജിൻസും ഒക്കെ എന്തായിരിക്കുള്ളൂ, ഏകദേശം സെയിം ആയിരിക്കുള്ളൂ. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ദിസ് ആർ അഡാപ്റ്റഡ് ടു പെർഫോം സെയിം ഫംഗ്ഷൻ. ഇവിടെ എന്താ നമുക്ക് അനലോഗസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കുള്ളൂ, നമുക്ക് സെയിം ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ബട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് ആർ അഡാപ്റ്റഡ് ടു പെർഫോം ഡിഫറെൻറ്റ് ഫംഗ്ഷൻ, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര്, ഹോമോലോഗസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ദിസ് കൺഫേം കൺവേർജന്റ് എവല്യൂഷൻ. സോ കൺവേർജന്റ് എവല്യൂഷൻ ദാറ്റ് മീൻസ് എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട് നമുക്ക് IF octopus ആൻഡ് മാൻലെഗ്. ഇവിടെ നമുക്ക് എന്താണ് കൺവേർജന്റ് എവല്യൂഷൻ. എന്താണ് കൺവേർജന്റ് എവല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, അതുകൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ദിസ് കൺഫേം ഡൈവേർജന്റ് എവല്യൂഷൻ. എക്സാമ്പിൾ ലിംസ് ഓഫ് മാൻ ആൻഡ് വെയിൽസ് അല്ലേ. ദിസ് കൺഫേം ഡൈവേർജന്റ് എവല്യൂഷൻ, അതായത് ഇന്റേണൽ സ്ട്രക്ചർ ഒന്നായിരിക്കുള്ളൂ, പക്ഷേ ഫംഗ്ഷൻ മാറി. ലിംസ് ഓഫ് മാൻസ് ആൻഡ് വെയിൽസ്, എന്തോ മാനിന്റെയും വെയിൽസിന്റെയും ലിംബ്. ഓക്കെ, ഇപ്പൊ എൻ്റെ കൈയാണെങ്കിൽ എന്താണ് വെബ്ഡ് അല്ല അല്ലേ, വെബ്ഡ് അല്ല, ഇത് വിട്ടിരിക്കുകയാണ്, എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വിട്ടിരിക്കുകയാണ് അല്ലേ. ഓരോന്നും ഓരോ ഫിംഗേഴ്സ് എനിക്ക് എന്ത് ചെയ്യാൻ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ അല്ലേ. സോ ബട്ട് ഇൻ കേസ് വെയിൽസ് ആണെങ്കിൽ എന്തായിരിക്കുള്ളൂ, വെബ്ഡ് ആയിരിക്കുള്ളൂ. അവർക്ക് ആ റേ അല്ലെങ്കിൽ എന്താ പറയുക അവിടെ വിങ്സ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിന്ന് ഒരു മീൻസ് സിംഗിൾ മൂവ്മെന്റ്, അതായത് 1 to another direction, another to 1 അങ്ങനെ എന്താ പറയുക ഹിയർ ആൻഡ് ദർ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ലീഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ These are the differences between analogous structure and homologous structure. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനലോഗസ് സ്ട്രക്ചറും ഹോമോലോഗസ് കേട്ടോ. സോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തോളാം, എല്ലാ മക്കളും അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താണ് നമുക്ക് അനലോഗസിൻ്റെയും ഹോമോലോഗസ് സ്ട്രക്ചറിൻ്റെയും ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ച് വെച്ചോളൂ കേട്ടോ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
അനലോഗസ് ഓർഗൻസ് അല്ലേ, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് ബേർഡ്സ്. മറ്റേ നമുക്കറിയാം എന്താണ് ട്യൂബേഴ്സ് ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ അല്ലേ. ഇനി അടുത്തതിലേക്ക് സാർ പറഞ്ഞ പോലെ കാരണം ഓൾറെഡി നമ്മളത് ഒരു 2-3 തവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് ഇതിൻ്റെ അത് പിന്നെ പറയുന്നില്ല കേട്ടോ. സോ നോക്കിയ അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് നമുക്ക് ഇതെന്നറിയാം, നമ്മൾ റീസണബിൾ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് കേട്ടോ. എക്സ്പ്ലെയിൻ അഡാപ്റ്റീവ് റേഡിയേഷൻ വിത്ത് ദ ഹെൽപ്സ് ഓഫ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെ, അടുത്ത ടൈപ്പ് ഓഫ് എന്താ പറയുക, നമുക്കൊരു ടൈപ്പ് ഓഫ് എവല്യൂഷനിലേക്ക് നമ്മൾ പോവുകയാണ്, അഡാപ്റ്റീവ് റേഡിയേഷൻ കേട്ടോ. സോ ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഡു യു infer to form the resemblance between flying squirrels, the flying factors with reference to their evolution? Delhi 2050 Delhi 2015 explain adaptive radiation and convergent evolution by taking examples of some Australian marsupials and Australian placental mammals. Foreign 2020 or Australian marsupials and placental mammals are suitable examples of adaptive radiation and convergent evolution. Explain by giving reasons. Okay, എല്ലാം ഓക്കെ. ചില ഓർഗാനിസംസ്, അതവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ചില ഓർഗാനിസംസ് ഒരു പ്ലേസിൽ നിന്ന് അടുത്തൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ചേഞ്ചസിനുള്ള കാരണം വേറെ കൊണ്ടല്ല, അക്ലിമറ്റൈസേഷൻ ആണ്, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യുക. അതായത് ഇവിടെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ. സോ ദേ വാണ്ട് ടു അക്ലിമറ്റൈസ് ഫോർ ദ സ്പെസിഫിക് റീജിയൻ. സോ അതായത് അവർ മൈഗ്രേറ്റ് ചെയ്യുന്ന പ്ലേസിൽ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു, എനിക്ക് എന്ത് ചെയ്യാം, വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മറ്റുള്ള സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ സുഖമാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ദ ആനിമൽസ് അതർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അക്ലിമറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പതുക്കെ ടൈം എടുത്തുകൊണ്ടായിരിക്കും ഇതിനെ അക്ലിമറ്റൈസ് ചെയ്യുന്നത്. സോ അതുമായി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ വന്നിരിക്കുന്നത്. സോ ആൻസറിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, സോ അഡാപ്റ്റീവ് റേഡിയേഷൻസ്, അതായത് ഇത്രയുള്ള അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തൊരു പ്ലേസിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷനും അല്ലെങ്കിൽ അവിടുത്തെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അതിൽ എക്സാമ്പിളായിട്ട് ഇതാ പറഞ്ഞിരിക്കുന്ന ആ കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ എല്ലാവരും കേട്ടോ. ഓക്കെ, സോ ഇതും എന്ത് പറയുക, നമുക്ക് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ പോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആന്ത്രോപോജനിക് ആക്ഷൻ ഹാസ് എവല്യൂഷൻ എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്സ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾ. സോ അതിൽ നമുക്ക് എന്നറിയോ, ആന്ത്രോപോജനിക് മീൻസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കേട്ടോ. അതിൽ നമുക്ക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ദ ആന്ത്രോപോജനിക് ആക്ഷൻസ് ആർ ഫൗണ്ട് ദ എൻഹാൻസ് ഓഫ് എവല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, എക്സസീവ് യൂസസ് ഓഫ് DDT യൂസ് അല്ലെ, ഫെർട്ടിലൈസേഴ്സ് ഇൻ ക്രോപ്പ് റിസൾട്ട് എവല്യൂഷൻ ഓഫ് DDT റെസിസ്റ്റൻസ് മോസ്കിറ്റോസ്. അതായത് നമുക്ക് നോർമലി നമ്മൾ DDT കളിക്കുന്നറിയാം, ഈ മോസ്കിറ്റോസിനൊക്കെ റിമൂവ് ചെയ്യാൻ, മോസ്കിറ്റോസ് ഇൻസെക്ട്സ് ഒക്കെ. സോ നമ്മൾ അതിനൊരു ഡോസേജ് ഉണ്ട്. ഈ ഡോസേജിലും എക്സസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈപ്പ് ഓഫ് ഇൻസെക്ട്സും അല്ലെങ്കിൽ മോസ്കിറ്റോസും അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നേടും. ഓക്കെ, സോ ആ കപ്പാസിറ്റി നേടിക്കഴിയുമ്പോൾ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർഗാനിസം നമുക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് അവിടെ ഉണ്ടാകും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് എവല്യൂഷൻ. ദാറ്റ് മീൻസ് വെൻ DDT വാസ് യൂസ്ഡ് ഫസ്റ്റ് ടൈം മെനി മോസ്കിറ്റോസ് ഡൈഡ് ബട്ട് ഫ്യൂ സർവൈവ്. അതായത് എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് എന്താ പറയുക മോസ്കിറ്റോസിനെയും ഇൻസെക്ട്സിനും ഒക്കെ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു, ഈ DDT ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴും കുറേ എന്താ പറയുക നമ്മുടെ മോസ്കിറ്റോസും അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻസെക്ട്സ് ഒക്കെ നശിച്ചുപോയി. പക്ഷെ അതിൽ കുറച്ചാളുണ്ടായിരിക്കും, കുറച്ചാൾ എന്ത് ചെയ്താൽ സർവൈവ് ചെയ്യും. അപ്പോൾ സർവൈവ് ചെയ്യുമ്പോൾ ഈ സർവൈവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മോസ്കിറ്റോസിനും ആനിമൽസിനും ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് DDT. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന DDTയുടെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ അതിനുള്ള ക്വാണ്ടിറ്റി മനസ്സിലാവുകയും സോ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ്
ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബോഡിക്ക് ടൈപ്പ് ഓഫ് കപ്പാസിറ്റി ഗെയിൻ ചെയ്യും. അതായത് അവരോട് ഒരു ടൈപ്പ് ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ ലീഡ് ചെയ്തു. The survived mosquito show the resistance to DDT and reproduce even the presence of DDT. അവരെന്ത് ചെയ്യുന്നുണ്ട്, അതെത്ര ക്വാണ്ടിറ്റി DDT അവർ തെളിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് അറ്റൈൻ ചെയ്യുകയും അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻഡ് റീപ്രൊഡ്യൂസ് ഈവൻ ദ പ്രസൻസ് ഓഫ് DDT ഉണ്ടായാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവിടെ നമ്മുടെ റീപ്രൊഡക്ഷൻ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇതൊക്കെ type of acclimatization ആണ്. Similarly, evolution of antibiotic resistance microbes have occurred due to the overuse of antibiotics. So same നേരത്തെ പറഞ്ഞ പോലെ ഡിഡിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് എന്താ പറയുക എക്സസ് യൂസസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. നമ്മൾ എക്സസ് യൂസസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്താണ് ആൻറ്റിബയോട്ടിക്സ് പർപ്പസ് എന്ന് പറയുന്നത്, നമുക്ക് മൈക്രോ ഓർഗാനിസം, നമുക്ക് പാത്തോജൻസിനെ കില്ല് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുക, ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സസ് യൂസസ് ആയി കഴിഞ്ഞാൽ ദ പാത്തോജൻ ഗെറ്റ് ആൻ എല്ലാ പാത്തോജൻസും നശിക്കൊന്നുമില്ല, നമ്മുടെ ബോഡിക്കകത്ത് നിന്നുണ്ടായിരിക്കും ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം, അതിന് പാത്തോജൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ പാത്തോജൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ബോഡിയിൽ സർവേ ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ അവർക്ക് എന്ത് കിട്ടും, ഒരു ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലീഡേക്കും. പിന്നെ നമ്മൾ എത്ര ഡോസേജ് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ചാലും ഇവരെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ എക്സസ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ എന്തുണ്ട്, ഓവർ യൂസസ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസസ്, ഓവറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഡോസേജ് എന്ന് പറയില്ലേ, ഇന്ന ഡോസേജ് മാത്രമേ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതർവൈസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡി റെസിസ്റ്റ് ചെയ്യില്ല. അതേസമയത്ത് നമുക്ക് നമ്മുടെ ബോഡിക്കകത്തുള്ള പാത്തോജൻസ് അതിനെ റെസിസ്റ്റ് ചെയ്യുകയും അവർക്ക് എന്തുണ്ട്, ആ ഓവർ ഡോസേജിനെയും ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ അതാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ക്വസ്റ്റ്യനുമായി ബേസ് ചെയ്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സാർ കുറച്ച് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് according to the Hershey-Winsberg principle, the allele frequency of a population remains constant. How do you interrupt the changes of frequency of alleles in a population? സോ നമ്മൾ ആൻസറിലേക്ക് പോവാണ്. ഹാർഡി വിൻസ്ബർഗ് പ്രിൻസിപ്പിൾ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, അക്കോർഡിംഗ് ടു ഹാർഡി വിൻസ്ബർഗ് പ്രിൻസിപ്പിൾ, ദ ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് alleles ഇൻ ദ പോപ്പുലേഷൻ ഷോ ദ എക്സ്റ്റെന്റ് ഓഫ് എവല്യൂഷണറി ചേഞ്ചസ്. നോക്കി എന്താ പറയുന്നത്, ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് alleles. alleles എന്ന് വെച്ചാൽ എന്താണ്, പെയർ ഓഫ് ക്യാരക്ടർ അല്ലേ. നമ്മുടെ ബോഡിക്കകത്ത് കാണപ്പെടുന്ന ക്യാരക്ടേഴ്സ് എപ്പോഴും എന്തായിരിക്കും, സിംഗിൾ ആയിട്ടല്ല കാണപ്പെടുന്നത്, പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചോളണം കേട്ടോ. സോ ഇതാണ് 11th ക്വസ്റ്റ്യൻ ആൻസർ. ഇതൊരു 3 times ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് റോൾ ഡസ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം പ്ലേ ആസ് പെർ ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഡാർവിൻ്റെ തിയറി നാച്ചുറൽ സെലക്ഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, അക്കോർഡിംഗ് ടു ഡാർവിൻ തിയറി ദ നാച്ചുറൽ സെലക്ഷൻ, ദ റോൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം is to pass on the necessary variation, change or mutation to form present generation to the next generation that has been selected by the nature. അതായത് ആക്ച്വലി ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് നേച്ചർ നടത്തുന്ന ഒരു സെലക്ഷൻ ആണ്. ദാറ്റ് മീൻസ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അതായത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതായത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പോപ്പുലേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ, പോപ്പുലേഷൻ കൂടി കഴിയുമ്പോൾ സർവൈവിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും. പോപ്പുലേഷൻ കൂടുമ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മുടെ സ്പേസും നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സിൻ്റെയും ക്വാണ്ടിറ്റി കുറയും. സോ അപ്പോൾ അവിടെ അങ്ങനെ ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ കപ്പാസിറ്റി കൂടിയവർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സർവേ ചെയ്യുകയും കപ്പാസിറ്റി കുറഞ്ഞവർ എന്ത് ചെയ്യുന്നുണ്ട്, ഗെറ്റ് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എലിമിനേറ്റ് ചെയ്തവർ നമ്മുടെ ഭൂമിയിൽ നിന്ന്, എർത്തിൽ നിന്ന് പോയി, അവർ എലിമിനേറ്റഡ് ആയി പോയി. സോ ഇനി സർവേ ചെയ്യുന്നവർക്ക് ദ ഗെറ്റ് എ സം സ്പെഷ്യൽ അഡാപ്റ്റീവ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള അഡാപ്റ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടുകയും അവരെന്തായിട്ട് മാറുന്നുണ്ട്, ഒരു പുതിയൊരു എവല്യൂഷണറി ഓർഗാനിസംസ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. സോ അത് നമ്മുടെ നേച്ചർ നടത്തുന്ന ഒരു സെലക്ഷനാണ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റിംഗ്. അതായത് നേച്ചർ നടത്തുന്ന ഒരു സെലക്ഷനാണ്. നേച്ചറിൻ്റെ സെലക്ഷനിൽ ആരാണോ ഫിറ്റ്നസ് ആകുന്നത്, ആ ഫിറ്റ്നസ് ആയവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫിറ്റസ്റ്റ് ആവുന്നവർ, ആ ഫിറ്റസ്റ്റ് ആയവർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സർവേ ചെയ്യും. അതേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗെറ്റ് റിമൈൻ, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഗെറ്റ് എലിമിനേറ്റഡ്, അവർ പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഇസ് നോൺ ആസ് ദ ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ തിയറി. നമ്മൾ പറയുന്ന പേരാണ് ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്തിലേക്ക് പോകുന്നു നമ്മൾ. സോ നെക്സ്റ്റ് വൺ, നെയിം ദ ancestor of the man based on the features as given below. ഓക്കെ, അവിടെ നമ്മൾ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു
സ്ട്രക്ചർ ഉണ്ടായിരുന്നു നമുക്ക് അല്ലേ. അതായത് ഒരു ആൻസിസ്ട്രി സൈക്കിൾ ഉണ്ട്, നമുക്ക് ഒരു ടൈം ലൈൻ പോലെ ഒരു സൈക്കിൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ രാമാപിത്തിക്കസ് ആർട്ടിസ്, ഹോമോ ഹെബ്ലിസ്, ഹോമോ റെക്ടസ്, ഹോമോ സാപ്പിയൻസ്, ഹോമോ സാപ്പിയൻസ് നിയാണ്ടർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സൈക്കിൾ പഠിക്കാനുണ്ട് നമുക്ക്. അതിൽ വന്നിരിക്കുന്നതാണ് ഹ്യൂമൻ ലൈക്ക് മീറ്റ് ഈറ്റർ വിത്ത് 900cc ബ്രെയിൻ lived in a Java man എന്നൊക്കെ പറയും നമ്മൾ കേട്ടോ. 900cc, അതായത് നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി, നമ്മുടെ അല്ല ഇവരുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്നത് 900cc. ഓക്കെ, സോ അടുത്തത് മോർ ഹ്യൂമൻ ലൈക്ക് ബ്രെയിൻ സൈസ് 1400cc, കുറച്ചുകൂടെ കൂടിയ അല്ലേ. ലിവ്ഡ് ഇൻ സെൻട്രൽ ഏഷ്യ, യൂസ്ഡ് ഹൈറ്റ്സ് ആൻഡ് ബറിഡ് ദെയർ ഡെഡ്. എന്താ അവർ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടുകയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉണ്ടായിരുന്നു അവർക്ക്. അടുത്തത് ഹ്യൂമൻ ലൈക്ക് വെജിറ്റേറിയൻ വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി ബിറ്റ്വീൻ 650 to 800cc. കപ്പാസിറ്റി പറയുന്നത് ഓർത്ത് വെച്ചോളണം, എത്രയാണ്? 650 to 800cc ആണ് കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്നത്. അടുത്തത് man like primates that exist about 50 million years ago, fossils found in Tanzania. Okay, so ഇതാണ് നമുക്ക് ഹിൻഡ് എന്ന് പറയുന്നത്. ഈ ഹിൻഡ് വെച്ചുകൊണ്ട് നമ്മൾ ഇവരെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ എവല്യൂഷണറി സൈക്കിൾ കൊടുക്കുമ്പോഴും ആ എവല്യൂഷണറി സൈക്കിളിൽ ഈ ഹിൻഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തോളണം, ഓരോരുത്തരും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ട കേട്ടോ. ഓക്കെ, നമ്മൾ പോകുന്നത് ആൻസറിലേക്ക് പോവുകയാണ്. സോ ഫസ്റ്റ് ആൻസർ നോക്കാം. ഹ്യൂമൻ ലൈക്ക് മീറ്റ് ഈറ്റേഴ്സ് വിത്ത് 900cc ബ്രെയിൻ ലിവ്ഡ് ഇൻ എ ജാവ. നമ്മൾ അവരെ പറയുന്നതാണ് ജാവ മാൻ എന്ന് പറയുന്നുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോളണം. മോർ ഹ്യൂമൻ ലൈക്ക് ബ്രെയിൻ സൈസ് 1400 അല്ലേ, നിയാണ്ടർതാലൻസിസ് ആണ് അവരൊക്കെ, ഓർത്ത് വെച്ചോളണം. ഹ്യൂമൻ ലൈക്ക് വെജിറ്റേറിയൻ വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി പറയുന്നുണ്ട് 650 to 800 ആണ്. നമുക്ക് ഹോമോ എറക്ടസ് എന്ന് പറഞ്ഞ വിഭാഗമാണ്. Then man like primate that exist about 15 million years ago അല്ലേ, നമുക്ക് നമ്മുടെ ഹോമോ സാപ്പിയൻസ് നിയാണ്ടർതാലൻസ് എന്ന് പറഞ്ഞ വിഭാഗം. അപ്പോൾ അതൊന്ന് നോട്ട് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ കുറേ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്തോളണം, എല്ലാവരും നല്ല വൃത്തിയായിട്ട് നോക്കി പഠിച്ച് വെച്ചോളണം കേട്ടോ മക്കളെ. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തോളാം, മസ്റ്റ് ആയിട്ട് വെള്ളം കുടിച്ചോളണം. ഡീഹൈഡ്രേഷൻ കൂടും എല്ലാവർക്കും. വെള്ളം എന്ന് പറയുന്നത് മുഖ്യം പെങ്കിലേ, വേഗം പോയി വെള്ളം കുടിക്കട്ടെ എല്ലാവരും കേട്ടോ. ഓക്കെ, മക്കളെ ഇതാ വീണ്ടും നമ്മൾ നമ്മുടെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വെള്ളം കുടിച്ച് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും വെള്ളം കുടിച്ചോ? ഇവിടെ കമൻസ് ഒക്കെ പോറ്റടാ. ഓക്കെ, നിങ്ങളുടെ കമൻസോ അല്ലെങ്കിൽ കത്തിക്കലോ ഒന്നുമില്ല. കെമിസ്ട്രിയുടെ പോലെ ആരുടെയും എന്താ പറയുക കത്തിക്കൽസോ കമൻസോ ഒന്നും കാണില്ല ബയോളജിയിൽ. സാറിന് അറിയാം ബയോ സ്റ്റുഡൻസ് വളരെ കുറവായുള്ളൂ. കാരണം എന്താ പറയുക, അവിടെ കാറ്റഗറൈസേഷൻ വരുമല്ലോ, ബയോളജി മാത്സ് എന്നുള്ള കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. അപ്പോൾ ബയോ സ്റ്റുഡൻസ് കുറവായിരിക്കും അറിയാം. കമ്പ്യൂട്ടർ സയൻസ് പോകുന്നുണ്ട്, ബയോ പോകുന്നുണ്ട്. എങ്കിൽ പോലും ബയോ ഉള്ളവരുടെ ഒരു കത്തിക്കലൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, കുറേ സ്പീഡിലാണല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സാറ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. മോർ ആൻഡ് മോർ എക്സ്പ്ലനേഷൻ നമുക്കത് ഒരുപാട് സമയമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ബയോളജി പഠിച്ച് തറവാക്കി വെച്ചിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. സോ അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം നമ്മൾ കേട്ടോ. അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. പോട്ടെ, അടുത്ത ചാപ്റ്ററിലേക്ക് കുറച്ച് കമൻസ് ഒക്കെ പോരാ എല്ലാവരുടെയും. ശ്രേയ ഷാജു നിന്റെ ഫേസ് ഒന്നും കാണാൻ പറ്റുന്നില്ലടാ. ഒരു 100 വോൾട്ട് ചിരി ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ 100 വോൾട്ട് ചിരിക്കാണ് ഉപകരമാണ് നീ കുറെ കത്തിച്ച് പോരുന്നത്. ഓ പവിത്ര, നിസ്സാരം സംഭവം. ആക്ച്വലി നിസ്സാരമാണ് സംഭവമാണ്, ബയോളജി ഒക്കെ നിസ്സാരമാണ്. അപ്പൊ നിസ്സാരമായിട്ട് തന്നെ പോട്ടെ കേട്ടോ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫേസ് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം നമുക്ക് കേട്ടോ. സോ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ കേട്ടോ.
നെക്സ്റ്റ് വൺ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. മക്കളെ ഇവിടെ നമുക്ക് എന്താ പറയുക, നമ്മൾ മടിപ്പിക്കുന്ന ഉടായ്പ കാണിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്നത് കേട്ടോ. സോ അതിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകണം. നമ്മൾ വാട്ടർ ഫ്ലോ, അവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഫ്ലോ ഫോം ഡ്യൂറിംഗ് ദ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ് കേട്ടോ. ഓക്കെ, നോക്കാം ആൻസറിലേക്ക് പോകാം. നമുക്ക് ആൻസർ നോക്കാം. ഫ്ലോസ് ആർ ദ masses of bacteria held together by skin and fungal filament to form mesh-like structure. They are used during the secondary sewage treatment in the aeration tank to increase the rate of decomposition. അല്ലേ, അതായത് വേറെ ഒന്നുമല്ല, നമുക്ക് എന്തുണ്ട്, അതൊരു കോമ്പിനേഷൻ ആണ്. നമ്മൾ സാധാരണ വെള്ളം കെട്ടി കിടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ കാണാൻ പറ്റും. സോ ലൈക്ക് ദാറ്റ്, അതായത് ഫംഗസിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് അല്ലേ, ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്, പ്രൈമറി ട്രീറ്റ്മെന്റ് ഉണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ദേ ആർ യൂസ് ഡ്യൂറിംഗ് ദ സെക്കൻഡറി സീവേജ് ട്രീറ്റ്മെന്റ്. സീവേജിന്റെ സെക്കൻഡ് ട്രീറ്റ്മെന്റ് യൂസ് ആണ് ഇൻ ദ എയറേഷൻ ടാങ്ക് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ. അതായത് നമുക്ക് എന്ത് ചെയ്തോളാം, അത് നമുക്ക് ഡീകമ്പോസ് ചെയ്യണം. ഓക്കെ, ടാങ്ക് നമുക്ക് സെക്കൻഡറി ട്രീറ്റ്മെന്റ്, പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡ് സ്ലഡ്ജ് ഫോർമേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കിലൂടെ വരും, നമുക്ക് ബാക്കിലൂടെ പറയാൻ പറ്റും നമുക്കത്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്ത് പോകാം കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാതെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം സാർ ആൻസർ ചെയ്ത് പോവേണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വണ്ണിലേക്ക് നമ്മൾ പോകാൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. Why do we add in an inoculum of curd to milk for curding it? Second question, why is a starter add to set the milk into curd? Explain. Name the nutrient that gets enhanced while curding of milk by lactobacillus. മൂന്ന് ക്വസ്റ്റ്യൻ്റെയും കോൺസെപ്റ്റ് എന്താണ്, സെയിം തന്നെയാണ് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, മിൽക്കിന് നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്ത് കേർഡായി കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇനോക്കുലൊക്കെ, അതായത് നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ സാധാരണ പാലെടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കേർഡോ, അതിനാണ് ഇനോക്കുലം എന്ന് പറയുന്നത്, അത് ആഡ് ചെയ്യാറുണ്ട് നമ്മൾ അല്ലേ. സോ ഇത് ഈ ക്വസ്റ്റ്യൻസ് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മക്കളെ. ഇത് മൂന്ന് തവണ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 3ന്റെ ആൻസർ തന്നെയാണ്, സെയിം തന്നെയാണ്. സെയിം മീൻസ് ഏകദേശം കോൺസെപ്റ്റ് എല്ലാം തന്നെയാണ്, സെയിം തന്നെയാണ്. ആൻസറിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ നോക്കിയേ, when a small amount of curd is starter or inoculum, ഞാൻ പറഞ്ഞില്ലേ എന്താണ്, ചെറിയ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കേർഡ്, തൈരോ അല്ലെങ്കിൽ മോരോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഫെർമെന്റഡ് മിൽക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഇനോക്കുലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതിന് കാരണം എന്താണ്, നമുക്ക് നമ്മളിത് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്, നമുക്ക് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലേ. ഓക്കെ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് എന്ത് ചെയ്യണത്, നമ്മുടെ ഈ പറയുന്ന മിൽക്കിനെ എന്തായി കൺവേർട്ട് ചെയ്യുന്നത്, കേർഡോ അല്ലെങ്കിൽ ഫെർമെന്റഡ് മിൽക്കാക്കി കൺവേർട്ട് ചെയ്യുന്ന കേട്ടോ. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് പ്രോസസ് acid that produced by the lab means എന്താണ്, lactic acid bacteria that coagulate and partially digest the milk protein. അറിയാലോ ഏതാണ് മിൽക്ക് പ്രോട്ടീൻസ് കേസിന് അല്ലേ. ലാബ് ഇൻക്രീസസ് ദ വൈറ്റമിൻ B12 അല്ലേ. നോർമലി മിൽക്കിനേക്കാളും കുറേയും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്, അതായത് വൈറ്റമിൻസ് ന്യൂട്രിയൻസ് കൂടുതലുള്ളത് കേർഡിലാണ്. ബിക്കോസ് റീസൺ ഇത്രയേ ഉള്ളൂ, എന്താണ്, നമുക്ക് അവിടെ പ്രോട്ടീൻസ് നമ്മൾ എന്താക്കി മാറ്റി നമ്മൾ. So increases the vitamin B12 content along with other vitamins in the curd. അതായത് വൈറ്റമിൻ B12 ക്വാണ്ടിറ്റി എന്തായിരിക്കും, വളരെ കൂടുതലാണ് എവിടെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ കേർഡിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, നമ്മുടെ ഹ്യൂമൻ വെൽഫെയറിന് യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനോക്കുലം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കേർഡോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഫെർമെന്റഡ് മിൽക്കോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ഈ ക്വസ്റ്റിന് ആൻസർ വരുന്നത്. വേറെ ഒന്നുമില്ല മക്കളെ, നമ്മൾ പാലിനെ കേർഡാക്കി മാറ്റുക, ചീത്താക്കല്ല ഉദ്ദേശിച്ച്. കേർഡ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ ഫെർമെന്റഡ് മിൽക്ക് അല്ലെ, തൈര് എന്നൊക്കെ പറയട്ടെ നമ്മൾ കേട്ടോ. ഓക്കെ, അതാണ്. അപ്പോൾ അത് നോക്കി വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. സോ which of the following is the baker's yeast used in a fermentation? Saccharum barbae, Saccharomyces cerevisiae or Sonalica? സോണലിലേക്ക് നമുക്കറിയാം, അത് റൈസ് ഒക്കെ തന്നെയാണ്. നമുക്ക് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്, നമുക്ക് നമ്മുടെ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സാക്രോമൈസസ് സെർവീസിയ അല്ലേ. നമ്മുടെ ഈസ്റ്റ്, അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ ദോശയായാലും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫെർമെന്റേഷൻ വേണ്ടി നമ്മൾ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനാണ് നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആ ഈസ്റ്റ് ഏതാണ്, സാക്രോമൈസസ് സെർവീസിയ നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുന്നത്. സാക്രോമൈസസ് സെർവീസിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആണോ? സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു അത്. നമുക്ക് യെസ്, സെക്കൻഡ് ഓപ്ഷൻ ആണ്. കുക്കു ആരാണ് അറിയില്ല, കുക്കു ആരാണെന്ന് അറിയില്ല. കുക്കു കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, സാക്രോമൈസസ് സെർവീസിയ കേട്ടോ. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. നമ്മളുടെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ റോൾ ഓഫ് ഫ്ലോഗ്സ് ആൻഡ് അനറോബിക് സ്ലഡ്സ് ഡൈജസ്റ്റർ ഇൻ ദ സീവേജ് ട്രീറ്റ്മെന്റ്. ഫ്ലോഗ്സ് മക്കളെ ഫ്ലോസ് ആണ് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണേ. കുക്കു, ഗ്ലോറിയ ആണല്ലേ. ഗ്ലോറിയടാ ഹായ്, നോക്കട്ടെ അതിന്റെ ആൻസർ നോക്കാം നമുക്ക് കേട്ടോ. സീവേജ് ട്രീറ്റ്മെന്റ്. ഫ്ലോക്സ് കൺസ്യൂം മേജർ പാർട്ട് ഓഫ് ദ ഓർഗാനിക് മാറ്റർ കൺവേർട്ടിംഗ് ഇൻ ടു മൈക്രോബിയൽ ബയോമാസ് ആൻഡ് റിലീസ് എ ലോട്ട് ഓഫ് മിനറൽസ് അല്ലേ. അവിടെ ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യനിൽ എന്താണ് ഫ്ലോക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇട്ടിട്ട് ഫ്ലോസ് ഇട്ടാ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്ന് നോക്കിക്കോളണം, ക്ലിയർ ചെയ്തോളണം. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു അത്. ദെൻ അടുത്തത് എന്താണ് അവിടെ നോക്കേണ്ടത്? ഇറ്റ് റെഡ്യൂസസ് ദ BOD ബയോളജിക്കൽ ഓക്സിജൻ ഓഫ് സീവേജ് അല്ലേ. സീവേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എന്തായിരിക്കുള്ളൂ, അതിനകത്ത് ഓക്സിജൻ കണ്ടന്റ് വളരെ കുറവായിരിക്കുള്ളൂ. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഹയർ ആയിരിക്കുള്ളൂ. While anaerobic sludge digester, many aerobic bacteria are present which digest the organic masses during the digestion. Methane, carbon dioxide etc. are produced. അതായത് നമുക്ക് ഇന്നുണ്ട് നമ്മുടെ അനോറോബിക് സ്ലഡ് ഡൈജസ്റ്റർ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയൊക്കെ നമുക്ക് മീഥേൻ അല്ലേ. മീഥേൻ ഉണ്ടാവുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഡൈജഷൻ, അതായത് നമ്മുടെ സീവേജിനെ ട്രീറ്റ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന വേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്താക്കി മാറ്റുന്നത്, ബയോഗ്യാസ് ആക്കി മാറ്റുന്നത്. കാരണം ബയോഗ്യാസിന്റെ മേജർ കമ്പോണന്റ് ആണ് ഈ മീഥേൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഡ്യൂറിംഗ് ദ പ്രൈമറി ട്രീറ്റ്മെന്റ് ഓഫ് ഫേസ് ഓഫ് സീവേജ് കേട്ടോ. സീവേജിന്റെ സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്, ട്രീറ്റ്മെന്റ് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് നോക്കുക. ഫസ്റ്റ് വൺ എന്താണ്, പ്രൈമറി ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ് ഇൻവോൾവ് ദ ഫിസിക്കൽ റിമൂവൽ ഓഫ് ലാർജ് ആൻഡ് സ്മോൾ പാർട്ടിക്കിൾസ് ഫ്രം ദ സീവേജ് ത്രൂ ദ ഫിൽട്രേഷൻ. ഫസ്റ്റ് വേറെ ഒന്നുമല്ല, ഫിൽട്രേറ്റ് ചെയ്യുക. അതിനുശേഷം അതിനെ സെഡിമെന്റ് ചെയ്യുക. ഫിൽട്രേഷൻ നടത്തി അതിനുശേഷം നമ്മൾ എന്തിനാ സെഡിമെന്റേഷൻ നടത്തുക, അടിയൂറാൻ വേണ്ടി വെക്കുക. ഇതിനടുത്തത് ഫ്ലോട്ടിംഗ് ഡെബ്രീസ്. അതിനുശേഷം നിന്നുണ്ട് അത് ഫ്ലോട്ട് ചെയ്ത് വരുന്ന സംഭവമുണ്ട്. ഫ്ലോട്ട് ചെയ്യുന്ന വസ്തു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഭവത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള വേസ്റ്റ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഒരു വലിയ ടാങ്കിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സെറ്റിൽ ചെയ്യാൻ വെക്കുക. സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സെഡിമെന്റ് ചെയ്യും. അതിന് നമ്മൾ പറയുന്നവരാണ് പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ വെള്ളത്തെ മാറ്റി സെക്കൻഡറി ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ മാറ്റുക കേട്ടോ. ഓക്കെ, സോ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പോകുന്നത് സ്റ്റേറ്റ് ദ മെഡിസിനൽ വാല്യൂ ആൻഡ് ദ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ പെൻസിലിൻ നൊട്ടേറ്റം. അടുത്തത് പെൻസിലിൻ നൊട്ടേറ്റം ആൻഡ് മൊണസ്കസ് പെർപ്പറേസ് ആൻഡ് ട്രിക്കോഡേമ പോളിസ്പോറം. ഓക്കെ, സോ അതിന്റെ ആൻസറിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് വൺ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറേ തവണ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തോളണം മക്കളെല്ലാവരും, എന്ത് ചെയ്തോളണം, ഈ ഒരു ക്വസ്റ്റ്യൻസ് നോട്ട് വെച്ചോളണം കേട്ടോ. കുറച്ചധികം തവണ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ആൻസറിലേക്ക് പോകാം നമുക്ക്. മൈക്രോബ്സ് എന്താ, ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്, അതിന്റെ മെഡിസിനൽ വാല്യൂ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നോക്കിയേ, മൈക്രോബ്സ് എന്താണ്, നമ്മുടെ പെൻസിലിയം അല്ലേ, നമ്മുടെ പെനിസിലിയം. നോക്കിയേ, എന്താണ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്, എന്താണ് പെൻസിലിൻ അല്ലേ. മെഡിസിനൽ വാല്യൂ എന്താണ്, used as the antibiotic against many fungal and bacterial disease in the human and animals. നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിലും ആനിമൽസ് ബോഡിയിലും ഒക്കെ എന്തുണ്ട്, ആന്റിബയോട്ടിക്സ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അടുത്തത് എന്താ, മൊണസ്കസ് പെർപ്പറസ് എന്താണ്, സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് അല്ലേ. സ്റ്റാറ്റിൻ എന്തിനു യൂസ് ചെയ്ത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിൻ കേട്ടോ. എന്താ, യൂസ് ദ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് അല്ലേ. അതായത് നമുക്ക് എന്തുണ്ട്, നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. ഇറ്റ് acts by competitively inhibiting the enzymes responsible for the synthesis of cholesterol. കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ആക്ടിവിറ്റീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കേട്ടോ. ഇനി അടുത്തത് എന്താ, ട്രൈക്കോഡേമ പോളിസ്പോറം, അതായത് നമ്മുടെ സൈക്ലോസ്പോറിൻ എ ഉണ്ടാക്കുന്നതാണത്. സോ ഈ സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത് എന്നറിയോ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്. അതായത് നോർമലി നമുക്ക് എല്ലാവർക്കും ഹൈ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും അല്ലേ. അപ്പൊ ഏതെങ്കിലും ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂടുതലാണെങ്കിൽ അതൊരു സിവിയർ പ്രശ്നമായിട്ട് മാറും നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓർഗൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ
എന്താ സൈക്ലോസ്പോറിൻ എ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ബോഡിക്കകത്തുള്ള ഇമ്മ്യൂണിറ്റി കുറയുകയും പുറത്തുനിന്നുള്ള ഓർഗൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി ആ ഓർഗൻസിനെ അഡാപ്റ്റ് ചെയ്യുകയും ആക്സെപ്റ്റ് ചെയ്യുകയും എന്താ വോൺ പാർട്സ് ആക്കി അതിനെ മാറ്റം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ 6th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ നെക്സ്റ്റ് വൺ, the 3 microbes are listed below. Name the product produced by each one of them and mention their uses. അതിൽ നമുക്ക് വന്നിരിക്കുന്നത് ആസ്പെർജില്ലസ് നൈഗർ ആണ്, പിന്നെ ട്രൈക്കോഡെർമ പോളിസ്പോറം വീണ്ടും റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്, മൊണാസ്കസ് പ്യൂർപ്പുറസ്. സാറ് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ കൊടുക്കാനുള്ള കാര്യം എന്നറിയോ, നിങ്ങളത് മനസ്സിലാക്കണം. റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഞാനിവിടെ കിടന്നിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മഴ ഉണ്ടാവും ചിലവർക്ക്. പക്ഷേ ക്വസ്റ്റ്യൻസ് വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അപ്പോൾ നമുക്ക് ആകെ ആവശ്യമുള്ളത് ആസ്പെർജില്ലസ് നൈഗർ മാത്രമാണ്. ബാക്കി രണ്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ആസ്പെർജില്ലസ് നൈഗർ എന്താണ്, സിട്രിക് ആസിഡ് അല്ലേ, എന്താണ് സിട്രിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത് കേട്ടോ. ട്രിക്കോഡെർമ നമ്മൾ പറഞ്ഞു സൈക്ലോസ്പോറിൻ ആണ്. ഇനി മൊണാസ്കസ് ആണെങ്കിൽ സ്റ്റാറ്റിസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്തതിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Secondary treatment of the sewage is also called biological treatment അല്ലേ. Justify the statement and explain the process. Secondary treatment നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സീവേജിന്റെ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിൽ പ്രൈമറി ട്രീറ്റ്മെന്റ് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ദാറ്റ് മീൻസ് കുറച്ച് എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് നമ്മൾ പറയുന്നവരാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. സോ അത് നമുക്ക് എന്താണ് പ്രോസസ് നോക്കാം നമുക്ക്. ഓക്കെ, the secondary treatment of a sewage is also called biological treatment because in this treatment sewage is subjected to biodegradation. It means that it involves the participation of microorganisms. The process of secondary treatment involves the following steps. അതായത് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെ സെക്കൻഡറി സ്റ്റെപ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ബയോളജിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, സോ ഫസ്റ്റ് വൺ എന്തുണ്ട്, നമ്മുടെ പ്രൈമറി എഫ്ലുവൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഒരു മെക്കാനിക്കൽ അജിറ്റേഷനൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് എന്താക്കുക, എയർ നന്നായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലേ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനകത്തുള്ള ഓക്സിജൻ ക്വാണ്ടിറ്റി ഒക്കെ കുറവായിരിക്കുള്ളൂ. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, അത് എഫ്ലുവൻ്റ് അല്ലേ, അതായത് നമുക്ക് സീവേജ് ആയതുകൊണ്ട് നിറയെ എന്തായിരിക്കുള്ളൂ, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കുള്ളൂ. അതിനകത്തുള്ള ഓക്സിജൻ മൊത്തം അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്തുന്നുണ്ട് മൂന്നാമത്, when BOD of sewages get reduced it pass into the settling tank. The bacterial flow settle in the tank and the sediment is called activated sludge. അതായത് സെറ്റിൽ ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നവരാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയും. A small amount of activated sludge is pumped back into the aeration tank to serve as the inoculum. നമ്മൾ എല്ലായിടത്തും മാറ്റില്ല, കുറച്ച് നേരം അടുത്ത ടാങ്കിലേക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഒരു ഇനോക്കുലമായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു കേട്ടോ. പ്രോസസ്സ് ലീഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ നമ്മൾ പറയുന്നവരാണ് ഇനോക്കുലം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ കണ്ടില്ല, കണ്ടിന്യൂവേഷൻ ആണ്. The remaining major part of the sludge is pumped into the large tank called anaerobic. അടുത്ത ടാങ്കിലേക്ക്, അടുത്തൊരു വലിയൊരു ടാങ്ക് ഉണ്ടാകും, ആ ടാങ്കിലേക്ക് നമ്മൾ മാറ്റും ഫോർ ദ അതെന്താണ്, നമുക്ക് എയറേഷന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എനറോബിക് ആയിട്ടുള്ള ഓർഗാനിസംസ് അതിനകത്തുള്ളത്, അത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒരു എയർ കയറ്റാൻ വേണ്ടിയിട്ട്, അതായത് ആ ടാങ്കിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വലിയ വലിയ അജിറ്റേറ്റീവ് ഫാനുകൾ ഉണ്ടായിരിക്കും. ഈ ഫാൻ ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ട്, അതിനകത്തേക്ക് എയറിനെ ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സെറ്റിൽ ചെയ്യും ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ നടത്തും. സ്റ്റെറിലൈസേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ബോഡിയിലേക്കോ അല്ലെങ്കിൽ അടുത്ത പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും, വാട്ടർ പൊല്യൂഷൻ ഫ്രീ ആകും. വാട്ടർ എന്തായിട്ട് മാറും, നമുക്ക് പൊല്യൂഷൻ ഫ്രീ ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. സോ ഇത് സാർ വളരെ സ്പീഡിലാണ് പറഞ്ഞു പോയിക്കുന്നത് കേട്ടോ. സാറിന് തന്നെ അറിയാം വളരെ സ്പീഡിലാണെന്നുള്ള കാര്യം. പക്ഷെ നമുക്ക് സ്പീഡ് എടുക്കാതെ ഒരു രക്ഷയില്ല. ഇനിയും നമുക്ക് എന്തുണ്ട്, ഒരുപാട് സ്ലൈഡുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യുവർ അഡ്വൈസ് ഇസ് sought to improve the nitrogen content of the soil to be used the cultivation of the non-leguminous terrestrial crops. So first, recommended 2 microbes that can enrich the soil with nitrogen. മക്കളെ കമന്റ് ആയിട്ട് പോയിട്ട് ആൻസർ പോയിട്ട് വേഗം. Why do leguminous crops require such enrich of the soil? So എന്താണ്, നമുക്ക് നമുക്കറിയാം അല്ലെ, ലെഗുമിനസ് പ്ലാന്റ്സ് ആണ് നൈട്രോജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്.
സോ ഇവിടെ നമുക്ക് പറയുന്നത് റെക്കമെൻഡഡ് 2 മൈക്രോബ്സ് ദാറ്റ് ക്യാൻ എൻറിച്ച് ദ സോയിൽ വിത്ത് നൈട്രജൻ. നൈട്രജന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും മൈക്രോബ്സ് അല്ലേ. വൈ ഡു ലെഗുമിനസ് ക്രോപ്സ് require such enrichment of the soils? Okay, കുക്കു ഒരെണ്ണം കറക്റ്റ്, അസറ്റോബാക്ടർ കറക്റ്റ് ആണ്, ഇനി ഇമ്പോർട്ടൻ്റ്. സോ പവിത്ര ഓക്കെ സോറി കുക്കു. ഓക്കെ, സോ നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ്. സോ ആൻസർ നമുക്ക് ഇട്ടിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് നമുക്ക് അസോസ്പൈറിലം അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട് നൈട്രോജനസ്, യെസ് അസോസ്പൈറിലോ, അതുപോലെ തന്നെ അസറ്റോബാക്ടർ കേട്ടോ, അസറ്റോബാക്ടർ. ഓക്കെ, സോ ആൻസർ കറക്റ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ എന്താണ്? ദ ലെഗുമിനസ് പ്ലാന്റ്സ് ഹാവ് നോഡ്യൂൾസ്. നോഡ്യൂൾസ് മീൻസ് എന്താ പറയാ, ആ വേരിന്റെ റൂട്ടിന്റെ തുമ്പത്തായിട്ട് ചെറിയൊരു ബൾജ് ചെയ്ത ഭാഗമാണ് നോഡ്യൂൾസ് അല്ലേ. ഇൻ ദയർ റൂട്ട്സ്, these roots nodules are formed by the symbiotic association of rhizobium. We know that rhizobium helps to nitrogen fixation അല്ലേ. അസറ്റോബാക്ടർ റൈസോബിയം ബാക്ടീരിയ, അതൊരു സിംബയോസിസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്തായി കൺവേർട്ട് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നൈട്രജൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. സോ അത് നോട്ട് ചെയ്ത് വെച്ചോളം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കേടാ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവേണ്ട, ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് വൺ, സോ അതിന്റെ ആൻസറിന്റെ കണ്ടിന്യൂവേഷൻ ആണത്. ദിസ് ബാക്ടീരിയ ഫിക്സ്, സാർ പറഞ്ഞ കാര്യം നോട്ടായിട്ട് പറഞ്ഞേക്കേണ്ട. ദിസ് ബാക്ടീരിയ fix atmospheric nitrogen and convert into nitrogen forms. This organic form of nitrogen is used later by the plant's nutrients. Therefore, അതായത് ഈ പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. So it helps to increase the nitrogen enrichment of the soil. ഇനി നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഇല്ലെങ്കിലോ അപ്പോൾ എന്തുണ്ടാവില്ല? നൈട്രജൻ എൻറിച്ച്മെന്റ് ഉണ്ടാവില്ല. അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നൈട്രജൻ എൻറിച്ച്മെന്റ് ലീഡ് ചെയ്യുള്ളൂ കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം നമ്മൾ. Next question, how does the application of fungal genus Glomus, to the agriculture farms increase the farm output? ഇതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ച കാര്യത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പതുക്കെ ഒന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. മക്കളെ, നമ്മളിത് ആൻസറിലേക്ക് പോവുകയാണ്. ആൻസർ നോക്കുക. The application of this bacteria field increases the farm output by increasing yes കുക്കു, they have no negative impacts on animals or plants. Yes, correct ആണ് ഏകദേശം കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് ഏകദേശം. ഓക്കെ ആണ്, നോക്കാം. So by increasing the nutrients available to the crop, so glomus develop symbiotic association with the roots of plants is called mycorrhizas. Okay, symbiotic association ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it helps to increase the nitrogen fixation. That means എന്താ നമുക്ക് ഫെർട്ടിലൈസേഷൻ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല, നമുക്ക് ന്യൂട്രിയൻ റിച്ച് ആവുകയും സോ അവിടെ എന്തുണ്ടാവുകയും ചെയ്യുന്നത്, നമുക്കൊരു ബയോ ഫെർട്ടിലൈസേഷൻ പ്രോസസ് ലീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജസ് മാത്രമാണ്. അതായത് ഈ സിംബയോസിസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ദ മോർ ആൻഡ് മോർ അഡ്വാൻറ്റേജസ് ഡ്യൂറിങ് ദ കൾട്ടിവേഷൻ. അതായത് ആ കൾട്ടിവേഷൻ ടൈമിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ എൻറിച്ച്മെന്റ്, അതായത് ന്യൂട്രിയൻസിന്റെ എൻറിച്ച്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്കൊരു കാര്യമുണ്ട്. ഇത് പ്രോപ്പറായിട്ട് ഈ വേർഡ് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഓൺ വേർഡ്സിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വോമിറ്റ് ചെയ്ത് വെച്ചോളൂ. അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വോമിറ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക അവിടെ ആവശ്യമില്ല. എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ആ ബാക്ടീരിയാസിന്റെ പേര്, അസോസിയേഷന്റെ പേര്, ഇനി എന്താണോ അതിൻ്റെ പർപ്പസ്ഫുള്ളിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് മാത്രം അവിടെ വോമിറ്റ് ചെയ്യുക, അല്ലാതെ അനാവശ്യമായിട്ടുള്ള അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഒന്നും അവിടെ വോമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് വന്നിരിക്കുന്നത്, റെസിസ്റ്റന്റ് ടു റൂട്ട് ബോൺ പാത്തോജൻസ്. അതായത് റൂട്ട് ബോൺ പാത്തോജൻസ്. ഓക്കെ, റൂട്ട് ബോൺ പാത്തോജൻസ് നമുക്ക് ഒരു വിധത്തിൽ പരിധി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എന്തുണ്ടാവില്ല, നമുക്ക് റൂട്ട് വഴി നോർമലി ഓൾമോസ്റ്റ് മിക്ക ഡിസീസ് ഉണ്ടാകുന്ന റൂട്ട് ബോൺ ആണ്. ടോളറൻസ് ഓഫ് ദ സലൈനിറ്റി ഓഫ് ദ ഡ്രോട്ട്, അതായത് സലൈനിറ്റിയും ഡ്രോട്ടും, അതായത് ഓൾമോസ്റ്റ് ഇത് സർവേ ചെയ്ത് നമുക്ക് എന്താണ് സലൈനിറ്റി ആയിരിക്കണം. അത് ചിലത് എന്താ പറയുക, ഉപ്പ് വെള്ളം കൂടും, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലാന്റ്സിനോട് സർവേ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻക്രീസ് ദ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. ഓക്കെ, ക്യാച്ച് ചെയ്ത് വെച്ചോളണം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്.
How does the application of cyanobacteria helps to improve the agricultural output? Cyanobacteria പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം cyanobacteria എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ അനബിന നോൺ സ്റ്റേക്ക് ഓസിലേറ്ററി ഒക്കെയാണ് അല്ലേ. സോ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ നൈട്രജൻ ക്വാണ്ടിറ്റി ഓഫ് ദ സോയിൽ. That means cyanobacteria helps to nitrogen fixation അല്ലേ. Nitrogen fixation help ചെയ്യുന്നുണ്ട്. That means improve the agricultural practice. അഗ്രികൾച്ചർ പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യുക, ഓർഗാനിക് മാറ്ററിന്റെ ക്വാണ്ടിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് നമ്മളുടെ സയനോബാക്ടീരിയയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. സോ സാറ് ഇവിടെ ഒന്നും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ പഠിച്ചു വെച്ചോളണം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച് പച്ചവെള്ളം പോലെ ആക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് അല്ലേ. ഓക്കെ, സോ നമ്മൾ ഇതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുകയാണ് മക്കളെ. നെക്സ്റ്റ് വൺ ദ ഡയഗ്രാം. ഈ ഡയഗ്രാം കണ്ടിട്ടുണ്ട്, ഐഡന്റിഫൈ എ ബി ആൻഡ് സി അല്ലേ. ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഡയഗ്രാം എന്നുള്ളത്. ഇതും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. കാണുമ്പോൾ എന്തുണ്ട്, വളരെ സുഖമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ ഡയഗ്രാം കാണുമ്പോൾ നമ്മൾ എന്നറിയോ, ഈ ഡയഗ്രാം തന്നെ വേറൊരു ഡയഗ്രാമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണെന്ന് വിചാരിക്കരുത്. ഇതെന്താ നമുക്ക് നമ്മളുടെ ബയോഗ്യാസിന്റെ ഡയഗ്രാം ആണ് കേട്ടോ. അപ്പോൾ നോക്കി വെച്ചോളണം. ഓക്കെ, ആൻസർ നോക്കുക. എന്താ നമുക്ക് പറയുന്നത് ആൻസർ അല്ലേ. ദ സീക്വൻസ് ഓഫ് ഈവന്റ് ഒക്കറിംഗ് ഇൻ ദ ബയോഗ്യാസ് പ്ലാന്റ് ആസ് ദ ഫോളോസ്. അവിടെ ബയോഗ്യാസ് ആണ് ആൻസർ. എന്താണ് നമുക്ക് ആൻസർ? ഫസ്റ്റ് വൺ ബയോഗ്യാസിന്റെ ആണ്. ദ ബയോഗ്യാസ് പ്ലാന്റ് ടാങ്ക്സ് ഇസ് ഫെഡ് വിത്ത് സ്ലറി ഓഫ് ഡങ്. സ്ലറി മതി. സ്ലറി ഓഫ് ഡങ്ങോ നിർബന്ധം, കൗഡങ് തന്നെ നിർബന്ധമൊന്നുമില്ല നമുക്ക് കേട്ടോ. ഓക്കെ, നോക്കിയ അതിൽ നമുക്ക് അവിടെ a floating covers are placed on the slurry which is kept on the rising of the gas is produced in the tank due to the microbial activities അല്ലേ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് സാർ അത് അവിടെ കിടന്ന് കളിക്കുന്നില്ല. ഇനി നമുക്ക് അവിടെ പ്രോസസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മെത്തനോജൻസ് അല്ലേ. ഈ മെത്തനോജൻസ് ആണ് നമുക്ക് വളരെ പ്രശ്നക്കാരൻ. മെത്തനോ ബാക്ടീരിയ അല്ലേ. മെത്തനോ ബാക്ടീരിയസ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ കൗഡങ്ങിൽ ഓൾറെഡി നമ്മുടെ കാറ്റലിസിന്റെ ഇൻഡസ്ട്രിയിൽ പ്രസന്റ് ആയിട്ടുള്ള മെത്തനോജൻസ് എന്ന് പറയുന്നത് ബാക്ടീരിയ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, മീഥെയിൻസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബയോഗ്യാസിന് അകത്ത് കാണപ്പെടുന്നതാണ് എന്ത് പറയുന്നത്, മീഥെയിൻ എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ദ പ്ലാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, പ്ലാന്റ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടോളണം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഒന്നുകൂടെ സാർ പറയുന്നതാണ്, ദ പ്ലാന്റ് ഹാസ് എൻ ഔട്ട്ലെറ്റ് which is connected to the pipe supply of the biogas nearby the houses. നമുക്ക് നമ്മുടെ സ്റ്റൗവിനകത്തേക്ക് കണക്റ്റഡ് ആയിട്ടുള്ളൂ. The spent slurry is removed through the another outlet and used for the biofertilizer. നമുക്ക് അതിനുശേഷം, അതായത് ഗ്യാസ് ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്നതാണ് സ്ലറി എന്ന് പറയുന്നത്. സ്ലറി എന്താണ്, ഒരു സ്മെല്ലില്ല, അതിൽ ഓർഡർലെസ് ആയിരിക്കുള്ളൂ, സ്മെൽ ഉണ്ടാവില്ല അതിന്. അത് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബയോഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി അവിടെ നമുക്ക് എന്താണ് എയും ബിയും സി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എയും ബിയും സി നമുക്കറിയാം. എന്താണ് എന്ന് പറയുന്നത്, സ്ലഡ്ജ് ടാങ്ക് ആണ്. ബി എന്തായെന്ന് പറയുക, ഗ്യാസ് ഹോൾഡർ ആണ്. സി എന്താണ്, ഡങ്ക് വാട്ടർ ആണ്. യെസ്, കറക്റ്റ് ആണ്. ഗ്ലോറിയ കറക്റ്റ് ആയിരുന്നു ആൻസർ കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. സോ അടുത്ത ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് കേട്ടോ. സോ സാർ വീണ്ടും പറയാണ്, എന്താ പറയുക, നമ്മൾ രാത്രി ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഡീഹൈഡ്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. എന്താ പറയുക, നമുക്ക് എന്ത് ചെയ്യുക, പ്ലെന്റി ഓഫ് വാട്ടർ ഇസ് മസ്റ്റ്. സോ വെള്ളം കുടിക്കണമെന്നായിട്ട് കേട്ടോ. യെസ് മക്കളെ, ഓക്കെ നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. എടാ സാറ് കുറച്ച് നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മക്കളൊന്നും വിചാരിക്കല്ലേ, നിങ്ങൾക്കറിയാം എന്നുള്ള കാര്യം സാറിന് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് സാറിന് വേറെ സ്പീഡിൽ പോകുന്നത് കേട്ടോ. മറ്റേ ഡയലോഗ് പറയുന്ന പോലെ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സോ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. എടാ ആരുമില്ലേ, ആരുടെയും ഇതൊന്നും കാണുന്നില്ലല്ലോ. പോയോ നമ്മുടെ പിള്ളേരൊക്കെ പോയോ, +2 പിള്ളേരൊക്കെ പോയടാ. കമന്റ്സ് ഒന്നും വരുന്നില്ലല്ലോ. കുറച്ച് തീയും പുകയൊക്കെ പോരട്ടെ. സർ, ആർ യു ദ ശരത് സർ ബ്രദർ?
ആണ്, കാരണം ഓൾ ഇന്ത്യൻസ് ഐ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അങ്ങനെ നോക്കിയാണ് ശരത് സാറിന്റെ ബ്രദറാണ്. ഓക്കെ, നോക്കാം മക്കളെ, അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവേണ്ട. ശ്രേയ എപ്പോഴും 100 വോൾട്ടുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഓക്കെടാ, ഇതാ സാർ ഇതാ വീണ്ടും അടുത്ത ചാപ്റ്ററിലേക്ക് പോവേണ്ട. ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്. ആദേവിക. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാൻ. നമുക്ക് സമയം വളരെ കുറവാണ്, സ്ലൈഡുകൾ ഒരുപാട് നമുക്ക് കേട്ടോ. സമയം കുറവും സ്ലൈഡുകളുടെ എണ്ണം കൂടുതലാണ് നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകണം നമ്മൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ ചാപ്റ്റർ കേട്ടോ. വാട്ട് ഈസ് ദ സെൽ ദാറ്റ് റിസീവ് ദ റീകോംബിനന്റ് ജീൻ കോൾഡ്? ഒരു മണ്ടൻ ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരു 6 തവണ എഴുതാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മണ്ടൻ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ആൻസർ ചെയ്യാന്ന് പറയുന്നതും സുഖമാണ്. പക്ഷെ മിക്കവരും എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവാറില്ല. സോ ആൻസറിലേക്ക് പോയിക്കോളൂ കേട്ടോ. അത്രയേ ഉള്ളൂ. എന്താണ്? ഹോസ്റ്റൽ അല്ലേ? ഹോസ്റ്റൽ ഇസ് ദ സെൽ ദാറ്റ് റിസീവ് ദ റീകോംബിനന്റ് ജീൻസ്. ഇത്രയുള്ള ആൻസർ കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം നമ്മൾ. നെക്സ്റ്റ് വൺ, write the specific point of the palindrome ant bond that is cut by E. coli, അതായത് എസ്ക്രേഷ്യസ് കോളി RI അല്ലേ. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാലിൻഡ്രോമിക് സീക്വൻസ് എല്ലാവർക്കും അറിയാം അല്ലേ. പാലിൻഡ്രോമിക് സീക്വൻസ് എന്താണ്? നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും എഴുതി കഴിഞ്ഞാൽ ഒരുപോലെ വായിക്കണം അല്ലേ. അതാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. ഇപ്പൊ ഇൻ കേസ് ഓഫ് മലയാളം, നമ്മൾ മലയാളം എഴുതി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന MAL അല്ലേ മലയാളം, അത് റൈറ്റ് സൈഡിൽ നിന്ന് വായിച്ചാലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വായിച്ചാലും തന്നെ ആയിരിക്കും നമുക്ക് സെയിം തന്നെ ആയിരിക്കും. അതാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. അതുപോലെയാണ് നമ്മളുടെ എന്ന് പറഞ്ഞ ജെനറ്റിക് കോഡും വരേണ്ടത് അല്ലേ, പാലിൻഡ്രോമിക് സീക്വൻസ് അല്ലേ. ഓക്കെ, പാലിൻഡ്രോമിക് സീക്വൻസ് വരുന്നുണ്ട്. സോ ആൻസറിലേക്ക് പോകേണ്ട, ഞാൻ അവിടെ ഒന്നും കളയുന്നില്ല. അതെ, ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അല്ലേ. യെസ്, ആൻസർ വന്നിട്ടുണ്ട്. ഗ്ലോറി ആൻസർ അയച്ചിട്ടുണ്ട്. GAATTC. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഇക്കോറി. സോ ദിസ് ഈസ് നോൺ ആസ് എ റെസ്ട്രിക്ഷൻ സൈറ്റ് അല്ലേ. അവിടെ നമുക്ക് നിന്നുണ്ട് അത് എവിടെയാണോ അത് കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്ന റീജിയൻ നമ്മൾ പറയുന്നവരാണ് റെസ്ട്രിക്ഷൻ കട്ട്. കട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മോളിക്കുലർ സിസ്റ്റേഴ്സ് നമ്മൾ പറയുന്നവരാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയും. ആ മോളിക്കുലർ സിസ്റ്റേഴ്സിന്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെടാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മൾ. നെക്സ്റ്റ് വൺ, സജസ്റ്റ് എ ടെക്നിക്സ് ടു റിസർച്ച് who need separate fragment to researchers who need to separate DNA fragment of suggest a technique to researchers who needs to separate fragment of DNA. Okay, or mention the use of gel electrophoresis by technology experiment. അതായത് ജെൽ ഇലക്ട്രോഫോറസ് അല്ലേ, നമുക്കറിയാം DNA ഫ്രാഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നോളജി, അതിന് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ജെൽ ഇലക്ട്രോഫോറോസിസ് അല്ലേ. അതായത് ഒരു കളർ വെച്ചുകൊണ്ടും പിന്നെ ആനോഡിക് കാഥോഡിക് റീജിയൻ വെച്ചുകൊണ്ടും, അതായത് കളർ വെച്ചുകൊണ്ടും കാഥോഡിക് ആനോഡിക് റീജിയനെ ബേസ് ചെയ്തുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, DNA ഫ്രാഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ DNA ഫ്രാഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജെൽ ഇലക്ട്രോഫോറോസിസ് നമ്മൾ പറയുന്നത് അല്ലേ. ഓക്കെ, സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻസറിലേക്ക് വരാം. ജെൽ ഇലക്ട്രോഫോറോസിസ് എന്താ പറയുന്നത്, നമ്മുടെ ജെൽ ഇലക്ട്രോഫോറോസിസ് ഈസ് യൂസ് ടു സെപ്പറേറ്റ്. മക്കളെ അതിലേക്ക് നോക്കിക്കൊള്ളാം. Last one, gel electrophoresis is used to separate the fragment of DNA that we are cut by restriction endonuclease. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്തിരിക്കുന്ന DNA നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനെ കട്ട് ചെയ്യാറുണ്ട് അല്ലേ. കട്ട് ചെയ്യുന്നത് ആരുപയോഗിച്ച് കട്ട് ചെയ്യുന്നത്, നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു മോളിക്കുലർ സിസേഴ്സ് ഉണ്ട്. ആ മോളിക്കുലർ സിസേഴ്സ് നമ്മൾ പറയുന്നവരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലേ. സോ അതാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. പഠിച്ചു വെച്ചോളണം കേട്ടോ. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും MCQ ആയിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാൻ പോണത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് write any four ways used to introduce a desired DNA segment into bacterial cells in the recombinant DNA technology experiment കേട്ടോ. സോ ആൻസറിലേക്ക് വരാൻ നമുക്ക് ഏതൊക്കെയാണ് ആൻസർ പറയുന്നത് നമുക്ക്. സോ വേ ടു ഇൻട്രൊഡ്യൂസ് ഡിസൈർഡ് DNA into bacterial cells are, എന്തൊക്കെ മെത്തേഡിലൂടെ നമ്മൾ ചെയ്യാറ്, മൈക്രോ ഇഞ്ചക്ഷൻ അല്ലേ. നമ്മൾ മൈക്രോ ഇഞ്ചക്ഷൻ മുഖേന എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഹോസ്റ്റിനകത്തേക്ക് ചെയ്യാറുണ്ട്. എന്താ പറയാ, അതുപോലെ ഡിസാം പാത്തോജൻസ് വെക്ടേഴ്സ്, ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് ഹോസ്റ്റ് സെൽ ബൈ ബൈവാലന്റ് കോഷൻസ് സച്ച് ആസ് കാൽഷ്യം, പിന്നെ ബയോളിസ്റ്റിക് ഓർ ജീൻ ഗൺ അല്ലേ.
അതായത് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് മൈക്രോ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ ബയോളിസ്റ്റിക് ഓർ ജീൻ ഗൺ ഉപയോഗിച്ച് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഹീറ്റ് ഷോക്ക്. ഓക്കെ 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 കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. മെൻഷൻ ദ യൂസ് ഓഫ് ക്ലോണിംഗ് വെക്ടർ ഇൻ ബയോടെക്നോളജി. മെൻഷൻ യൂസ് ഓഫ് ക്ലോണിംഗ് വെക്ടർ ഇൻ ബയോടെക്നോളജി. മക്കൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും സ്കിപ്പ് ചെയ്യല്ലേ. നോക്കുക, യൂസ് ഓഫ് ക്ലോണിംഗ് വെക്ടർ ഇൻ ബയോടെക്നോളജി. അതിലെന്താ പറയുന്നത്? ഹെൽപ്സ് ഇൻ ലിങ്ക് ദ ഫോറിൻ ഓർ അലൈൻ DNA വിത്ത് ദ ഹോസ്റ്റ് DNA. അതായത് എന്താ പറയുക, ക്ലോണിംഗ് വെക്ടർ എന്തിനാണ് നമ്മൾ ഹോസ്റ്റ് ബോഡിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടല്ലേ. അതായത് ഒന്നില്ലെങ്കിൽ ഫോറിൻ DNA ഓർ അലൈൻ DNA. മീൻസ് ഫോറിൻ DNA എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് അറിയാത്തത്, ബോഡി മീൻസ് ബോഡിക്ക് ഹാവ് നോ ഐഡിയ അബൌട്ട് ദ തിങ്സ്, അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഫോറിൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത ഹെൽപ്സ് ഇൻ ദ സെലക്ഷൻ ഓഫ് റീകോമ്പിനന്റ് ഫ്രം ദ നോൺ റീകോമ്പിനന്റ്. ഹെൽപ്സ് ഇൻ ദ സെലക്ഷൻ ഓഫ് ദ റീകോമ്പിനന്റ് ഫ്രം ദ നോൺ റീകോമ്പിനന്റ്. ദിസ് ഇസ് ദ യൂസസ് ഓഫ് ക്ലോണിംഗ് വെക്ടർ. ഇതാണ് നമ്മുടെ ക്ലോണിംഗ് വെക്ടറിന്റെ യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 യൂസസ് മാത്രം പഠിച്ചു, കുറേ യൂസസ് ഉണ്ട്. 2 യൂസസ് എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സോ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് B galactosidase enzyme is considered as the vector selective markers. Justify the statement. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സയൻസ് നോക്കുക. ക്ലോണിംഗ് ഓഫ് സീക്വൻസസ്. ക്ലോണിംഗ് സീക്വൻസസ് ബീറ്റ ഗാലക്ടോസിഡേസ്. മക്കളെ അവിടെ പി അല്ല കേട്ടോ, ബി ആണ്. ബീറ്റ ഗാലക്ടോസിഡേസ് is the vector marker. As the recombinants and non-recombinants are differentiated on the basis of ability to produce color in the presence of chromogenic substance. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്രോമാറ്റോഗ്രാഫി മീൻസ് എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഇലക്ട്രോഫോറോസിസ് എന്ന് പറയില്ലേ. ആ ഇലക്ട്രോഫോറോസിസിൽ നമ്മൾ കളറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. വൈൽ ദ സെലക്ഷൻ ഓഫ് റീകോമ്പിനന്റ് ഡ്യൂ ടു ദ ഇനാക്ടിവേഷൻ ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഈസ് എ time taking process to grow the simultaneous and 2 antibiotics containing media. അതായത് നമ്മൾ നമ്മളെപ്പോഴും എന്തുണ്ട്, അവിടെ നമ്മൾ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ വെക്ടർ മാർക്കർ യൂസ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻറ്റും അതായത് റെസിസ്റ്റൻസ് ജീൻസ് ആണ് നമ്മൾ എന്ത് പറയുക കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഫോർ ദ പ്രോസസ് ഓഫ് എന്താ പറയുക മേക്കിംഗ് നമ്മളുടെ ക്ലോണിങ് കേട്ടോ, ആ ക്ലോണിങ് പ്രോസസ്സിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഞാൻ ഒരുപാട് നേരം എക്സ്പ്ലെയിൻ ചെയ്ത് സമയങ്ങളായില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിംപ്ലസ്റ്റ് പ്രോസസ് ആണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ് സിംപ്ലസ്റ്റ് ആണെങ്കിൽ കുറേ എക്സ്പ്ലനേഷൻ അവിടെ വേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാർ വേഗം പറഞ്ഞു പോകണം കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ഈക്കോ ആർ. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ. ഇത് വീണ്ടും സാർ ഇടാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സാർ വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് സാർ എന്തുണ്ടോ സ്കിപ്പ് ചെയ്ത് കളയാണ്. അതിൽ എന്താ പറയുക, ഹൗ ഡസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഫങ്ഷൻസ്, അത് മാത്രം ഒന്ന് നമുക്ക് നോക്കാം. Okay, restriction endonuclease functions by inspecting the length of DNA sequence and then binding the specific recognition sequence and cutting the strand at a sugar phosphate backbone. These nucleases are 2 types of depending on their mode. അതായത് വേറെ ഒന്നുമില്ല, restriction endonuclease എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it helps to cut the desirable character from the genes. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈറബിൾ ക്യാരക്ടേഴ്സിനെ കട്ട് ചെയ്യാനായിട്ട്, അതായത് എന്താ പറയുക, നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ജീനിൽ നിന്ന് അല്ലെങ്കിൽ DNA-യിൽ നിന്ന് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഓക്കേടാ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് പോവുകയാണ്. സോ നെക്സ്റ്റ് വൺ, ഹൗ വാസ് ദ സ്റ്റിക്കി എൻഡ് ഫോം ഓൺ DNA strand, why are they called so? സോ ആൻസറിലേക്ക് വരാൻ നമുക്ക് കുറച്ച് അധികം ഉണ്ട്. ആൻസർ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. സ്റ്റിക്കി എൻഡ് ഓൺ DNA ആർ ഫോം ബൈ ദ ആക്ഷൻ ഓഫ് എൻസൈംസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്താണ്. സ്റ്റിക്കി എൻഡ് എന്താണ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആണ്. ദിസ് എൻസൈംസ് കട്ട് ദ സ്ട്രാൻഡ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്താണ്, ഹെൽപ്സ് ടു കട്ട് ദ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഫ്രം ദ specific selected parts അല്ലേ. DNA a little way from the center of palindromes. അതായത് എന്താ പറയുക, നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്തിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റണം അല്ലേ. സീക്വൻസസ് ദ സെയിം ടു ബേസ് ഓൺ ദ ബോത്ത് സ്ട്രാൻഡ്. ദിസ് റിസൾട്ട് ദ സിംഗിൾ സ്ട്രാൻഡഡ് സ്ട്രെച്ചസ് ഓൺ ദ ബോത്ത് ദ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് അറ്റ് their end. Thus overhanging stretches are called sticky end and the form of hydrogen bond with the complementary base pair sequences. അതായത്
ഒന്നിന് കൂടെ മറ്റൊന്നുണ്ടായിരിക്കും കൂടെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ സാധനം. കാരണം എന്താണ്, അത് പാലൻഡ്രോമിക് സീക്വൻസസ് ആണ്. കൂടെ ചേർക്കുന്ന ആരാണ്, നമുക്ക് ഹൈഡ്രജൻ ബോണ്ട് ആണ്. സോ ഇറ്റ് ഇസ് കോമൺലി നോൺ ആസ് സ്റ്റിക്ക് എൻഡ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റിക്ക് എൻഡ് നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് വൺ, why are molecular scissors called so? Right, they are used in biotechnology. പഠിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അല്ലേ. എന്താ molecular scissors എന്ന് പറയുന്നത്, എന്താണ്, നമുക്ക് DNA മീൻസ് എന്താ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. സോ ഇറ്റ് ഹെൽപ്സ് ടു കട്ട് ദ ഡിസൈറബിൾ ജീൻ അല്ലേ, ഡിസൈറബിൾ പാർട്ടിക്കിൾസ് ഫ്രം ദ സെലക്ടഡ് ജീൻസ്. സെലക്ടഡ് ജീൻസ്, നമ്മൾ എന്താണോ സെലക്ടഡ് ജീൻസ്, അതിൽ നിന്ന് നമുക്ക് എന്താണ്, ഡിസൈറബിൾ ആയിട്ടുള്ളതിനെ കട്ട് ചെയ്തെടുക്കുന്ന മൈക്രോ സിസേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് നമ്മളുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് എന്ന് പറയുന്ന കേട്ടോ. അപ്പൊ അതും എന്ത് ചെയ്തോളണം, ഓടിച്ച് വായിച്ച് പഠിച്ചു പോക്കോളണം കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അടുത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് വൺ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം കേട്ടോ. സ്റ്റഡി ദ ഡയഗ്രാം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ why have DNA fragment in a band D move further away in the composition of this in band C? Identify anode end of the diagram. How are the DNA fragment visualized? Okay, answer like vara namakku. In band D, DNA fragment are smaller than those of the band C. Alle the fragment separate according to the size and depending നമ്മൾ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത് by the process of a gel electrophoresis. B is anode and in the diagram and DNA fragment are moved towards this end അല്ലേ. ആനോഡിലേക്കാണ് എന്ത് മൂവ് ചെയ്യുന്നത്, നമുക്ക് DNA fragment മൂവ് ചെയ്തു. Gel contain DNA fragment and stand with the എതിഡിയം ബ്രോമൈഡ്. നമുക്ക് കളർ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെയിൻ ആണ് എതിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ, എതിഡിയം ബ്രോമൈഡ്. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ എക്സ്പാൻഡ് ബാക്ക് ആൻഡ് യാക്ക്. മക്കളെ ഇതൊരു 4 times or 6 times അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് കേട്ടോ, പഠിച്ചു വെച്ചോളണം. ബാക്ക് എന്താണ്, ബാക്കിൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോംസ് ആണ്. യാക്ക് എന്താണ്, നമുക്ക് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോംസ് ആണ് കേട്ടോ. ഇതെന്താ, രണ്ടും വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടും എന്തായിട്ട് യൂസ് ചെയ്യുന്നതാണ്, വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പഠിച്ചു വെച്ചോളണം. അതായത് ക്ലോണിങ് ടൈമിൽ എന്തുണ്ട്, നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെക്ടർ ആണ് ആയിരുന്നു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിലെ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോംസും യാക്ക് എന്താ ഈസ്റ്റും ആർട്ടിഫിഷ്യൽ ക്രോമോസോംസ് എന്താ ആക്ട് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു വെക്ടറായിട്ട്, ക്ലോണിങ് വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ MCQലും ചോദിക്കാറുണ്ട്. ഓക്കെ, ബാക്കും യാക്കും MCQലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. So mention the importance of gel electrophoresis in a biotechnology. Explain the process of the techniques. Already നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ജെൽ ഇലക്ട്രോഫോറോസിസ്. അവിടെ സാറ് എന്തെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാണ്. എന്താ പറയുക, DNA ഫ്രാഗ്മെന്റ് അല്ലേ, സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി. നേരത്തെ ഡയഗ്രാം കണ്ടില്ലേ, ആ ഡയഗ്രത്തിൽ കാണപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അതുകൊണ്ട് ഇത് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് കാണിക്കാനുള്ള കാരണം ആ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അതുകൊണ്ടാണ് സാർ വേണ്ടത് എടുത്ത് കാണിച്ചത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ, give reason why DNA cannot pass into the host cell through the cell membrane. DNA cannot pass into the host cell through the cell membrane. അടുത്തത് proteases, protein digesting enzymes and proteases are added during the isolation of DNA for genetic engineering. ഇപ്പോൾ തന്നെ ആൻസർ കിട്ടിയല്ലേ നിങ്ങൾക്ക് അല്ലേ. സിംഗിൾ ക്ലോണിംഗ് സൈറ്റ് is preferred in the vector. സോ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ്. Hydrophobic molecules can diffuse through the lipid bilayer, the plasma membrane, and not hydrophilic molecules. DNA being hydrophilic with the sugar phosphate backbone cannot pass through the cell membrane. So അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡിലേക്ക് വരാൻ നമുക്ക് പ്രോട്ടീസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ് ആണ് ആൻസർ എന്ന് പറയുന്നത്. So next third answer, single cloning sites are preferred as the cloning of a sequence at more than one recognition site within the vector would generate several fragment leading complication in gene cloning. അതാണ് നമ്മളുടെ സീഡ് ആൻസർ എന്ന് പറയുന്നത്. സീഡ് ക്വസ്റ്റ്യൻ നോക്കി എന്താ സി ക്വസ്റ്റ്യൻസ്, സിംഗിൾ ക്ലോണിംഗ് സൈറ്റ് ഇസ് പ്രിഫേർഡ് ഇൻ ദ വെക്ടർ. അതായത് എന്താ പറയുക, മൾട്ടിപ്പിൾ ക്ലോണിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ക്ലോണിംഗ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ്, describe the formation of recombinant DNA by the action of E. coli. Then prepare the flowchart information of the recombinant DNA by the action of restriction endonuclease. അതായത് സ്ട്രക്ചർ ആ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ പറയുന്നത് isolation DNA from the cell. Then cut the
cut with the helps of a vector, അതായത് eco RI, then generation of sticky end, then some mechanism is done with plasmid DNA, then അടുത്ത എന്താണ് join together with DNA ligases, formation of recombinant DNA ട്ടാ. So ഇതൊക്കെ important ആണ്, പഠിച്ചു വെച്ചോളണം. So next one, then the organism in which the vector shown is inserted to get a copies of the desired genes. Mention the area of label in the vector responsible in the controlling the copy numbers of inserted genes. Then third one, name and explain the role of the selectable marker in the vector shown. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രവും ആ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളാം. ഡയറക്റ്റഡ് ആൻസറിലേക്ക് പോവുകയാണ് നമ്മൾ. സോ എസ്ക്രേഷ്യസ് കോളി ആണ്. Or is a vector responsible for the controlling of the copy number of the inserted genes. So അടുത്ത നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ്. അത് ഓൾറെഡി നമ്മൾ എന്താണ് ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് പോയതാണ്. അതുകൊണ്ട് സാറ് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റിലേക്ക് പോവാണ്. ഡിസ്ക്രൈബ് ദ റോൾസ്, ഹൈ ടെമ്പറേച്ചർ, പ്രൈമേഴ്സ് ആൻഡ് ബാക്ടീരിയം. Thermus aquaticus is a carry the process of the polymerase chain reaction. നോക്കിയേ, അതിൽ നമുക്ക് റോൾ ഓഫ് ഹീറ്റ് ആൻഡ് PCR അല്ലേ, polymerase chain reactions in vitro. The DNA strands are separated by heating. Temperature must ആണ് 95 degrees Celsius ആണ് for the 2 minutes. Heating causing the breakage of a hydrogen bond. അതായത് നമ്മൾ എന്താണ് അവിടെ ഹൈ ടെമ്പറേച്ചർ കൊടുക്കാൻ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അൺബൈൻഡിങ് നടക്കുള്ളൂ കേട്ടോ. ഓക്കെ, സോ ബാക്കി രണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത കാര്യമുണ്ട്. അത് സാർ പതുക്കെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് വുഡ് സജസ്റ്റ് ദ അണ്ടർടേക്കിംഗ് ഒബ്റ്റെയിൻ ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് അത് സാർ എന്ത് ചെയ്യുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ലേബിൾ ചെയ്ത് മീൻസ് എന്താ പറയുക ഫ്ലോ ചാർട്ട് പോലെ പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് സാർ ഒന്നും കൂടെ അത് സ്ലൈഡാക്കി തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ചാപ്റ്റർ ഫിനിഷ്ഡ് ആണ് ഓൾറെഡി. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യണം. നമ്മുടെ സമയം വളരെ കുറവാണ്, നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഫാസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് പോവാം. എങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. മക്കളെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ആൻ alien species inversion considered as one of the cause of biodiversity loss? Support your answer with the help of an example. Or alien species inversion is one of the cause of biodiversity loss. Explain with the help of an example. അതേ സെയിം ക്വസ്റ്റ്യൻ വേറെ ടൈപ്പ് വന്നിട്ടുണ്ട്. With the help of an example, explain how alien species inversion cause biodiversity loss. അല്ലേ, അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ക്വസ്റ്റ്യൻ തന്നെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കുറേ പ്രാവശ്യം സാർ ഇട്ടിട്ടുണ്ട്. ആൻസറിലേക്ക് പോകും. നമ്മൾ പുതിയൊരു സ്പീഷ്യസിനെ അവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സംഭവിക്കും, നമുക്ക് അവിടെ കോമ്പറ്റീഷൻ കൂടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഡിജിനിയസ് സ്പീഷ്യസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പ്ലേസിലേക്ക് പുതിയൊരു സ്പീഷ്യസ് വന്നു കഴിയുമ്പോൾ അവർക്ക് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പീഷ്യസിനെ ഇല്ലാതാക്കുകയും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ സർവൈവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് റീസൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Substitute with the help of one example that in an ecosystem mutualist, okay, നോക്കുക, tends to co-evolve and are also one of the major causes of biodiversity loss. So അതിൽ നമുക്ക് എന്ത് പറയാം, അതിൽ നമ്മുടെ mutualist is a co-evolve such as the Mediterranean orchid office employs sexual design to get pollinated by the species of the bee. അതായത് നമ്മൾ ഇതെന്നറിയാം, നമുക്ക് എന്താ പറയുക, അത് നമ്മുടെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഉണ്ടാകും. അപ്പോൾ അത് നോക്കി വെച്ചോളാം നിങ്ങൾ. കളർ പാറ്റേൺസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, സ്ലൈറ്റിൽ എന്തുണ്ട്, പോളിനേഷൻ ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലവറിൻ്റെ കളറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പോളിനേഷന് എഫക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ അതുപോലെ തന്നെ കോ എക്സ്റ്റൻഷൻ ഓഫ് ദ വെൽ ക്വാർട്ടേഴ്സ് ഇൻ ദ ഓർഗാനിസം ബയോ. അതായത് ഇത് രണ്ടും കേസ് സ്റ്റഡി ആണ് കേട്ടോ. രണ്ട് കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തോളണം, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. ഓക്കെ, സോ നെക്സ്റ്റിലേക്ക് പോവുകയാണ്. ഐഡന്റിഫൈ the areas labeled 1, 2, 3 and 4 in the pie chart given below representing the biodiversity of the plants, showing their proportions of number of the species of the
മേജർ ടാക്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവും ആൻജിയോസ്പേംസ് ഫേൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആൻസറിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അവിടെ എന്താ നമുക്ക് ലൈക്കൻസ്, ആൽഗെ, ഫംഗൈസ്, മോസസ് അല്ലേ. ആ ഡയഗ്രാം നോക്കി വെച്ചോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ആണത്. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. Mention the kind of biodiversity of more than 1,000 varieties of mongoose in India represent. How is it possible? So it is diverse variety of mongoose in India represent genetic diversity അല്ലേ. genetic diversity ആണ്. It occurs because India lies within the tropical latitudes where the environmental conditions of the predictable also more solar energy is available which is lead to higher productivity. അതായത് ജിയോഗ്രഫിക്കൽ പൊസിഷനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജിയോഗ്രഫിക്കൽ പൊസിഷൻ, ആ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെയാണെന്ന് പറയുന്നത് ഇത്ര വെറൈറ്റി ഓഫ് ആനിമൽസ്, ഇത്ര വെറൈറ്റി ഓഫ് മംഗൂസ് പ്രസന്റ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റിലേക്ക് പോവാണ്. ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ദാറ്റ് മേക്ക് ദ സ്റ്റേബിൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. സോ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താ ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റേബിൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ഷോ മച്ച് വേരിയേഷൻ ഇൻ ദ പ്രൊഡക്റ്റീവ് ഫ്രം ഇയർ ടു ഇയർ. അടുത്ത എന്താ പറയുക, ഇറ്റ് ഷുഡ് ബി റെസിസ്റ്റൻസ് ഓർ റെസിലൻസ് ടു ദ ഒക്കേഷണൽ ഡിസ്റ്റർബൻസ് ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ഒന്നും ആരെയും ബാധിക്കരുത്, അങ്ങനെയുള്ളവർ മാത്രമേ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ബി റെസിസ്റ്റൻറ്റ് ദ ഇൻവേർഷൻ ഓഫ് ദ എലിയൻ സ്പീഷീസ്. ആര് വന്നാലും എന്ത് ചെയ്തോളണം, അവരെ അഗെയിൻസ്റ്റ് ആയിട്ട് സർവേ ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി വേണം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. Explain any two most important level of biological organization showing the biodiversity with the help of an example each. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസ്, explain the level of biodiversity at a genetic or specific and ecological levels with the helps of one example each. So ആൻസറിലേക്ക് വന്ന് നമുക്ക് അല്ലേ, ജെനറ്റിക് ഡൈവേഴ്സിറ്റി, എ സിംഗിൾ സ്പീഷീസ് ഓർ ഡൈവേഴ്സിറ്റി അറ്റ് ദ ജെനറ്റിക് ലെവൽ ഓർ ദ ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച്. ഫോർ എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ, ജെനറ്റിക് വേരിയേഷൻ ബൈ ദ പ്ലാന്റ്. അതായത് നമ്മൾ ഓരോ സ്പെസിഫിക് റീജിയൻസ് എടുത്തിട്ട് ആ റീജിയൻസിലുള്ള എന്താ പറയുക പ്ലാന്റ്സ് ഡൈവേഴ്സിറ്റി ഒക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എന്താ പറയുക ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് പഠിച്ചോളം ആ റീജിയൻസ് കേട്ടോ. അത് കമ്പയർ ചെയ്യാൻ വേണം, ടെക്സ്റ്റ് ബുക്കിലെ റീജിയൻസ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കേട്ടോ. ഓക്കെ, അതായത് നമുക്ക് അവിടെ ഗ്രോത്ത് വരികയും ആ ഗ്രോത്തുകൾ തമ്മിലുള്ള എന്താ പറയുക നമുക്ക് അവിടെ പ്രിഡേഷൻസ്, പാരസൈറ്റിസം, മ്യൂച്വലിസം അതൊക്കെ ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ച് വിട്ടോളാം മക്കളെല്ലാവരും കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ 7th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ഇന്ത്യ ദ ഗ്രേറ്റർ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ദാൻ നോർവേ. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? ഗിവ് റീസൺ ഇൻ സപ്പോർട്ട് ഫോർ യുവർ ആൻസർ. Write the difference between genetic biodiversity and species biodiversity that exists at all level of biological organization. സോ ഇത് നമ്മുടെ കേസ് സ്റ്റഡി പോലത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അതിൽ നമ്മൾ ഓരോ സോണും നമ്മുടെ സോണിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ സോണിൻ്റെ അതും നമ്മൾ എന്ത് ചെയ്തോളണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്, അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇന്ത്യ ഇസ് വൺ ഓഫ് ദ 12 മെഗാ ഡൈവേഴ്സിറ്റി റീജിയൻസ് അല്ലേ. എടുക്കുന്നത് 8.1% ഓഫ് ദ ജെനറ്റിക് റിസോഴ്സസ് ഓഫ് ദ വേൾഡ്. Okay, since India is a place, a tropical part of would each exhibit more species diversity than the regions of temperature zones അല്ലേ. നമ്മുടെ ഒരു പ്രത്യേകത നമുക്ക് നമ്മൾ മോഡറേറ്റ്ലി ടെമ്പറേച്ചർ റീജിയൻസ് ആണല്ലോ നമുക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡൈവേഴ്സിറ്റി റിച്ച് ആയിരിക്കുള്ളൂ. ഒരുപാട് തണുപ്പോ അല്ലെങ്കിൽ ഒരുപാട് ചൂടോ നമുക്ക് എന്ത് ചെയ്തിട്ട് ഒരു മോഡറേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എപ്പോഴും ഒരു ഇന്റർമീഡിയറ്റ് എന്ന് പറയാൻ പറ്റും നമുക്ക് കേട്ടോ. In India, that much is a land area in the tropical latitude. Okay, so it's a more than 12,000 species of birds. Greenland, Norway is away from the tropics, so it exhibits less biodiversity. This is a region. This is the reason for the biodiversity. That much more biodiversity than the other region. So next ആയിട്ട് ഇതൊന്ന് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് വൺ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ജെനറ്റിക് ആൻഡ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ജെനറ്റിക് ഡൈവേഴ്സിറ്റിയും സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി തമ്മിൽ ഡിഫറൻസ് കേട്ടോ. നോക്കിയേ, എന്താ ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? ജെനറ്റിക് ഡൈവേഴ്സിറ്റി വരുമ്പോൾ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് ജീൻസ് ആൻഡ് ദെയർ അലീൽസ് ഫൗണ്ട് ഇൻ ദ ഓർഗാനിസം. ഓക്കെ, അതായത് അവരുടെ ബോഡിയിൽ കാണപ്പെടുന്ന ജീൻസ് അല്ലെങ്കിൽ പെയർ ഓഫ് ജീൻസ് അല്ലേ, അതാണ് പറയണത്. എന്നാൽ നമ്മുടെ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റിയോ നമ്പർ ഓഫ് സ്പീഷ്യസ് ആണ് കേട്ടോ. അതായത് ഒരു റീജിയനിൽ കാണപ്പെടുന്ന നമ്പർ ഓഫ് ഓർഗാനിസം, നമ്പർ ഓഫ് ആനിമൽസ്, നമ്പർ ഓഫ് പ്ലാന്റ്സിന്റെ സ്പീഷ്യസ്. ഓക്കെ, ഇറ്റ് ഇസ് എ ട്രേറ്റ് ഓഫ് എ സ്പീഷ്യസ്, അതായത് സ്പീഷ്യസിന്റെ ക്യാരക്ടേഴ്സ് ആണ്. എന്നാലോ ഇറ്റ്സ് എ ട്രേറ്റ് ഓഫ് കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വഭാവമാണ് അത് വരെ കേട്ടോ. ഇറ്റ്
It influences basic adaptability and distribution of the species in the diverse habitat. അതേ സ്ഥാനത്ത് it influences the interaction and stability of the community. അതായത് ഇന്ററാക്ഷൻ ആയിരിക്കുള്ളൂ. അതായത് പ്രേ-പ്രെഡേഷൻ റിലേഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ നെയിം ആൻഡ് ഡിസ്ക്രൈബ് ദ 3 causes of the biodiversity loss അല്ലേ. Name and explain 2 ways that are responsible for the loss of biodiversity. Okay, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് 2 എണ്ണം. സോ അതിൻ്റെ ആൻസർ നോക്കുന്നത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. ഹാബിറ്റേറ്റ് ലോസ് ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്, പിന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് അല്ലേ. നമ്മൾ എന്താ പറയുക, നമ്മുടെ വാസസ്ഥലമൊക്കെ നശിച്ചു പോവുക. ഓക്കെ, അതുപോലെ തന്നെ എന്തുണ്ട്, പല പല നാച്ചുറൽ കലാമിറ്റീസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഹാബിറ്റൽ ലോസ് ഉണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് അല്ലേ. അത് ആന്ത്രോപ്പോജനിക് ആക്ഷൻസ് മുഖേന നമുക്ക് എന്തുണ്ട്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവുക. അപ്പോഴും എന്തുണ്ടാവും നമുക്ക്, അപ്പോഴും നമുക്ക് പറയുന്ന പോലെ തന്നെ നമ്മുടെ നാച്ചുറൽ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി ലോസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് മക്കളെ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ദ സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ് ഓഫ് ദ ജിയോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഗിവൺ ബിലോ. ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. സ്പീഷ്യസ് എന്താ പറയുക, സ്പീഷ്യസ് ഇൻചസും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏരിയ അല്ലേ. അവിടെ ഒരു ഇക്വേഷൻ അവിടെ ഉണ്ട്. എക്സ്പ്ലെയിൻ ഗിവിംഗ് റീസൺസ് വൈ ദർ ഇസ് എ ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി ഓഫ് എ ട്രോപ്പിക്കൽ റീജിയൻസ് ഓഫ് ദ എർത്ത്. ആ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗ്രാഫ് നോട്ട് ചെയ്ത് വെച്ചോളണം. അതായത് അലക്സാണ്ടർ വോൺ ഹബോൾട്ടിൻ സ്റ്റഡി, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി അനുസരിച്ച് ഗ്രാഫ് നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലേ. ആ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അലക്സാണ്ടർ വോൺ ഹോൾബോട്ട് സ്റ്റഡി സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ് ഹി ഒബ്സർവ് വിത്തിൻ ദ റീജിയൻ. ദ സ്പീഷ്യസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസിങ് ഏരിയ അപ് ടു സർട്ടൺ ലിമിറ്റ് അല്ലേ. അതായത് സ്പീഷ്യസ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തുണ്ട്, നമുക്കൊരു നമ്മുടെ ലിമിറ്റഡ് ആയിരിക്കും എന്നാ പറയണം കേട്ടോ. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. നിങ്ങൾ വാല്യൂസ് നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലെ മക്കളെ ശ്രദ്ധിച്ചോളണം. സാറ് ആൻസറിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിനാണ് നിങ്ങൾക്ക് കേട്ടോ. ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷേ ഇമ്പോർട്ടൻസ് നമുക്ക് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത് കേട്ടോ. സോ വൈ ആർ സാക്കഗ്രൂസ് ഹൈലി പ്രൊട്ടക്റ്റഡ്? സാക്കഗ്രൂസ് ഹൈലി പ്രൊട്ടക്റ്റഡ് ആണല്ലേ. നമുക്ക് സാക്കഗ്രൂസ് ഉണ്ട്, മാംഗ്രൂവ്സ് ഉണ്ട്, അതൊക്കെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് നമുക്ക്. സോ വേറെ ഒന്നുമല്ല, സാക്കഗ്രൂസ് ആർ എ സ്മോൾ പാച്ചസ് ഓഫ് ഫോറസ്റ്റ് വിച്ച് സ്പെഷ്യൽ റിലീജിയസ് ഇമ്പോർട്ടൻസ് ഇൻ എ പർട്ടിക്കുലർ കൾച്ചർ. സോ പണ്ട് തുടങ്ങി എന്തുണ്ട്, സാക്കഗ്രൂസ് അല്ലെങ്കിൽ കാവുകൾ എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, കാരണം റിലീജിയസ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ ഒരുപാട് ആനിമൽസും പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ആരും പേടിച്ചിട്ട് എന്ത് ചെയ്യില്ല, കാവുകൾ എന്ന് പറയുന്ന ഭാഗത്തേക്കും അല്ലെങ്കിൽ എന്താ സാക്കഗ്രൂസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കും എന്താ പറയുക, യക്ഷികൾ പാമ്പുകൾ എന്നൊക്കെ പേടിച്ച് അവർ ആ ഭാഗത്തേക്ക് പോകില്ല. അതുകൊണ്ട് എന്തുണ്ട്, അവിടെയൊക്കെ ആനിമൽസും പ്ലാന്റ്സും വളരെ സേഫ് ആയിട്ട് കൺസർവ്ഡ് ആണ് കേട്ടോ. ദർ ഓൾസോ സം മിത്തോളജിക്കൽ ഇമ്പോർട്ടൻസ്. കണ്ടോ ഞാൻ പറഞ്ഞില്ല, എന്താ മിത്തോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, എന്താ പറയുക, യക്ഷികൾ അതുപോലെ തന്നെ പാമ്പുകൾ അങ്ങനെയൊക്കെ ഒരുപാട് അവിടെ ഉണ്ടെന്നുള്ള ഒരു മിത്തോളജിക്കൽ കോൺസെപ്റ്റ്സ് അവിടെ കിടക്കുന്നുണ്ട്. ദിസ് ആർ ദ അൺഡിസ്റ്റർബ്ഡ് ഫോറസ്റ്റ് വിത്തൗട്ട് എനി ഹ്യൂമൻ ഇൻട്രാക്ഷൻ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മനുഷ്യൻ അവിടേക്ക് പോവില്ല കേട്ടോ. There are highly protected, hence the include number of rare, endangered and endemic species. എന്തെന്നുണ്ട്, ഒരുപാട് എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീഷീസും എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് ഒക്കെ ഒരുപാട് നമുക്ക് അവിടെ ആ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻസിറ്റു ആൻഡ് എക്സിറ്റു അപ്രോച്ചസ് കൺസർവേഷൻ ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും കേട്ടോ. ഓക്കെ, ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻസിറ്റു ആൻഡ് എക്സിറ്റു അപ്രോച്ചസ് ഓഫ് കൺസർവേഷൻ ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി ആർ ആസ് ഫോളോ. അത് നമുക്ക് ഇതുപോലെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷൻ കേട്ടോ. എന്താ ഇൻസിറ്റു കൺസർവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതേ ഓർഗാൻസിനെ ഏതെങ്കിലും ഓർഗാൻസോ ആനിമൽസോ അല്ലെങ്കിൽ പ്ലാന്റ്സോ ആണെങ്കിൽ അവിടെ തന്നെ വെച്ചുകൊണ്ട് കൺസർവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പറയുന്നവരാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതേ സ്ഥാനത്ത് എക്സിറ്റു ആകുമ്പോൾ നമ്മൾ നിന്നുണ്ട് ആ ഓർഗാനിസം, ഒരു ഇപ്പോൾ ആനിമൽസ് ആണ് ആനിമൽസ്, പ്ലാന്റ്സ് ആണെങ്കിൽ പ്ലാന്റ്സ് എടുത്ത് നമ്മൾ നിന്നുണ്ട് അവിടെ പ്രൊട്ടക്ട് ചെയ്യാതെ അത് നമുക്ക് നിന്നുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു റീജിയൻസിലൂടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, കൺസർവ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്നവരാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾ ഓർത്ത് വെച്ചോളാം. ഏതൊക്കെയാണ്? നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസർവ്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇതൊക്കെ ഇൻസിറ്റു കൺസർവേഷൻ ആണ്. എന്നാൽ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ പാർക്ക്. നമ്മൾ എന്താ ചെയ്യുക, സൂവിലൊക്കെ പോകാറില്ലേ, അപ്പോൾ അവിടെയൊക്കെ ആനിമൽസിനെ കാണാറില്ലേ, അതിനൊക്കെ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. അതൊക്കെ എന്താണ് നമുക്ക് എക്സിറ്റു പ്രൊട്ടക്ഷനിൽ വരുന്നതാണ് കേട്ടോ. സോ നമ്മൾ അടുത്തിലേക്ക് പോവുകയാണ്. ലിസ്റ്റ് 6 advantages of ex situ approach conservation of the biodiversity.
ഒന്നുമില്ല, ആൻസർ ഇത്രയേ ഉള്ളൂ. എന്താണ്? എക്സിക്യൂട്ടീവ് കൺസർവേഷൻ സ്ട്രാറ്റജി ഹെൽപ്സ് ടു കൺസർവ് ദ ആനിമൽസ് ബിക്കം, അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ കൺസർവ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തരത്തിലുള്ള എന്താ പറയുക ഫിസിക്കൽ ഹസാർഡ്നെസ് അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു തരത്തിലുള്ള അക്ലിമറ്റൈസേഷൻ്റെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവുന്നില്ല കേട്ടോ. പിന്നെ ടു പ്രിസർവ് ഗ്യാമേറ്റ്സ് ആൻഡ് ത്രെട്ടൺ ദ സ്പീഷീസ് ഇൻ ദ വയബിൾ കണ്ടീഷൻ ത്രൂ ദ ക്രയോസ് പ്രിസർവേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആനിമൽസിന്റെ സ്പേംസും ജീൻസും ഒക്കെ നമ്മൾ എടുത്തുന്നുണ്ട് ക്രയോ പ്രിസർവേഷൻ, നന്നായിട്ട് തണുപ്പിച്ച് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, ആണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ദ പ്രൊപ്പഗേറ്റ് ദ ത്രെറ്റനസ് പ്ലാന്റ്സ് വിയ ടിഷ്യൂ കൾച്ചർ, അതായത് ടിഷ്യൂ കൾച്ചർ മുഖേന നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനൊക്കെ നല്ല രീതിയിൽ, അതായത് നശിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഇതിന് പെട്ടെന്ന് കുറേ കൂടിയ അളവിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നുണ്ട് അല്ലേ, അതും അതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ടു ഗ്രോ പ്ലാന്റ്സ് ആൻഡ് recalcitrant seeds in orchids and possible varieties are maintained. Okay, to conserve seeds of the commercially important plants in seed bank. ഈ ക്രയോ പ്രിസർവേഷൻ പോലെ തന്നെ ഒന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, സീഡ് ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സീഡ് ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെ ടു save the endangered or threatened plant to need the urgent measure to serve from the extent the botanical garden. ബൊട്ടാണിക്കൽ ഗാർഡൻ, അതായത് ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസർവേഷൻ്റെ ഒരു ഭാഗങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, കാരണം ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് സാർ ഇത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. സോ നെക്സ്റ്റ് വൺ, അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഡ്യൂറിങ് എ ക്ലാസ് ടൂർ ടു എ ബൊട്ടാണിക്കൽ ഗാർഡൻ, Mamda saw many plants or species first present there which are no more found in the wild. She asked the teacher about how the rare species cultivate and protected in such rare. So മക്കളെ ശ്രദ്ധിച്ചോളാം, ഇതൊരു എന്താ പറയുക കേസ് സ്റ്റഡി പോലത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് സൂ എക്സെട്ര റെപ്രസെന്റ് വിച്ച് മോഡ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണിത്. മെൻഷൻ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. വാട്ട് വാല്യൂസ് ഡു യു ഒബ്സർവ് ഇൻ മംദ? ആൻസറിലേക്ക് നോക്കാം നമുക്ക്. Executive mode of conservation ആണ്, where threatened animals and plants are placed in the special care unit. So over exploitation of resources fragments of the habitat and introduce the alien species with native flora and fauna. ഇനി അടുത്തത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ലെ, മമതയുടെ ക്യാരക്ടർ എന്തായിരുന്നു, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, ഇന്റലിജന്റ് ആണ്, ഒബ്സർവന്റ് ആണ് ആൻഡ് ക്യൂരിയസ് ആണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ എന്താ പറയുക മാക്സിമം ഈ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത്രയും ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്തോളാം, അടിപൊളിയായിട്ടൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ, ഓർത്ത് വെച്ചോളണം. കെമിസ്ട്രിയിലും ഇതുപോലെ തന്നെയായിരുന്നു, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ചെയ്യരുത്, എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ച് വെച്ചോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് വളരെ സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ 2-3 തവണ ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് സ്പീഡിലൊന്ന് പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. എന്താ പറയുക, അടിപൊളിയായിട്ട് പഠിച്ചു വയ്ക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഓൾ എക്സാമിനേഷൻ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.